എല്ലാ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾക്കും നമസ്കാരം. നമ്മളിന്ന് 1201 ചിങ്ങമാസം മുതലുള്ള ജ്യോതിഷ ഫലം പറഞ്ഞ ഒരു വീഡിയോ നേരത്തെ ചെയ്തിട്ടുണ്ട്. തൊട്ടുപുറയിൽ ഉണ്ട് ആ വീഡിയോ. കാണാത്തവരുണ്ടെങ്കിൽ ആദ്യം ആ വീഡിയോ കാണുക. ഇതിപ്പോൾ എൻ്റെ രണ്ടാം ഭാഗമായിട്ട് പറയുന്ന വീഡിയോ ആണ്. ഇതിനകത്ത് മിഥുനക്കൂറിൻ്റെ ഫലം പറഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞ് ഒരുപാട് പേര് മെസ്സേജ് അയച്ചിട്ടുണ്ട്. സത്യത്തിൽ ഓരോ കൂറുകാരുടെയും ഫലസിദ്ധി പറയേണ്ട ആവശ്യം സത്യത്തിൽ വരുന്നില്ല. എൻ്റെ വീഡിയോ കാണുന്ന ആളുകൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഓരോ ഗ്രഹസ്ഥിതിയും അടയാളപ്പെടുത്തിയിട്ട് തന്നെയാണ് പറയുന്നത്. അപ്പോൾ നമുക്ക് ആ മിഥുനക്കൂറുകാരുടെ ഫലസിദ്ധിയാണ് ഇന്ന് നമ്മൾ ആദ്യമായിട്ട് പറയാൻ പോകുന്നത്. മകേരത്തിന്റെ അരയും തിരുവാതിരയും പുണർന്നത്തിൽ മുക്കാലും വരുന്ന മിഥുനക്കൂറുകാരുടെ ജ്യോതിഷഫലമാണ് 1201 ചിങ്ങമാസം മുതലുള്ള ജ്യോതിഷഫലമാണ് പറയുന്നത്. ഏറ്റവും അനുകൂലമായ ഒരവസ്ഥയിലൂടെയാണ് ഇപ്പോൾ മിഥുനക്കൂറുകാർ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. നിങ്ങളുടെ ഈ അവസരം നിങ്ങൾ വേണ്ടവിധം പ്രയോജനപ്പെടുത്തി മുന്നോട്ട് നീങ്ങണം എന്നുള്ളതാണ് എനിക്ക് നിങ്ങളോട് ആദ്യം തന്നെ ഈ ജ്യോതിഷം തുടങ്ങുന്നതിന് മുമ്പായിട്ട് തന്നെ വീഡിയോയ്ക്ക് മുമ്പായിട്ട് പറയാനുള്ളത്. അതിൻ്റെ കാരണം എന്താ ചോദിച്ചു കഴിഞ്ഞാൽ, മിഥുനൻ രാശി എന്ന് പറയുന്നത് നിങ്ങൾ രാശിചക്രം നിങ്ങൾ എടുക്കുകയാണെങ്കിൽ, നിങ്ങളുടെ ഗ്രഹനില എടുക്കുകയാണെങ്കിൽ ഇങ്ങേ അറ്റം വരുന്ന രാശിയാണ് മിഥുനൻ രാശി എന്ന് പറയുന്നത്. സ്ത്രീയും പുരുഷനും തമ്മിൽ നിൽക്കുന്ന ഒരു രാശി എന്ന് പറയും അതിനകത്ത്. അതായത് ഗതയും വീണാവാദ്യവും കയ്യിലേന്തിടുന്ന നരനാരികൾ തൻ രൂപം എന്നാണ് മിഥുനൻ രാശിയുടെ രാശി സ്വരൂപം പറയുന്നത്. അപ്പം ആ രാശിയിൽ വരുന്നത് മകേരത്തിന്റെ അര, തിരുവാതിര, പുണർത്തത്തിൽ മുക്കാലുകാരാണ്. അപ്പോൾ ആ നക്ഷത്രത്തിലാണ് ഇപ്പോൾ വ്യാഴം സഞ്ചരിക്കുന്നതും ശുക്രൻ സഞ്ചരിക്കുന്നതും. അപ്പോൾ ശുക്രൻ ചിങ്ങമാസം 4-ാം തീയതി കർക്കിടകം രാശിയിലേക്ക് രാശി പകർച്ച ചെയ്യുന്നുണ്ട്. അത് എങ്കിലും വ്യാഴത്തിന്റെ സ്ഥിതി അവിടെയുണ്ട്. സർവേശ്വരകാരകനായിട്ടുള്ള ദേവാനാച്ച ഋഷീനാച്ച ഗുരുങ്കാഞ്ചന സന്നിഭം എന്ന് പറഞ്ഞ് നമുക്കറിയാം ഗുരുവിൻ്റെ സ്തോത്രം. അതായത് ദേവന്മാരുടെയും ഋഷീശ്വരന്മാരുടെയും ഗുരുവായിട്ടുള്ള ബൃഹസ്പതി നിൽക്കുന്നു ആരിൽ? മകേരത്തിന്റെ അരയും തിരുവാതിരയും പുണർത്തത്തിൽ മുക്കാല്. നിങ്ങളുടെ ജാതകപ്രകാരം നിങ്ങൾക്ക് കർമ്മരാശിയിൽ, നിങ്ങളുടെ തൊഴിൽ രാശിയിൽ, പ്രവൃത്തി രാശിയിൽ, നിങ്ങളുടെ എല്ലാ കർമ്മഭാവത്തിലും നിൽക്കുന്നത് ശനിയാണ് ഇപ്പോൾ നിൽക്കുന്നത്. അതാണ്ട് ശനി 10-ാം ഭാവത്തിൽ 1, 2, 3, 4, 5, 6, 7, 8, 9, 10. അപ്പോൾ 10-ാം ഭാവത്തിൽ ശനി സഞ്ചരിക്കുന്നു. ജന്മത്തിൽ ആരൊക്കെ സഞ്ചരിക്കുന്നു? ശുക്രനും വ്യാഴവും. ശുക്രന് രാശി മാറ്റം ഉണ്ടാകുന്നു കർക്കിടകൻ രാശിയിലേക്ക്, നിങ്ങളുടെ ധനസ്ഥാനത്തേക്ക്. നിങ്ങൾ ഈ വീഡിയോ പറയുമ്പോൾ എല്ലാ പ്രാവശ്യവും നമുക്ക് വീണ്ടും പറയേണ്ട ആവശ്യം വരുന്നില്ല. നമ്മുടെ വീഡിയോ പ്രകാരം ഇനി നമ്മൾ കുറച്ചുകൂടെ നിങ്ങൾ മുന്നോട്ട് വരണം. ഈ വീഡിയോ കണ്ടതിന് ശേഷം എപ്പോഴും നമ്മുടെ ജാതകം, നിങ്ങളുടെ ചന്ദ്രൻ ഇവിടെ ആയിരിക്കും നിൽക്കുന്നത്. ആരുടെ? മകേരത്തര, തിരുവാതിര, പുണർത്തത്തിൽ മുക്കാലുകാർക്ക് ചന്ദ്രൻ ഇവിടെ ആയിരിക്കും നിൽക്കുന്നത്. അപ്പോൾ നിങ്ങൾ എപ്പോഴും മനസ്സിലാക്കണം നിങ്ങളുടെ 12 ഭാവങ്ങൾ ഏതൊക്കെയാണ്. ഇതാണ് 2, ഇത് 3, 4, 5, 6, 7, 8, 9, 10, 11, 12. അപ്പോൾ ഈ 12 കൂറുകാർക്ക് ഇത് മനസ്സിലാക്കാൻ സാധിക്കും. നിങ്ങളുടെ ചന്ദ്രൻ ഇവിടെയാണ് നിൽക്കുന്നത്. മേടക്കൂറുകാർക്ക് ചന്ദ്രൻ ഇവിടെയാണ് നിൽക്കുന്നതെങ്കിൽ നിങ്ങളുടെ 2, 3, 4, 5, 6, 7, 8, 9, 10, 11, 12. ഇനി എന്തിനാ ബാക്കിയുള്ളവരുടെ കാര്യം പറയുന്നത്? ബാക്കിയുള്ളവർക്കെല്ലാം മനസ്സിലാക്കാൻ എളുപ്പം പറ്റിയല്ലോ. അപ്പോൾ ഈ വീഡിയോയ്ക്ക് ലെങ്ത് കൂട്ടാതിരിക്കാനും നമുക്ക് പറയുന്ന കാര്യം പെട്ടെന്ന് മനസ്സിലാക്കുന്നതിനും വേണ്ടിയിട്ട് നിങ്ങൾ ഓരോരുത്തരും മനസ്സിലാക്കി. ഇനി ഒരു രാശിക്കാരൻ്റെ കൂടെ ഉദാഹരണം പറഞ്ഞതിന് ശേഷം നമുക്ക് മുന്നോട്ട് കിടക്കാം. ഇവിടെ ഒരാളുടെ ചന്ദ്രൻ വരികയാണ്. ആരാ? ചിത്തിര, അര, ചോതി, വിശാഖത്തിൽ മുക്കാല്, തുലാക്കൂറുകാർക്ക് ചന്ദ്രൻ ഇവിടെ ആയിരിക്കും നിൽക്കുന്നത്. നിങ്ങളുടെ ജാതകത്തിൽ ച എന്നായിരിക്കും അതിനെ അടയാളപ്പെടുത്തിയിരിക്കുന്നത്. നിങ്ങളുടെ രാശിചക്രത്തിൽ ച എന്ന് അടയാളപ്പെടുത്തിയിരിക്കുന്ന ഗ്രഹത്തെ എടുത്ത് നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. കണ്ടിവിടെ ഞാൻ അടുത്ത് കാണിച്ചു തരാം. ഇവിടെ ഇങ്ങനെ ചന്ദ്രൻ, ഇത് ഇങ്ങനെ കാണുമെന്ന് എനിക്കറിയത്തില്ല, വീഡിയോ നോക്കുമ്പോഴേ അറിയത്തുള്ളൂ. ച, ഗു, ഷു, ബു, ര എന്ന് പറഞ്ഞ് എഴുതിയിട്ടുണ്ടാവും. അപ്പോൾ നിങ്ങൾ പെട്ടെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ എന്താ ഇങ്ങനെ എഴുതിയിരിക്കുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ, അതാണ്ട് ഇവിടെ എല്ലാം ഞാൻ എഴുതിയിരിക്കുന്നത്. ഇവിടെ വ്യാഴം, ശുക്രൻ. സത്യത്തിൽ ജ്യോതിശാസ്ത്ര പ്രകാരം നിങ്ങളുടെ ഗ്രഹത്തിൻ്റെ നിലയിൽ ഗു എന്നേ കാണത്തുള്ളൂ. ഗുരു വ്യാഴത്തിന് ഗു എന്നേ കാണത്തുള്ളൂ. ശുക്രന് ശു എന്നേ കാണത്തുള്ളൂ. ശനിക്ക് മാ എന്നേ കാണത്തുള്ളൂ. ശനി മാ എഴുതി ദീർഘമിട്ടാൽ ഗുളികൻ എന്ന് വായിച്ചോണം നിങ്ങൾ. ഗുളികൻ. അതുപോലെ തന്നെ ച എന്നെഴുതിയാൽ ചന്ദ്രൻ എന്ന് വായിക്കുക. കു എന്നെഴുതിയാൽ ചൊവ്വ എന്ന് വായിക്കുക. ശി എന്നെഴുതിയാൽ കേതു എന്ന് വായിക്കുക. സ എന്നെഴുതിയാൽ രാഹു എന്ന് വായിക്കുക. അപ്പോൾ എല്ലാവരെയും പറഞ്ഞു എന്ന് ഞാൻ വിചാരിക്കുന്നു. ഭൂബുധൻ. അപ്പോൾ ചുരുക്കെഴുത്ത് നിങ്ങൾ ജ്യോതിശാസ്ത്ര പ്രകാരം മനസ്സിലാക്കണം. ഇതിനകത്ത് മനസ്സിലാക്കാൻ പെട്ടെന്ന് മനസ്സിലാക്കാത്തത് ഗുരു, വ്യാഴം. പിന്നെ മാ എഴുതിയാൽ ഗുളികൻ, മാ എഴുതിയാൽ ശനി, കു എഴുതിയാൽ ചൊവ്വ, കുജൻ എന്നിട്ട് ചൊവ്വ, ശിഖിക്ക് പകരമായിട്ട് കേതു, സ എന്ന് എഴുതിയാൽ രാഹു, ഭൂ എന്ന് വെച്ചാൽ ബുധൻ. ഇത്രയും പെട്ടെന്ന് മനസ്സിലാക്കി കഴിഞ്ഞ ശേഷം നമുക്ക് പെട്ടെന്ന് തന്നെ നിങ്ങൾ ഓരോരുത്തരുടെയും ഫലസിദ്ധി പറയുന്നതിന് മുമ്പായിട്ട് ചെറിയൊരു വിവരണം പറയുകയാണ്. ഇത് ഏറ്റവും പ്രധാനപ്പെട്ട വിവരണമാണ്. ഒരു ജ്യോതിഷ ചാനലിലും നിങ്ങളിത് നോക്കിയാൽ കാണത്തില്ല. ഞാനതുകൊണ്ട് ശ്രേഷ്ഠനാണെന്നല്ല പറഞ്ഞു വരുന്നത്. നിങ്ങൾ മനസ്സിലാക്കുക, നിങ്ങൾ ഓരോരുത്തരുടെയും ചന്ദ്രൻ നിൽക്കുന്ന രാശിയെ നിങ്ങളുടെ ജന്മലഗ്നമായിട്ട് മനസ്സിലാക്കുക.
നക്ഷത്രഫലം നോക്കുന്നവർ ച എന്ന് നിൽക്കുന്ന കോളത്തിൽ നിങ്ങളുടെ ചന്ദ്രൻ നിൽക്കുന്ന കാലത്തെ നിങ്ങൾ ജന്മരാശിയായിട്ട് മനസ്സിലാക്കുക. ജന്മരാശി നിങ്ങളുടെ നക്ഷത്രോദയം നടന്ന രാശിയാണ് ചന്ദ്രൻ നിൽക്കുന്ന രാശി എന്ന് പറയുന്നത്. അപ്പം നിങ്ങളുടെ കൂറ് ഇത് മനസ്സിലാക്കാൻ സാധിക്കും. നിങ്ങൾ ഏത് കൂറുകാരനാണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മുടെ രാശിചക്രത്തിൽ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന സ്ഥിതി പ്രകാരം മേടക്കൂറിൽ ഒരു ഗ്രഹങ്ങളുമില്ല, ഇടവക്കൂറിൽ ആരുമില്ല. ഇവിടെ നിൽക്കുന്നത് വ്യാഴവും ശുക്രനും മിഥുനത്തിൽ നിൽക്കുന്നു. ഇവിടെ നിന്നുകൊണ്ട് വ്യാഴവും ശുക്രനും എങ്ങോട്ട് നോക്കുന്നു എന്ന് നോക്കിക്കഴിഞ്ഞാൽ ശുക്രൻ ഇങ്ങോട്ട് നോക്കുന്നുണ്ട്, ധനുവിലേക്ക് നോക്കുന്നുണ്ട്. വ്യാഴവും ഇങ്ങോട്ട് നോക്കുന്നുണ്ട്, വ്യാഴവും ശുക്രനും. അപ്പം ഇവിടെ നോക്കുന്നു എന്ന് വെച്ചാൽ ഇവിടെ നിൽക്കുന്നതിൻ്റെ ഫലസിദ്ധി ഉണ്ടാകുമെന്നാണ് പറയുന്നത്. അതുകൂടാതെ വ്യാഴം ഇങ്ങോട്ടും നോക്കുന്നുണ്ട്, ഇങ്ങോട്ടും നോക്കുന്നുണ്ട്. എന്ന് വെച്ചാൽ വ്യാഴം ഇവിടെ നിന്നാലും ഇവിടെ നിൽക്കുന്നതിൻ്റെയും ഫലസിദ്ധി ഉണ്ടാകും. അപ്പോൾ എന്താണ് അതിൽ നിന്ന് മനസ്സിലാക്കാനുള്ളതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മിഥുനക്കൂറുകാരുടെ 5ാം ഭാവത്തിലേക്കും വ്യാഴത്തിൻ്റെ ദൃഷ്ടിയുണ്ടെന്നും ഭാഗ്യസ്ഥാനത്തേക്കും ആരുടെ ദൃഷ്ടിയുണ്ട്? വ്യാഴത്തിൻ്റെ ദൃഷ്ടിയുണ്ട്. അപ്പോൾ എന്താണ് അതിൻ്റെ ഫലസിദ്ധി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇന്നിവിടെ നമുക്ക് കറണ്ടില്ല, AC ഇല്ല, ഞാൻ ഫാൻ വെച്ചിട്ടാണ്. അപ്പോൾ ചെറിയൊരു ഇരപ്പൽ കാണാൻ സാധ്യതയുണ്ട്. അപ്പം വീഡിയോ എടുക്കുന്ന സമയത്ത് നിങ്ങൾക്ക് സൗണ്ട് കേൾക്കുന്നുണ്ടെങ്കിൽ പറയുക. അപ്പോൾ നമുക്ക് വ്യാഴത്തിൻ്റെ സ്ഥിതി മിഥുനൻ രാശിയിലാണ്, അവിടെ ശുക്രനും ഉണ്ട്. അവിടെ നിന്നുകൊണ്ട് വ്യാഴം നിങ്ങളുടെ 5ാം ഭാവമായിട്ടുള്ള 5ാം ഭാവം എന്ന് പറയുമ്പോൾ എന്താ മനസ്സിലാക്കേണ്ടത്? മനസ്സ്, സന്താനം, പൂർവ്വജന്മ പുണ്യസ്ഥാനം, നല്ല സ്ഥാനമാണ്. നിങ്ങളുടെ 5ാം ഭാവം എപ്പോഴും തുലാമായിരിക്കും മിഥുനക്കൂറുകാർക്ക്. നിങ്ങളുടെ ഭാഗ്യസ്ഥാനം എപ്പോഴും ഇവിടെ ആയിരിക്കും. ഭാഗ്യസ്ഥാനത്തിൻ്റെ അധിപൻ ശനിയായിരിക്കും. നിങ്ങളുടെ ഭാഗ്യസ്ഥാനാധിപൻ ശനിയാണ്. ആരുടെ? മിഥുനക്കൂറുകാരുടെ. നിങ്ങളുടെ 5ാം ഭാവാധിപൻ ഇവിടെ ആയിരിക്കും. നിങ്ങളുടെ കർമാധിപൻ വ്യാഴമായിരിക്കും. അപ്പം ഇത് മനസ്സിലാക്കിക്കൊണ്ട് പ്രധാനമായിട്ടുള്ള കാര്യം പറയുന്നു. മിഥുനക്കൂറുകാർക്ക് 2ാം ഭാവം കർക്കിടകം, 3ാം ഭാവം കുടുംബം, ഇളയ സഹോദര സ്ഥാനങ്ങൾ വരുന്ന ഭാവമാണ് 3ാം ഭാവം. ഗൃഹം, വാഹനം, ശയനം, സുഖം, ഭോഗം, സൗകര്യം, ഇങ്ങനെയുള്ള നമ്മുടെ ഒരു ഇഷ്ടപ്പെടുന്ന കാര്യങ്ങളെ, നമുക്ക് വേണ്ട കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. വാഹനം ഉണ്ടാക്കണം, വീട് മേടിക്കണം, അതുപോലെ തന്നെ വസ്തു വാങ്ങണം, അതുപോലെ തന്നെ ആഡംബര വസ്തുക്കൾ വാങ്ങണം, വലിയ കാറ് മേടിക്കണം, നല്ല വാച്ച് ധരിക്കണം, നല്ല ഡ്രസ്സ് ധരിക്കണം എന്നൊക്കെ നമ്മളെ കൊണ്ട് ആഗ്രഹിപ്പിക്കുന്ന ഭാവമാണ് 4ാം ഭാവം. ഈ ഭാവം അത് കഴിഞ്ഞാൽ 5ാം ഭാവം നിങ്ങൾക്ക് നല്ല സന്താനങ്ങൾ ജനിക്കണം, സന്താനങ്ങളെ കുറിച്ച് ചിന്തിക്കുക, സന്താനങ്ങളുടെ പഠന സംബന്ധമായിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കുക, നിങ്ങളുടെ മനസ്സിനെ കുറിച്ച് ചിന്തിക്കുക. ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം വരുന്നത് 5ാം ഭാവമാണ്. അപ്പം നിങ്ങൾ ഓരോരുത്തർക്കും മാറ്റം വരും. ഇത് ബുദ്ധിയുള്ളത് ചിന്തിച്ചാൽ മനസ്സിലാക്കും. അപ്പം കർക്കിടകൂറുകാരുടെ 5ാം ഭാവം ഇവിടെ വരും, ചിങ്ങക്കൂറുകാരുടെ 5ാം ഭാവം ഇവിടെ വരും, കന്നിക്കൂറുകാരുടെ 5ാം ഭാവം ഇവിടെ വരും, തുലാക്കൂറുകാരുടെ 5ാം ഭാവം ഇവിടെ വരും. അങ്ങനെ ഓരോരുത്തരും മാറി മാറി ചിന്തിക്കണം. ഒരാളുടെ കാര്യം പറയുമ്പോൾ എൻ്റെ രാശി പറഞ്ഞില്ല എന്ന് പറയേണ്ട കാര്യം വരുന്നില്ല. കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എല്ലാവരുടെയും കാര്യം ഇതിനകത്ത് ഉൾപ്പെടുന്നുണ്ട്. അപ്പോൾ ഞാനിത് മിക്സ് ചെയ്ത് പറഞ്ഞാലും ജ്യോതിഷം പെട്ടെന്ന് മനസ്സിലാകത്തില്ല. അപ്പോൾ അതിശക്തമായിട്ടുള്ള ഗുണഫലങ്ങൾ, അപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ മിഥുന രാശിയിൽ നിന്നുകൊണ്ട് വ്യാഴം എവിടെ നോക്കുന്നു? തുലാത്തിലേക്ക് നോക്കുന്നു, കുംഭത്തിലേക്ക് നോക്കുന്നു. അപ്പോൾ എന്താ അതിൻ്റെ ഗുണം? തുലാ കൂറിൽപ്പെടുന്ന ആരൊക്കെയാ? ചിത്തിര അരയും ചോദ്യം വിശാഖത്തിൽ മുക്കാലുകാർക്കും അവിട്ടത്തിൻ്റെ അരയും ചതയ പൂരുരുട്ടാതി മുക്കാലുകാർക്കും വ്യാഴത്തിൻ്റെ ആനുകൂല്യം കിട്ടുന്ന ഒരു സമയമാണ്. ഇത്രയും നക്ഷത്രക്കാർക്ക് ഇത്രയും കാര്യം മനസ്സിലായില്ലേ? നിങ്ങൾ എന്തിനാണ് നിങ്ങളുടെ ഫലങ്ങളുടെ പുറകെ പോകുന്നത്? നിങ്ങൾക്ക് വീട് വാങ്ങിക്കാൻ പറ്റും, വസ്തു എഴുതാൻ പറ്റും. ഇതൊന്നും ആവശ്യമില്ലാത്ത ഒരാളാണെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും? ഇപ്പോൾ ഒരാളോട് പറയുകയാണ് നിങ്ങൾക്ക് വിദേശത്ത് നല്ല ഗുണം ഉണ്ടാകുന്ന സമയമാണ് മിഥുനക്കൂറുകാർക്ക്. ഇപ്പോൾ വിദേശത്തല്ല, അയാൾ നാട്ടിൽ ബിസിനസ് ചെയ്യുകയാണെങ്കിൽ അയാൾക്ക് വിദേശത്ത് പറയുന്ന കാര്യത്തെക്കുറിച്ച് പറഞ്ഞിട്ട് എന്തുവാ കാര്യം? ഇപ്പോൾ ഒരു പരീക്ഷ PSC ടെസ്റ്റ് എഴുതിക്കൊണ്ടിരിക്കുന്ന ഒരാളോട് നമ്മളിപ്പോൾ ജ്യോതിഷം നോക്കുക, അവർക്ക് നമ്മൾ പറയുവാണ് നിങ്ങൾക്ക് വിദേശത്ത് ബിസിനസ്സുകൾ തുടങ്ങിയാൽ വളരെയധികം നല്ലതായിരിക്കുമെന്നും, അതുപോലെ തന്നെ നിങ്ങൾക്ക് കേസ് വഴക്കുകൾ ഉണ്ടെങ്കിൽ അതിൽ നിന്നും ഇപ്പോൾ മോചനം നേടുന്ന സമയമാണെന്നും, പിന്നെ പൂർവികമായിട്ടുള്ള സ്വത്ത് കിട്ടുന്ന സമയമാണ്. ഇതൊന്നുമായിട്ട് ബന്ധമില്ലാത്തൊരു മിഥുനക്കൂറുകാരനാണ് ഇത് കേൾക്കുന്നതെങ്കിൽ അയാൾക്ക് ഇതുകൊണ്ട് എന്ത് പ്രയോജനം? അപ്പോൾ പ്രയോജനം എല്ലാവർക്കും വരുന്ന രീതിയിലാണ് ഞാൻ ഈ ജ്യോതിഷം പറയുന്നത്. നിങ്ങളുടെ ജാതകത്തിലെ ഇപ്പോഴത്തെ അവസ്ഥ, സ്ഥിതിവിശേഷം പറഞ്ഞു കഴിയുമ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ ഗുണം ഉണ്ടാകും. അപ്പോൾ നിങ്ങളുടെ പ്രവർത്തിക്കുന്ന മേഖലകളിൽ അതിൻ്റെ ഗുണം ഉണ്ടാകണം. അപ്പോൾ ഇപ്പോൾ ഈ പറയുന്ന 12 കൂറുകാരുടെയും ഫലസിദ്ധി പറയുമ്പോൾ വക്കീലന്മാർക്ക് ഒരു ഫലം, പഠിക്കുന്ന കുട്ടികൾക്ക് വേറൊരു ഫലം, ലോട്ടറി എടുക്കുന്നവർക്ക് വേറൊരു ഫലം, അങ്ങനെയല്ല ഫലം പറയേണ്ടത്. യഥാർത്ഥത്തിൽ ഞാൻ ഈ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ മിഥുനക്കൂറിൽ നിങ്ങളുടെ കൂടെ ആര് നിൽക്കുന്നു? സർവേശ്വരകാരകനായ വ്യാഴം ശുക്രനോടുകൂടി ധനത്തിൻ്റെ അധിപതിയായിട്ടുള്ള കുബേരനും ലക്ഷ്മി യോഗം ചെയ്ത് സംഭവിച്ചു നിൽക്കുന്നുണ്ട് മിഥുനക്കൂറുകാർക്ക്. അപ്പം മിഥുനക്കൂറുകാരുടെ ആദ്യം ഫലം പറയാൻ കാരണം തൊട്ട് കഴിഞ്ഞ വീഡിയോയിൽ മിഥുനത്തെ വിട്ടുപോയി എന്ന് പറഞ്ഞ് ഒരുപാട് മെസ്സേജ് വന്നതുകൊണ്ടാണ് ആദ്യം മിഥുനത്തെ തന്നെ പറയുന്നത്.
അപ്പം മിഥുനക്കൂറുകാർക്ക് നിങ്ങളുടെ 5-ാം ഭാവത്തിലേക്കും വ്യാഴം ദൃഷ്ടി ചെയ്യുന്നുണ്ട്. ഭാഗ്യസ്ഥാനത്തേക്കും ആര് ദൃഷ്ടി ചെയ്യുന്നുണ്ട്? വ്യാഴം. അവിടെ രാഹുവിൻ്റെ സ്ഥിതി ഉണ്ട്. ഇത് നിങ്ങൾ മനസ്സിലാക്കിയില്ലെങ്കിൽ പിന്നെ ഞാനിത് പറയുന്നുണ്ട് എന്തർത്ഥം? അപ്പോൾ രാഹു അവിടെ നിന്നോട്ടെ, എന്താ ഫലം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ രാഹു ഭാഗ്യസ്ഥാനത്ത് വരുന്നത് നല്ലതാണ്. വ്യാഴത്തിൻ്റെയും കൂടെ ദൃഷ്ടി ഉണ്ടാകുമ്പോൾ ഭാഗ്യം വർദ്ധിക്കും. ഭാഗ്യം കൊണ്ട് നിങ്ങൾക്ക് ചെയ്യുന്ന ഏതൊരു കാര്യത്തിനും ഗുണമുണ്ടാകും. നിങ്ങൾ ചിലപ്പോൾ ഒരു ലോട്ടറി എടുക്കുകയാണെങ്കിലോ, അല്ലെങ്കിൽ നിങ്ങളൊരു വാഹനം എടുക്കുകയാണെങ്കിലോ, അല്ലെങ്കിൽ നിങ്ങളൊരു വിവാഹം കഴിക്കുകയാണെങ്കിലോ, നിങ്ങളൊരു പരീക്ഷ എഴുതുകയാണെങ്കിലോ, അവിടെ ഭാഗ്യത്തിൻ്റെ ആനുകൂല്യം വർദ്ധിച്ചുകൊണ്ട് നമുക്ക് ഗുണമുണ്ടാകും. അപ്പോൾ നിങ്ങൾ ചിന്തിക്കുന്ന വിഷയം എന്ന് പറയുന്നത് 5-ാം ഭാവം വ്യാഴത്തിൻ്റെ ദൃഷ്ടി വരികയാണ്. 5-ാം ഭാവത്തിൽ വ്യാഴത്തിൻ്റെ ദൃഷ്ടി വരുമ്പോൾ നിങ്ങൾക്ക് ഒരു തീർത്ഥാടനമൊക്കെ പോകണം, ചില ക്ഷേത്രങ്ങളിലൊക്കെ പോകണം, ഭജന വിരിക്കണം. ഞാൻ ഇത്രയും കാലം ഇങ്ങനെ ജീവിച്ചിരിക്കുന്നത് പോലെ ചുമ്മാ ഇങ്ങനെ ജീവിച്ചിട്ട് കാര്യമില്ല. എനിക്ക് കുറച്ച് യോഗ ചെയ്യണം, എനിക്ക് കുറച്ച് എക്സസൈസ് ചെയ്യണം, എനിക്ക് ആത്മീയമായ കാര്യങ്ങളിലേക്ക് മുന്നോട്ട് നീങ്ങണം എന്ന് മനസ്സിൻ്റെ ഉള്ളിൽ തോന്നിപ്പിച്ചുകൊണ്ടേയിരിക്കും. അതുപോലെ ഓരോ ഗ്രഹങ്ങൾ നിങ്ങളുടെ അടുത്തേക്ക് വരുമ്പോഴും, ഓരോ ഗ്രഹങ്ങളുടെ സ്വാധീനം ഉണ്ടാകുമ്പോഴും ആ ഗ്രഹത്തിൻ്റെ കാരകധർമ്മം നിങ്ങളെ കൊണ്ട് ഈ മനസ്സിൽ ചിന്തിപ്പിക്കും. എന്ത് ചെയ്യണം എന്നുള്ള ചിന്തകൾ മനസ്സിൽ വരുത്തുകയും അതുപോലെ നിങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്യും. ഇപ്പം ഇതിനെ എതിർക്കുന്ന ആളുകൾ പറയുന്നത് ചുമ്മാതാ, ആകാശ മണ്ഡലത്തിലിരിക്കുന്ന വ്യാഴം എന്ത് ചെയ്യാനാ, ഇവിടെ ഇരിക്കുന്ന ചൊവ്വ ഇവിടുത്തെ കല്യാണം മുടക്കുക, ഇങ്ങനെയൊക്കെ പറയുന്നവർക്ക് അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കാം. ഈ പ്രപഞ്ചത്തിൻ്റെ ശക്തിയാണ് നമ്മളെ നിയന്ത്രിക്കുന്നതെന്ന് ഉദാഹരണ സഹിതം നമുക്കിടെ മുന്നിലുണ്ടല്ലോ. ഇത്ര വിദ്യാഭ്യാസം ഉണ്ടെങ്കിലും ശ്വാസം എടുക്കാതെ പറ്റുമോ? വെള്ളം കുടിക്കാതെ പറ്റുമോ? ഭൂമിയിൽ നടക്കുമ്പോഴാണ് രക്തചംക്രമണം വർദ്ധിക്കുന്നത് എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ സയൻസ് തന്നെ, ശരിയല്ലേ? അതെ. അപ്പം ഭൂമിയുമായി നമ്മൾ ബന്ധപ്പെടുന്നുണ്ട്. അഗ്നി, വിശപ്പ്, നമ്മുടെ ഉള്ളിലെ ആന്തരികമായ വിശപ്പ്, ചൂട്, ഇതിനെ ഇപ്പം നമ്മൾ ഇവിടെ AC ഇല്ലാത്തതുകൊണ്ട് ചെറിയ വിയർപ്പ് വരുന്നത് എന്തുകൊണ്ടാണ്? ഉള്ളിൽ ചൂടുള്ളത് കൊണ്ടാണ്. അപ്പം അഗ്നി, ജലം, വായു, അഗ്നി ഇതുമായിട്ട് എല്ലാം നമ്മൾ ബന്ധപ്പെട്ടുകൊണ്ട്, പഞ്ചഭൂതങ്ങളുമായിട്ട് ബന്ധപ്പെട്ട്, ആ പ്രപഞ്ച ശക്തിയുമായി ബന്ധപ്പെട്ട് ഊർജ്ജത്തെ എടുത്ത് ഊർജ്ജത്തെ കളഞ്ഞ് ഊർജ്ജത്തെ എടുക്കുക, ഊർജ്ജത്തെ കളയുക എന്നുള്ള കർമ്മത്തിലൂടെ നമ്മളെല്ലാവരും മുന്നോട്ട് പോകുന്നത്. ഇത് മനസ്സിലാക്കിയില്ലേ പിന്നെന്താ പ്രയോജനം? അപ്പോൾ ജ്യോതിശാസ്ത്രപ്രകാരമായിട്ട് ഇവരുടെ ഫലസിദ്ധി പറയുന്നത് ഇവിടെ എഴുതി വെച്ചിരിക്കുന്ന കാര്യം എനിക്ക് പറയേണ്ട കാര്യമില്ല, എങ്കിൽ പോലും എനിക്കത് പറയാം. നിങ്ങൾക്ക് ആദ്യം നിങ്ങളെല്ലാവരും ആഗ്രഹിക്കുന്ന കാര്യം ഫലം പറയാനാണ്. സത്യത്തിൽ ഫലം പറയേണ്ട ആവശ്യം വരുന്നില്ല, എങ്കിൽ പോലും ഫലസിദ്ധി പറയാം. ആദ്യം ഒന്നുകൂടെ പറഞ്ഞതിന് ശേഷം ഓരോ കൂറുകാരുടെയും 1201 മുതലുള്ള ഫലസിദ്ധിയാണ് പറയുന്നത് എന്ന് വെച്ച് എല്ലാവരും ഒരു വർഷത്തെ ഫലം പറയാറുണ്ട്. അത് വെറും തെറ്റായ ഒരു ധാരണയാണ്. കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ബുധൻ ദാണ്ട് ഈ മാസം തന്നെ ബുധൻ ദാണ്ടെ ചിങ്ങത്തിലോട്ട് മാറും. ആഗസ്റ്റ് മാസം 30-ാം തീയതി മാറും. അത് കഴിഞ്ഞാൽ സെപ്റ്റംബർ മാസം 15-ാം തീയതി കന്നി രാശിയിലോട്ട് വരും. ഇവിടെ നിൽക്കുന്ന ബുധൻ ഇങ്ങോട്ടും മാറും സെപ്റ്റംബർ മാസം 15-ാം തീയതി ആകുമ്പോഴത്തേക്കിന്. അപ്പം സൂര്യൻ ദാണ്ട ചിങ്ങമാസത്തിൽ ഇങ്ങോട്ട് അവിടെ എഴുതിയിരിക്കുന്നത്. കന്നിമാസം 1-ാം തീയതി ഇങ്ങോട്ട് മാറും, തുലാം 1 ഇങ്ങോട്ട് മാറും, വൃശ്ചികം 1 ഇങ്ങോട്ട് മാറും, ധനുമാസം 1-ാം തീയതി ആകുമ്പോൾ ഇവിടെ നിൽക്കുന്ന സൂര്യൻ ഇവിടെ എത്തും. ധനു 1-ാം തീയതി എടുക്കുന്ന വീഡിയോയിൽ നിങ്ങൾക്ക് കാണാം, ഈ സൂര്യൻ എഴുതിയേക്കുന്ന ഇവിടെ ആയിരിക്കും. അപ്പം മകരത്തിൽ ഇങ്ങോട്ട് മാറും, കുംഭത്തിൽ ഇങ്ങോട്ട് മാറും, മീനത്തിൽ ഇങ്ങോട്ട് മാറും, മേടത്തിൽ ഇവിടോട്ട് എഴുതും സൂര്യൻ. അപ്പം ശനിയെ മാത്രം ഇപ്പം നമ്മൾ 2.5 വർഷത്തേക്ക് ഈ ആൾ ഇവിടുന്ന് മീനത്തിൽ നിന്ന് മാറത്തില്ല, വക്രത്തിലാണ് ഇപ്പം സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. വക്രത്തിൽ സഞ്ചരിക്കുന്നതുകൊണ്ട് ഭയങ്കര ആശ്വാസമുണ്ട്. ഒരുപാട് പേർക്ക് കണ്ടകശനിയിൽ നിന്നും വളരെയധികം ആശ്വാസത്തിൽ നിൽക്കുന്ന സമയമാണ്. നമ്മളിപ്പോൾ പറഞ്ഞു വന്നുകൊണ്ടിരിക്കുന്ന മിഥുനത്തിൻ്റെ ഫലമാണെങ്കിലും ഇങ്ങോട്ട് വരുവാണ്. അപ്പം ഇടവൻ രാശിയിൽ ഇപ്പം ഗ്രഹങ്ങളൊന്നുമില്ല എന്ന് നമ്മൾ പറയുന്നുണ്ട്. അപ്പോൾ ഇവിടെ ഗ്രഹം ഒന്നുമില്ലെങ്കിൽ പോലും ശനിയുടെ ദൃഷ്ടി വരുന്നുണ്ട്. എവിടോട്ട്? ഇടവത്തിലോട്ട്. ഇതാണ് ഏറ്റവും വലിയൊരു പ്രധാനമായിട്ടുള്ള പോയിന്റ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ജ്യോതിഷത്തിലെ പോയിന്റുകൾ ഇതാണ്. 3, 7, 10 ഭാവങ്ങളിലേക്ക് ആര് നോക്കുന്നുണ്ട്? ശനി നോക്കുന്നുണ്ട്. അപ്പൊ ഇവിടോട്ട് കന്നിരാശിയിലേക്ക് ആര് നോക്കുന്നുണ്ട്? ശനി നോക്കുന്നുണ്ട്. ധനുരാശിയിലേക്ക് ആര് നോക്കുന്നുണ്ട്? ശനി നോക്കുന്നുണ്ട്. നോക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ നിൽക്കുന്നതിൻ്റെയും കൂടെ ചേർത്തുള്ളൊരു ഫലസിദ്ധി വരുമെന്നാണ് പറയുന്നത്. അവിടുത്തെ ഒരു ദൃഷ്ടിയും കൂടെ വരുന്നു. ഇപ്പോൾ ഒരു സെക്യൂരിറ്റിയാണ് ഒരിടത്തിരിക്കുക, അവിടെയും ഇവിടെയും കൂടെ 3 ഇടത്തോട്ട് നോക്കിക്കൊണ്ടിരിക്കുക എന്ന് പറഞ്ഞാൽ അയാൾ അവിടെ വരും, ആ സാന്നിധ്യത്തിൽ അവിടെ ഉണ്ട് എന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം. എന്ന് പറഞ്ഞതുപോലെ തന്നെ ഇപ്പം ചൊവ്വ അതാണ്ട് ഇവിടെ നിൽക്കുന്നത്, കന്നിരാശിയിലാണ് നിൽക്കുന്നത്. ചൊവ്വ എവിടെയൊക്കെ നോക്കുന്നുണ്ട്? ധനുരാശിയിലേക്ക് നോക്കുന്നുണ്ട്, മീനൻ രാശിയിലേക്ക് നോക്കുന്നുണ്ട്, മേടൻ രാശിയിലേക്ക് നോക്കുന്നുണ്ട്. അപ്പം ഇവിടെ നിൽക്കുന്ന ചൊവ്വ ഇവിടെയും നിൽക്കുന്നതിൻ്റെ ഫലസിദ്ധിയുണ്ട്. നിങ്ങൾക്ക് ജാതകപരമായിട്ട് അനുകൂലമായിട്ട് നിൽക്കുകയാണെങ്കിലോ ഇപ്പോഴത്തെ രാശിപ്രകാരമായിട്ട് അനുകൂലമായിട്ട് നിൽക്കുകയോ ചെയ്യുവാണെങ്കിൽ നിങ്ങൾക്ക് അതിൻ്റെ ഫലസിദ്ധി ഉണ്ടാകും എന്നാണ് പറയുന്നത്. ജ്യോതിശാസ്ത്രത്തിൽ ആദ്യം തന്നെ പറയുന്നു, നിങ്ങൾ നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളെ കൊണ്ട് ചിന്തിച്ചു കൊണ്ടിരുന്നു കഴിഞ്ഞാൽ നെഗറ്റീവ് മാത്രമേ നിങ്ങളിലേക്ക് വരത്തുള്ളൂ. ഞാൻ ഇവിടെ പോയിന്റ് എഴുതി വെച്ചിട്ടുണ്ട്. തടസ്സങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചാൽ മൊത്തം തടസ്സമായിട്ട് തന്നെ മാറും. അതുകൊണ്ടാണ് നെഗറ്റീവ് പറയുന്ന വീഡിയോസുകൾ ഒരുപാട് കാണാൻ പോകരുത്. അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ
നെഗറ്റീവ് ഇല്ല എന്നുള്ള എൻ്റെ അർത്ഥം അതല്ല. പക്ഷെ നെഗറ്റീവിലായിരിക്കും നിങ്ങളുടെ മനസ്സുടക്കുന്നത്. പിന്നെ ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥ വരും. നിങ്ങൾക്ക് ആരാണ് പോസിറ്റീവായിട്ട് നിൽക്കുന്നത്, ഏത് ഗ്രഹമാണ് നിങ്ങൾക്ക് അനുകൂലമായിട്ട് നിൽക്കുന്നത് എന്ന് നിങ്ങൾ പഠിക്കണം. അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ വ്യാഴം ഇവിടെ നിൽക്കുന്നത് കൊണ്ട് വ്യാഴത്തിൻ്റെ കേന്ദ്രഭാവമായിട്ടുള്ള കന്നിയിലേക്കും ധനുവിലേക്കും മീനത്തിലേക്കും ഒരു പ്രത്യേക ഫലസിദ്ധി ഉണ്ടാകും ഇത്രയും കൂറുകാർക്ക്. അടുത്തതായിട്ട് തുലാക്കൂറുകാർക്കും കുംഭക്കൂറുകാർക്കും മിഥുനക്കൂറുകാർക്കും ഒരുപോലെ വ്യാഴത്തിൻ്റെ ഫലസിദ്ധി കിട്ടും. ഇപ്പം കന്നിരാശിയിൽ ആരൊക്കെയാണ് വരുന്നത്? ഉത്തരത്തിൽ മുക്കാൽ അത്തം ചിത്തിരേര. ഇവിടെ ആരാ വരുന്നത്? ചിത്തിരേരയും ചോദ്യം വിശാഖത്തിൽ മുക്കാലും. ഇവിടെ ആരാ വരുന്നത്? അവിട്ടത്തിൻ്റെ അരയും ചതയം പൂരുരുട്ടാതി മുക്കാലും. ഇവിടെ ആരാ വരുന്നത്? പൂരുട്ടാതികാൽ ഉത്തരട്ടാതി രേവതി. മകേരത്തിൻ്റെ അര തിരുവാതിര പുണർത്തത്തിൽ മുക്കാല്. ഇത്രയും നക്ഷത്രക്കാർക്ക് ആരുടെ ഗുണം ഉണ്ടായി? വ്യാഴത്തിൻ്റെ ഒരു പ്രത്യേക ആനുകൂല്യ ഗുണം ഉണ്ടായി നിൽക്കുന്ന ഒരു സമയമാണ് ഇപ്പോൾ പ്രപഞ്ചത്തിൽ. നിങ്ങൾ ഏത് ജ്യോത്സ്യരെ വിളിച്ച് വേണമെങ്കിലും ചോദിച്ചു നോക്കിയോ. അടുത്തതായിട്ട് ഇടവക്കൂറുകാർക്ക് ധനസ്ഥാനത്താണ് നിൽക്കുന്നത് വ്യാഴം. അപ്പോഴോ കുംഭക്കൂറുകാർക്ക് 5-ാം ഭാവത്തിലാണ് വ്യാഴം നിൽക്കുന്നത്. മകം പൂരം ഉത്തരത്തിൽ കാലുകാർക്ക് വ്യാഴം 11 ലാഭസ്ഥാനത്ത് നിൽക്കുകയാണ്. ഉത്തരത്തിൽ മുക്കാലും അത്തവും ചിത്തിരേരയും കന്നിക്കൂറുകാർക്ക് കർമ്മസ്ഥാനത്ത് നിൽക്കുകയാണ് വ്യാഴം. അടുത്തതായിട്ട് ഇവർക്ക് അവിടെ നിൽക്കുന്നു, ഭാഗ്യസ്ഥാനത്ത് നിൽക്കുന്നു വ്യാഴം. കണ്ടോ, എത്ര അതിശയോക്തമായിട്ടുള്ള കാര്യമാണ്. ശരിയല്ലേ? ആർക്ക്? തുലാക്കൂറുകാർക്ക് ഭാഗ്യസ്ഥാനത്ത് സഞ്ചരിക്കുന്നു വ്യാഴം. അതുപോലെ തന്നെ വൃശ്ചിക കൂറുകാർക്കാണ് ഇപ്പം അഷ്ടമത്തിൽ സഞ്ചരിക്കുന്നത്. ധനുക്കൂറുകാർക്ക് എവിടെ സഞ്ചരിക്കുന്നു? മൂലം പൂരാട് ഉത്രാടത്തിൽ കാലുകാരാണ് ഇത് വീഡിയോ കാണുന്നതെങ്കിൽ നിങ്ങൾക്ക് എവിടെ സഞ്ചരിക്കുന്നു? നിങ്ങൾ പറയണം. നിങ്ങളുടെ ഭാര്യാസ്ഥാനം ഐശ്വര്യസ്ഥാനത്താണ് ഇപ്പോൾ സഞ്ചരിക്കുന്നത്. ഇങ്ങോട്ട് മാറുമ്പോൾ നിങ്ങളുടെ ഐശ്വര്യ സ്ഥാനത്തേക്ക് മാറും. ആര് പറയണം? മൂലം പൂരാട് ഉത്രാടത്തിൽ കാലുകാർ പറയണം. എൻ്റെ ഭാര്യാസ്ഥാനം ഐശ്വര്യസ്ഥാനം. ഒരു സ്ത്രീയാണ് കാണുന്നതെങ്കിൽ നിങ്ങളുടെ പുരുഷന്റെ സ്ഥാനം, നിങ്ങളുടെ ഐശ്വര്യം ഉണ്ടാകേണ്ട സ്ഥാനത്ത് ഇപ്പോൾ വ്യാഴം സഞ്ചരിക്കുകയാണ്. അപ്പോൾ ആ വ്യാഴത്തിൻ്റെ ആനുകൂല്യങ്ങളെ കൊണ്ട് നമുക്ക് ഗുണം ഉണ്ടാവേണ്ട സമയമാണ് എന്ന് പറയണം എന്നുള്ളതാണ് ജ്യോതിശാസ്ത്രം പറയുന്നത്. ഇനി നാട്ടെ മകം ഉത്രാടത്തിൽ മുക്കാലും തിരുവോണം ഔട്ടത്തല തിരുവോണം വരുന്ന മകരക്കൂറുകാർക്ക് വ്യാഴം 6-ാം ഭാവത്തിൽ പോയിരിക്കുകയാണ്. എങ്കിലും അതാ ശ്രദ്ധ വേണ്ടത്. വ്യാഴം 6-ലാണ് നിൽക്കുന്നതെങ്കിൽ വ്യാഴം ഇവിടെ ദൃഷ്ടി ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞല്ലോ. അപ്പം നിങ്ങൾക്ക് കർമ്മസ്ഥാനത്തിലേക്ക് വ്യാഴത്തിൻ്റെ ദൃഷ്ടി വന്നിട്ടില്ലേ? ഉണ്ട്. നിങ്ങളുടെ ധനസ്ഥാനത്തേക്ക് വ്യാഴത്തിൻ്റെ ദൃഷ്ടി വന്നിട്ടില്ലേ? വന്നിട്ടുണ്ട്. ഇത് കള്ളമല്ലല്ലോ, സത്യമല്ലേ? കണക്കൂട്ടി തന്നെയാണ് പറയുന്നത്. വ്യാഴം ഇവിടെ നിൽക്കുമ്പോൾ ഇവിടെയോട്ട് നോക്കും, ഇവിടെയോട്ടും നോക്കും. അപ്പോൾ ഞാനൊരു വീഡിയോ ചെയ്തുകൊണ്ടിരിക്കുക കേട്ടോ. അപ്പം മകരക്കൂറിലോട്ട് വ്യാഴം ഇപ്പം ഉത്രാടത്തിൽ മുക്കാലും തിരുവോണം അവിട്ടത്തര വരുന്നവർക്ക് ധനസ്ഥാനത്തേക്കും കർമ്മസ്ഥാനത്തേക്കും ആര് നോക്കുന്നുണ്ട്? വ്യാഴം നോക്കുന്നുണ്ട്. അപ്പം ഇതിൽ പ്രകാരം എന്ത് മനസ്സിലായി? ആർക്കും പ്രതികൂലത്തിലല്ല നിൽക്കുന്നത്. അനുകൂലത്തിൽ നിൽക്കുന്നതിനെ നമ്മൾ കാണാതെ പ്രതികൂലത്തിൻ്റെ പുറകെ പോവുകയാണ്. ഇവിടെ എഴുതിയിരിക്കുന്നത് പോലെ തടസ്സങ്ങളിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിച്ചാൽ വരുന്നതെല്ലാം തടസ്സമായിരിക്കുമെന്ന് ഹോരാശാസ്ത്രത്തിൽ പറയുന്നുണ്ട്. അതുകൊണ്ട് തടസ്സത്തെ പറഞ്ഞുകൊണ്ടിരിക്കേണ്ടതിൻ്റെ യാതൊരു അർത്ഥവുമില്ല. നിങ്ങൾ ഏതെങ്കിലും ഒരു കൂറുകാരനെ ദോഷസ്ഥിതിയിൽ ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ, ദോഷമില്ല എന്നല്ല പറയുന്നത്, ദോഷസ്ഥിതി എന്ന് പറയുന്നത് നമ്മുടെ കർമ്മത്തിൻ്റെ ഫലമാണ് ദോഷം. രണ്ടാമത് ഗ്രഹസ്ഥിതി കൊണ്ടുള്ള ദോഷമുണ്ട്. പക്ഷേ പ്രധാനമായിട്ട് നിൽക്കുന്ന ഗ്രഹത്തെ നമ്മൾ അവിടെ ശ്രദ്ധിക്കുന്നില്ല. മൊത്തം രാശിക്കാരുടെയും ഫലം പറയാൻ പോയി കഴിഞ്ഞാൽ ഈ വീഡിയോ 5 മണിക്കൂറായാലും നിങ്ങൾക്കിത് മുഴുവൻ പറഞ്ഞാൽ തീരത്തില്ല. അത്രത്തോളം വിശദമായിട്ടുള്ള വിവരം ഇവിടെ ഉണ്ട്. അതാണ് മേടക്കൂറുകാർക്ക് 3-ാം ഭാവത്തിൽ നിന്നുകൊണ്ട് എവിടോട്ട് നോക്കുന്നുണ്ട്? നിങ്ങളുടെ ഐശ്വര്യ സ്ഥാനത്തേക്ക് വ്യാഴം നോക്കുന്നുണ്ട്. അപ്പോൾ വ്യാഴം ഇവിടെ നിൽക്കുന്നതിൻ്റെ അതേ ഫലസിദ്ധി നിങ്ങൾക്ക് ഉണ്ടായിരുന്നുണ്ട്. നിങ്ങളുടെ മംഗല്യ കാര്യങ്ങൾ, തൊഴിൽ കാര്യങ്ങൾ, കളത്രപുത്രാദി സൗകര്യങ്ങൾ, അതുപോലെ തന്നെ ഐശ്വര്യസ്ഥാനം വർദ്ധിച്ചു നിൽക്കുന്ന സമയമാണ് മേടക്കൂറുകാർക്ക്. ഒരു ജ്യോതിഷം വേണമെങ്കിൽ പറയും, നിങ്ങൾക്ക് 3-ാം ഭാവത്തിൽ വ്യാഴം സഞ്ചരിക്കുകയാണ്, ഭയങ്കര ദോഷ സമയമാണ്, വ്യാഴം പ്രതികൂല സ്ഥാനത്താണ് നിൽക്കുന്നതെന്ന് പറയും. പക്ഷേ ഈ കാര്യം പറയുന്നത് നിങ്ങളുടെ ലാഭസ്ഥാനത്തേക്ക് ദൃഷ്ടി ചെയ്യുന്നുണ്ട് വ്യാഴം മേടക്കൂറുകാർക്ക്. അപ്പം മേടത്തെക്കുറിച്ച് ഇവരെക്കുറിച്ച് മാത്രം പറഞ്ഞാൽ മതിയോ? വ്യാഴത്തെക്കുറിച്ച് മാത്രമല്ല നമ്മൾ ഇന്ന് ഫലം പറയുന്നത്, എല്ലാ ഗ്രഹങ്ങളെക്കുറിച്ചും പറയുവാണ്. പറഞ്ഞു വരുമ്പോൾ അതുപോലെ നിങ്ങൾ ചിന്തിച്ചു നോക്കിക്കോ. നിങ്ങൾക്ക് ലാഭസ്ഥാനം, നിവൃത്തിസ്ഥാനം, അതുപോലെ തന്നെ ഏറ്റവും ഐശ്വര്യപ്രദമായിട്ടുള്ള, അതുപോലെ തന്നെ സർവാഭിഷ്ട സ്ഥാനത്തേക്ക് ആര് നിൽക്കുന്നു? രാഹു നിൽക്കുന്നു. ആർക്ക്? മേടക്കൂറുകാർക്ക്. മേടക്കൂറുകാർക്ക് മാത്രമാണോ അപ്പോൾ അതിൻ്റെ ഫലസിദ്ധി? അല്ല, എല്ലാവർക്കും അതിൻ്റെ ഗുണഫലമുണ്ട്. എങ്ങനെ വരും? ഇടവക്കൂറുകാർക്ക് കർമ്മത്തിലേക്ക് മാറി, മിഥുനക്കൂറുകാർക്ക് രാഹു ഭാഗ്യസ്ഥാനത്തേക്ക് മാറി, കർക്കിടകക്കൂറുകാർക്ക് അഷ്ടമത്തിലേക്ക് മാറി, മകം പൂരം ഉത്തരത്തിൽ കാലുകാർക്ക് ഭാര്യാസ്ഥാനം ഐശ്വര്യസ്ഥാനത്തേക്ക് രാഹുവിൻ്റെ സ്ഥിതി മാറി. ഇവർക്ക് എങ്ങോട്ട് മാറി? 6-ാം ഭാവത്തിലേക്ക് മാറി. ശത്രുസ്ഥാനം രോഗസ്ഥാനത്തേക്ക് മാറി കന്നിക്കൂറുകാർക്ക്. പക്ഷേ 12-ാം സ്ഥാനത്തേക്ക് കേതുവിൻ്റെ സ്ഥിതി മാറി. അതുപോലെ തന്നെ തുലാക്കൂറുകാർക്ക്
രാഹു എവിടെ നിൽക്കുന്നു? 5-ാം ഭാവം മനസ്സിന്റെ സ്ഥാനത്ത് നിൽക്കുന്നു. അതുപോലെ ഇവർക്ക് എവിടെ നിൽക്കുന്നു? 4-ാം ഭാവത്തിൽ നിൽക്കുന്നു. ധനുക്കൂറുകാർക്ക് 3-ല്, മകരക്കൂറുകാർക്ക് ധനസ്ഥാനത്ത് നിൽക്കുന്നു, മീനക്കൂറുകാർക്ക് 12-ൽ നിൽക്കുന്നു. അങ്ങനെ ഓരോരുത്തരുടെയും രാശി എടുത്ത് നമ്മൾ നോക്കാമെങ്കിൽ പലർക്കും ഫലസിദ്ധി ഉണ്ടാകുന്നു. ഇപ്പം ഞാൻ പറഞ്ഞ പോലെ വ്യാഴത്തിൻ്റെ സ്ഥിതി പറഞ്ഞതുപോലെ തന്നെ ഇടവക്കൂറുകാർക്ക് ചിന്തിച്ചോ, ഇടവക്കൂറുകാർക്ക് എവിടെ നോക്കുന്നു? വ്യാഴം കർമ്മസ്ഥാനത്തേക്കും വ്യാഴം നോക്കുന്നുണ്ട്, ശത്രുസ്ഥാനവും രോഗസ്ഥാനത്തേക്കും വ്യാഴം നോക്കുന്നുണ്ട്. അപ്പോൾ വ്യാഴം ശത്രുസ്ഥാനത്തേക്കും രോഗസ്ഥാനത്തേക്കും നോക്കിയാലുള്ള അവസ്ഥ എന്താ? ശത്രുക്കൾ നശിക്കുക. ശത്രുക്കൾ നശിക്കുക എന്ന് വെച്ചാൽ എന്താ? ശത്രുക്കൾ ഇല്ലാതാവുക, അല്ലാതെ ശത്രുക്കൾ മരിച്ചു പോകുന്നുള്ളതല്ല അതിൻ്റെ അർത്ഥം. നമുക്കുണ്ടാകുന്ന ശത്രുദോഷങ്ങൾ, വിഷമതകൾ, ദുരിതങ്ങൾ, പ്രയാസങ്ങൾ, തൊഴിൽ സംബന്ധമായിട്ട് ജോലി ചെയ്യാൻ സമ്മതിക്കാത്ത വിധത്തിലുള്ള മാനസിക പീഡകൾ, മറ്റുള്ളവരുടെ ഉപദ്രവങ്ങൾ, ഇതെല്ലാം വ്യാഴത്തിൻ്റെ സ്ഥിതി അവിടെ വരുമ്പോൾ അത് മാറി. രോഗത്തിന് വേണ്ടി ചികിത്സിക്കുകയാണ് നമ്മൾ. പല രോഗങ്ങളെ കൊണ്ടൊന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിൽ നമ്മൾ കിടന്ന് കഷ്ടപ്പെടുന്ന ഒരു സമയമായതുകൊണ്ട് ആ കഷ്ടപ്പാട് വ്യാഴത്തിൻ്റെ ദൃഷ്ടിയുള്ളതുകൊണ്ട് ആർക്ക് മാറുന്നു? ഇടവക്കൂറുകാർക്ക്. ഇപ്പം ഇത് എല്ലാവരുടെയും കൂടെ ഫലം പറഞ്ഞു പോവുകയാണ്. അപ്പം ഇതുപോലെ തന്നെ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് കുറച്ച് ഫലങ്ങൾ. ഇത് പറയണമെന്ന് വിചാരിച്ചാണ് ഈ വീഡിയോ ഓണാക്കിയത്. പക്ഷേ പറഞ്ഞു തുടങ്ങിയപ്പോൾ മുതൽ നമ്മളിങ്ങനെ അങ്ങ് പറയാൻ തുടങ്ങിപ്പോയി. അപ്പം ഇതൊന്നും ഞാൻ മുൻകൂട്ടി തീരുമാനിച്ച് പറയുന്ന കാര്യങ്ങളല്ല. ഇവിടെ മുൻകൂട്ടി പറയാൻ വേണ്ടി തീരുമാനിച്ച കാര്യം ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. പക്ഷേ അതിൻ്റെ ആവശ്യമുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ലെന്ന് വേണം എനിക്ക് പറയാനായിട്ട്. എങ്കിലും നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് മിഥുനക്കൂറുകാരുടെ കാര്യങ്ങൾ നമ്മൾ പറയാൻ പോകുന്നു. അപ്പോൾ നമ്മളിന്ന് പറഞ്ഞു വന്നുകൊണ്ടിരിക്കുന്ന കാര്യം, നിങ്ങൾ ഓരോരുത്തർക്കും അനുകൂല ഭാവം, അനുകൂല സ്ഥാനത്ത് നിൽക്കുന്ന ഗ്രഹങ്ങളുടെ സ്ഥിതി മനസ്സിലാക്കിക്കൊണ്ട് മുന്നോട്ട് പോകണമെന്നാണ് ജ്യോതിശാസ്ത്രം തന്നെ പറഞ്ഞിരിക്കുന്നത്. തടസ്സങ്ങളിൽ മാത്രം, പ്രയാസങ്ങളിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിച്ച് മുന്നോട്ട് പോയാൽ നിങ്ങളുടെ മുന്നിൽ എല്ലാം കാണുന്നത് തടസ്സമായിരിക്കും. അപ്പോൾ തടസ്സം ഉണ്ടല്ലോ, ഉണ്ടെങ്കിൽ തടസ്സമല്ലാതെ നമുക്ക് ഗുണകരമായിട്ട് നിൽക്കുന്ന ഗ്രഹം ഏതാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ആ ഗ്രഹത്തിന് പറഞ്ഞിരിക്കുന്ന പരിഹാരങ്ങൾ ഈ വീഡിയോയുടെ തൊട്ട് മുമ്പ് പറഞ്ഞിരിക്കുന്ന വീഡിയോ കണ്ടിട്ട് അതിൽ പ്രകാരം പറയുന്ന കാര്യങ്ങളെ ശ്രദ്ധിച്ചിട്ട് നിങ്ങൾ പ്രവർത്തിച്ചാൽ ഗുണകരമായിട്ടുള്ള ഫലസിദ്ധികൾ ഉണ്ടാകും. അപ്പോൾ ഇന്ന് നമ്മൾ പറയുന്ന മിഥുനക്കൂറുകാരുടെ പൊതുവായിട്ടുള്ള ഈ വർഷത്തെ ചിങ്ങമാസത്തെ ഫലസിദ്ധി എന്ന് പറയുന്നത് പറയണ്ട എങ്കിൽ പോലും ഞാൻ പറയുന്നു. നിങ്ങൾക്ക് പ്രധാനമായിട്ടുള്ള കാര്യങ്ങളെന്ന് വെച്ച് കഴിഞ്ഞാൽ ജ്യോതിശാസ്ത്രപ്രകാരമായിട്ട് ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. മിഥുനൻ രാശിക്കാർക്ക് പല വിധത്തിലുള്ള കാര്യങ്ങളും സാധിച്ചെടുക്കുന്നതിനും പുതിയ തൊഴിലവസരങ്ങൾ കൈവരുന്നതിനും അതുപോലെ തന്നെ പല വിധത്തിലുള്ള ആനുകൂല്യങ്ങളും വന്നു ചേരുന്ന ഒരു സമയമായിട്ടാണ് മിഥുനം രാശിക്കാർക്ക് ചിങ്ങമാസത്തിലെ ഫലസിദ്ധി അങ്ങോട്ട് കാണുന്നത്. ചിങ്ങമാസം മുതൽ അടുത്ത വർഷം കർക്കിടകം വരെയുള്ള ഫലസിദ്ധി പലരും പറയുന്ന വീഡിയോ കണ്ടിട്ടുണ്ട്. അങ്ങനെ പറയുന്നതിൽ അർത്ഥമുണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ഇതിനകത്ത് ഗ്രഹസ്ഥിതികൾ ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുകയാണ്. ഗ്രഹസഞ്ചാരം മാറി മാറി വരുന്നത് കൊണ്ട് നിങ്ങളുടെ ഫലസിദ്ധി മാറും. ഒറ്റയടിക്ക് ഒരു ഫലസിദ്ധി, ഒരു വർഷത്തെ ഫലസിദ്ധി അങ്ങനെ പറയാൻ പറ്റത്തില്ല. ഈ പറയുന്ന ഈ മാസത്തിലെ ഫലസിദ്ധി അടുത്ത മാസമാകുമ്പോൾ മാറും. സൂര്യൻ മാറി, ചൊവ്വ മാറി, അതുപോലെ തന്നെ ചന്ദ്രൻ മാറിക്കൊണ്ടേയിരിക്കുന്നു, ഗുളികൻ മാറി മാറി വരുന്നു. അതുപോലെ തന്നെ ബുധനും ശുക്രനും പെട്ടെന്ന് ഓരോ മാസങ്ങളിൽ രാശി മാറുന്നുണ്ട്. അപ്പോൾ ഇൻ്റർവ്യൂകളിൽ വിജയിക്കാനുള്ള സാധ്യതകൾ വളരെയധികം അനുകൂലമായിട്ട് നിൽക്കുന്നു. അതുകൂടാതെ തന്നെ പരീക്ഷാ വിജയങ്ങളുണ്ടാകും. സഹപ്രവർത്തകരുമായിട്ടുള്ള അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ വിട്ടൊഴിഞ്ഞു മാറുന്നതിനും ബന്ധുക്കളുടെ സഹായം കിട്ടുന്നതിനുമുള്ള കാര്യങ്ങളെല്ലാം അനുകൂലമായിട്ട് വരുമെന്നും സഹോദരങ്ങളുമായി നല്ല ബന്ധം പുലർത്തി മുന്നോട്ട് പോകാൻ സാധിക്കുമെന്നും അതുപോലെ തന്നെ നമുക്ക് ഈ പലവിധത്തിലുള്ള മുറിവ്, ചതവുകൾ, അതുപോലെ തന്നെ ഈ ചെവി, കണ്ണ്, പല്ല് ഇതുപോലുള്ളതുമായി ബന്ധപ്പെട്ടുണ്ടാകുന്ന ചില രോഗാരിഷ്ടതകൾ നമുക്കുണ്ടാകാനുള്ള സാധ്യതകൾ പറയുന്നുണ്ട്. വലിയ കാര്യമായിട്ടുള്ള പ്രശ്നങ്ങളല്ല എങ്കിലും പറയുന്നുണ്ട്. അതുപോലെ തന്നെ വ്യാഴത്തിൻ്റെ ദൃഷ്ടി, നിങ്ങൾക്ക് വ്യാഴത്തിൻ്റെ സ്ഥിതി നിങ്ങളുടെ ഇവിടെ ഉള്ളതിനാലും നിങ്ങളുടെ ഭാഗ്യസ്ഥാനത്തേക്ക് വ്യാഴത്തിൻ്റെ ദൃഷ്ടി വന്നിട്ടുള്ളതിനാലും ഭാഗ്യാനുഭവങ്ങൾ വർദ്ധിക്കുകയും അതുപോലെ തന്നെ പല വിധത്തിൽ ഭാഗ്യാനുഭവം എന്ന് പറഞ്ഞാൽ ഒരു ഭാഗ്യത്തെക്കുറിച്ചല്ല പറയുന്നത്, ഭാഗ്യം കൊണ്ട് ചിന്തിക്കുന്ന എല്ലാ കാര്യങ്ങളും അനുകൂലമായിട്ട് വരുമെന്നും ധൈര്യപൂർവ്വം കാര്യങ്ങളെ ഏറ്റെടുത്ത് ചെയ്യാനുള്ള, നമ്മൾ ഇതുവരെ ചെയ്യാത്ത പല കാര്യങ്ങളും ഏറ്റെടുത്ത് ഉത്തരവാദിത്തത്തോടുകൂടി ഏറ്റെടുത്ത് ചെയ്യാനുള്ള ഒരു ധൈര്യം ഈ സമയത്ത് ചിങ്ങമാസം മുതൽ നമുക്കുണ്ടാകുമെന്നും അതുപോലെ തന്നെ സഹോദരങ്ങളിൽ നിന്നുമെല്ലാം ആനുകൂല്യങ്ങൾ നമുക്ക് കിട്ടുമെന്നും അതുപോലെ തന്നെ ആത്മീയ കാര്യങ്ങളിലൊക്കെ പോകാനും ദൂരദേശ യാത്രകളൊക്കെ സഞ്ചരിക്കാനും ഒക്കെയുള്ള ഒരു സമയം വന്നു ചേരുമെന്നും നേരത്തെ പറഞ്ഞതുപോലെ ഉണ്ട്. അതുകൊണ്ട് ഇവിടെ നോക്കേണ്ട കാര്യമില്ലെങ്കിൽ പോലും നമുക്ക് പറയാം, ദൈവാധീനക്കുറവ് വിട്ടൊഴിഞ്ഞു മാറിയിട്ട് ഭാഗ്യാനുഭവങ്ങൾ വർദ്ധിക്കുക, മനപ്രയാസങ്ങൾ നേരിട്ട് കൊണ്ടിരുന്ന പല വിഷയങ്ങൾക്കും ഒരു മനപ്രയാസം വിട്ടൊഴിഞ്ഞു മാറുന്ന ഒരു അവസ്ഥ ഉണ്ടാവുക, ഇതുവരെ മനസ്സിൽ ആഗ്രഹിച്ച കാര്യങ്ങൾക്ക് തടസ്സം ഉണ്ടായിരുന്നത് മാറിക്കിട്ടുന്ന അവസരം വന്നു ചേരുക എന്നുള്ളതൊക്കെയാണ് പറയുന്നത്. അതുപോലെ തന്നെ മംഗല്യസ്ഥാനത്ത് വളരെയധികം ഐശ്വര്യപ്രദമായിട്ട് പോവുക, സ്നേഹിക്കുന്നവർക്ക്, വിവാഹം കഴിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക്, പ്രണയബന്ധം തുറന്നു പറയാത്തവർക്ക്, പിണങ്ങി നിൽക്കുന്ന ഭാര്യ ഭർത്താക്കന്മാർ,
അതുപോലെ തന്നെ പ്രണയം ചെയ്യുന്ന ആളുകൾക്കെല്ലാം അത് ഏത് വിധത്തിൽ നിങ്ങൾ ചിന്തിച്ചാലും നിങ്ങൾക്കെല്ലാം അനുകൂലമായിട്ട് നിൽക്കുന്ന ഒരു സമയമായിട്ടാണ് ഇപ്പോൾ ജ്യോതിശാസ്ത്ര പ്രകാരമായിട്ടുള്ള സമയം പറയുന്നത്. കല്യാണം നടക്കാത്തവർക്ക് കല്യാണം ഉൾപ്പെടെയുള്ള കാര്യങ്ങളെല്ലാം മുന്നോട്ട് പോകും. അതുപോലെ തന്നെ പിതാവിൽ നിന്നും ഭാഗ്യാനുഭവങ്ങൾ ഉണ്ടാവുക, പിതാവിൽ നിന്നും സ്വത്ത് ആനുകൂല്യങ്ങളൊക്കെ കിട്ടുന്നതിനുള്ള മാസമായി വരിക. അതുപോലെ തന്നെ നമുക്ക് ധനപരമായിട്ടുള്ള ചിലവുകൾ നിയന്ത്രിച്ച് മുന്നോട്ട് പോകണമെന്നും വിദേശ വഴി നമുക്ക് ധനയോഗം ഉണ്ടാകുമെന്നും ഭാഗ്യം ഉണ്ടാകുമെന്നും വിദേശത്ത് എന്തെങ്കിലും തൊഴിൽപരമായിട്ടുള്ള തടസ്സങ്ങളുണ്ടെങ്കിൽ വിട്ടൊഴിഞ്ഞു മാറുമെന്നും സ്ഥാനക്കയറ്റം, ഉയർച്ച അതുപോലുള്ള കാര്യങ്ങളൊക്കെ വന്നു ചേരുമെന്നും എന്നാൽ ഈ മാസങ്ങൾ മുതൽ അങ്ങോട്ട് നമുക്ക് അധ്വാനം കുറച്ച് കൂടുതലായിട്ട് വേണ്ടിവരും എന്നുള്ള ഭാവം പറയുന്നുണ്ട്. ഭാഗ്യാനുഭവങ്ങൾ ഉണ്ടാവും, അതുപോലെയുള്ള ഗുണങ്ങൾ വളരെയധികം പറയുന്നുണ്ട്. ഉന്നത വിദ്യാഭ്യാസത്തിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്നവർക്ക് നല്ല ഉയർച്ച ഉണ്ടാകുമെന്നും ക്യാമ്പസ് നിയമനങ്ങൾ വഴി ജോലി കിട്ടുന്നതിനുള്ള ഗുണം ഉണ്ടാകുമെന്നും അതുപോലെ തന്നെ വിദേശ വിപണനം സാധ്യമാകുമെന്നും മുൻകാല നിക്ഷേപങ്ങളിൽ നിന്ന് നേട്ടങ്ങൾ ഉണ്ടാകുമെന്നും എല്ലാം പറയുന്ന ഒരു മാസമായിട്ടാണ് നമുക്ക് ഇപ്പോഴത്തെ ജ്യോതിശാസ്ത്ര പ്രകാരമായിട്ടുള്ള ഫലസിദ്ധികൾ പറയുന്നത്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് നമ്മൾ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഇനി ആർക്കെങ്കിലും ഇതുമായി ബന്ധപ്പെട്ട് മിഥുനക്കൂറുകാരുടെ ഫലസിദ്ധി പറഞ്ഞിട്ടില്ല എന്ന് മനസ്സിലുള്ളവർക്ക് ആ വിഷമങ്ങൾ തീർക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളാണ് പറഞ്ഞിരിക്കുന്നത്. പ്രത്യേകിച്ച് ജ്യോതിശാസ്ത്ര ഫലപരമായിട്ട് നിങ്ങൾക്ക് ഫലം പറയേണ്ട യാതൊരു ആവശ്യവും ഇല്ല എന്നുള്ളത് വേണം പറയാൻ. കാരണം ധനസ്ഥാനത്തേക്ക് ശുക്രൻ മാറുന്നു, ധനപരമായിട്ടുള്ള പ്രശ്നങ്ങൾ മാറുന്നു, അതുപോലെ വ്യാഴം ജന്മത്തിൽ നിൽക്കുന്നു. അതുപോലെ തന്നെ മനസ്സിൻ്റെയും സന്താനത്തിൻ്റെയും നമ്മുടെ പൂർവ്വജന്മ പുണ്യങ്ങളുടെയും സ്ഥാനത്തേക്ക് ആര് മാറുന്നു, ആര് നോക്കുന്നു? വ്യാഴം നോക്കുന്നു. അതുകൂടാതെ സെപ്റ്റംബർ മാസം 13-ാം തീയതി ചൊവ്വ നിങ്ങൾക്ക് ഇങ്ങോട്ട് മാറുന്നുണ്ട്. അപ്പോൾ ഇത്രയും ഫലസിദ്ധികളെ കൊണ്ട് നമുക്ക് വളരെയധികം അനുകൂലമായിട്ടുള്ള ഫലസിദ്ധികളാണ് നമുക്ക് പറയുന്നത്. അപ്പം മിഥുനൻ രാശിക്കാർക്ക് ഈ മാസത്തിൽ നിങ്ങൾക്കുള്ള പ്രശ്നങ്ങൾ എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നിങ്ങൾക്ക് ദോഷസ്ഥാനത്ത് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ എന്ന് ചോദിച്ചാൽ, നിങ്ങൾക്ക് ഭാഗ്യസ്ഥാനത്ത് വ്യാഴത്തിൻ്റെ ദൃഷ്ടി ഉണ്ടെങ്കിലും രാഹുവിൻ്റെ സ്ഥിതി അവിടെ വരുന്നത് നല്ലതാണ് എന്ന് പറയുന്നുണ്ടെങ്കിൽ ജ്യോതിശാസ്ത്രത്തിൽ പറയുന്നുണ്ട് രാഹു ഒരു പാപഗ്രഹമായതുകൊണ്ടും നമുക്ക് രാഹു അവിടെ നിൽക്കുന്നത് കൊണ്ടും നാഗദൈവങ്ങളെ ഒന്ന് പ്രീതിപ്പെടുത്തണം. എവിടെയുള്ള നാഗദൈവങ്ങളെ? 9-ാം ഭാവം പിതാവിൻ്റെ സ്ഥാനമാണ്. അപ്പോൾ അച്ഛൻ്റെ കുടുംബക്ഷേത്രത്തിൽ നാഗദൈവങ്ങൾക്ക് എന്ത് ചെയ്യണം? വഴിപാടുകൾ ചെയ്യുക. മഞ്ഞപ്പൊടി, എണ്ണ, കർപ്പൂരം, ചന്ദനത്തിരി, പാൽപ്പായസ നിവേദ്യം, അതുപോലെ തന്നെ കരിക്ക് പാല് കൊണ്ടുള്ള അഭിഷേകങ്ങൾ, മഞ്ഞൾ കൊണ്ടുള്ള അഭിഷേകങ്ങൾ, കമുകുംപൂക്കില സമർപ്പിച്ച് നല്ലെണ്ണ ആട്ടിയ എള്ളെണ്ണ കൊണ്ട് വിളക്കൊക്കെ കത്തിക്കുക. നാഗദൈവങ്ങൾക്ക് അഭിഷേകം ചെയ്ത് പ്രാർത്ഥിച്ചാൽ ചിങ്ങമാസത്തിലുണ്ടാകുന്ന ദോഷങ്ങൾക്കെല്ലാം പ്രതിവിധിയാകും. 3-ാം ഭാവത്തിൽ ആര് നിൽക്കുന്നു? കേതു നിൽക്കുന്നു. കേതു നിൽക്കുന്നതിനാൽ അമ്മയുടെ കുടുംബക്ഷേത്രത്തിൽ ഒരു ഗണപതി ഹോമം ചെയ്യാൻ പറ്റുമെങ്കിൽ എത്രയും പെട്ടെന്ന് ഒരു നല്ല ഗണപതി ഹോമം ചിങ്ങമാസത്തിലെ നിങ്ങളുടെ ജന്മനക്ഷത്രം വരുന്ന ദിവസം നടത്തുക. ജന്മനക്ഷത്രം വരുന്ന ദിവസം നടത്തുക. ചിങ്ങമാസത്തിലെ നിങ്ങളിപ്പം മകേരം വരുന്ന ചിങ്ങമാസത്തിലെ മകേരം, ചിങ്ങമാസത്തിലെ തിരുവാതിര, ചിങ്ങമാസത്തിലെ പുണർദം നക്ഷത്രം വരുന്നവർ ആ സമയത്ത് ചിങ്ങമാസത്തിൽ ജനിക്കണമെന്നില്ല. ചിങ്ങമാസത്തിൽ നിങ്ങളുടെ ഈ പുണർദം വരുന്ന, മകേരം വരുന്ന, തിരുവാതിര വരുന്ന ദിവസങ്ങളിൽ അവിടെ ഒരു വഴിപാടായിട്ട് ഗണപതി ഹോമം ചെയ്ത് പ്രാർത്ഥിക്കുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഭാഗ്യാധിപനും അഷ്ടമാധിപത്യവും വഹിച്ചിരിക്കുന്ന ശനി കർമ്മസ്ഥാനത്ത് സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഭാഗ്യാധിപൻ കർമ്മത്തിൽ വന്നാൽ ഭാഗ്യം വർദ്ധിച്ച് കർമ്മം കൊണ്ട് പുരോഗതി ഉണ്ടാവുക, കർമ്മസ്ഥാനത്ത് ഗുണങ്ങൾ ഉണ്ടാവുക, കർമ്മങ്ങളെല്ലാം നേട്ടമായി വരിക. പ്രവർത്തനമാണ് കർമ്മം എന്ന് വെച്ചാൽ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രവർത്തനങ്ങൾക്കെല്ലാം ഗുണകരമായിട്ട് നിൽക്കുകയാണ്. പക്ഷേ അഷ്ടമാധിപത്യം കൂടെ ശരിക്കുള്ളത് കൊണ്ട് നിങ്ങൾ നീലാഞ്ജനം വിളക്ക് കത്തിക്കണം. നീലാഞ്ജനം വിളക്ക് കത്തിച്ച് പ്രാർത്ഥനപൂർവ്വം വഴിപാടുകൾ ചെയ്ത് പ്രാർത്ഥിക്കുക. കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ശനി നിങ്ങളുടെ 4-ാം ഭാവം ഗൃഹസ്ഥാനത്തേക്കും അതുപോലെ ശയനസ്ഥാനത്തേക്കും ഭോഗസ്ഥാനത്തേക്കും ആഡംബരസ്ഥാനമായിട്ടുള്ള 4-ാം ഭാവത്തിലേക്കും ആര് നോക്കുന്നുണ്ട്? നേരത്തെ പറഞ്ഞ പോലെ ശനി നോക്കുന്നുണ്ട്. മിഥുനക്കൂറുകാർക്ക് നിങ്ങളുടെ ഭാര്യാസ്ഥാനം ഐശ്വര്യസ്ഥാനത്തേക്കും ആര് നോക്കുന്നുണ്ട്? ശനി നോക്കുന്നുണ്ട്. ഇതുകൊണ്ട് എന്ത് ചെയ്യണം? ശനി പ്രീതി വരുത്തണം, നാഗപ്രീതി വരുത്തുക, കേതുവിനെയും പരിഹാരം ചെയ്യുക, നാഗദൈവങ്ങൾക്കും വഴിപാട് ചെയ്യുക, നീലാഞ്ജനം വിളക്ക് കത്തിക്കുക, അല്ലെങ്കിൽ ഹനുമാൻ സ്വാമിക്ക് വെറ്റിലമാല സമർപ്പിച്ച് കുങ്കുമാർച്ചന, വെണ്ണ നിവേദ്യം, അതുപോലെ തന്നെ ഉള്ള പുഷ്പാഞ്ജലികളൊക്കെ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥന ചെയ്താൽ മിഥുനക്കൂറുകാർക്ക് ചിങ്ങമാസത്തിൽ ഉണ്ടാകുന്ന എല്ലാ വിധത്തിലുള്ള ദോഷങ്ങൾക്കും പ്രതിവിധിയാകുക തന്നെ ചെയ്യും. അപ്പം ഈ വീഡിയോ ലെങ്ത് കൂട്ടുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞ് പല കമൻറ്റുകൾ വരുന്നുണ്ട്. പക്ഷേ ഇങ്ങനെ പറഞ്ഞില്ലെങ്കിൽ ഞാൻ ഇങ്ങനെ നോക്കി താഴോട്ട് നോക്കിയിരുന്ന് എന്തെങ്കിലും കുറിച്ച് വെച്ചിട്ട് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. ഈ ലോകത്ത് മിഥുനക്കൂറിൽ വരുന്ന എത്രയോ ആളുകളുണ്ട്. ഏതൊക്കെ വിഭാഗത്തിൽ ജോലി ചെയ്യുന്നുണ്ട്. റോഡിൽ പണി ചെയ്യുന്നവരുടെ കാര്യം ആര് പറയണം എന്ന് പറയൂ. റോഡിൽ ടാറിൻ്റെ പണി ചെയ്യുന്ന ഒരു മിഥുനക്കൂറുകാരനുണ്ടെങ്കിൽ അയാളുടെ കാര്യം ആര് പറയണം? ഒരു ജയിലിൽ കിടക്കുന്ന ഒരു മിഥുനക്കൂറുകാരൻ്റെ കാര്യം ആര് പറയണം? ഒരു കേസുമായി ബന്ധപ്പെട്ട് ജാമ്യം എടുക്കാൻ വേണ്ടി കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു മിഥുനക്കൂറുകാരൻ്റെ കാര്യം ഏത് ജ്യോത്സ്യം പറയണം? അങ്ങനെ ആരെങ്കിലും പറയുന്നുണ്ടോ? നമ്മൾ പറയുന്നത് എല്ലാവരെയും പെടുത്തിയാണ് പറയുന്നത്. റോഡിൽ ടാറിൻ്റെ പണി ചെയ്യുന്ന ആളും ചെരുപ്പ് കുത്തിയായിട്ടിരിക്കുന്ന ആളും കളക്ടറായിട്ടിരിക്കുന്ന ആൾക്കും വ്യാഴം അനുകൂലമായിട്ട് നിൽക്കുന്നു എന്ന് പറയുമ്പോൾ അവരുടെ മേഖലയിൽ
ഒരു ജാമ്യം എടുക്കാൻ നിൽക്കുന്ന ആൾക്കാണെങ്കിൽ ഭാഗ്യം കൊണ്ട് ജാമ്യത്തിന്റെ കാര്യങ്ങളെല്ലാം അനുകൂലമായിട്ട് വരുന്നു. ജയിലിൽ കിടക്കുന്ന ഒരാൾ പരോളിന് അപേക്ഷിക്കുമ്പോൾ അത് അനുകൂലമായിട്ട് വരുന്നു. റോഡിൽ പണി ചെയ്യുന്ന ആൾക്ക് ധനപരമായിട്ടുള്ള പണികൾ വർദ്ധിക്കുക, നല്ലപോലെ ജോലി ചെയ്യാനുള്ള അവസരങ്ങൾ കിട്ടുക, ഡെയിലി പൈസ കിട്ടുക, അവരുടെ ശമ്പളം മുടങ്ങാതെ കിട്ടുക, ഇങ്ങനെയൊക്കെയുള്ള ആനുകൂല്യങ്ങൾ വർദ്ധിക്കുക. അപ്പോൾ താഴെ മുതൽ മുകളിൽ വരെയുള്ള ഏത് വിഭാഗത്തിൽ പെടുന്ന ഒരാളാണെങ്കിലും, ഒരു പോലീസുകാരനാണെങ്കിൽ പോലും അവർക്ക് ഇഷ്ടമല്ലാത്ത ഒരു സ്റ്റേഷനിലോ അല്ലെങ്കിൽ അവർക്ക് ജോലി ചെയ്യുന്ന സ്ഥലത്ത് ഒരു ബുദ്ധിമുട്ടുകളുണ്ടെങ്കിൽ അവർക്ക് അവിടെ സ്ഥലം മാറ്റി പോകണമെന്ന് ആഗ്രഹിച്ച് നിൽക്കുകയാണ്. പോലീസുകാരനാണ്, മാസതോറും അക്കൗണ്ടിൽ ശമ്പളം വരുന്നുണ്ട്, ഇതെല്ലാം ശരിയാണ്, നമ്മൾ നോക്കുമ്പോൾ ഒരു സ്ഥിര ജോലിയല്ലേ എന്നൊക്കെ ചോദിക്കാം. പക്ഷേ മനസ്സിലുണ്ടാകുന്ന വിഷമങ്ങളുണ്ടാകും. ചിലപ്പം അത് പുറത്തു പറയാൻ പറ്റുന്നൊരവസരം ഉണ്ടായിരിക്കത്തില്ല. ചിലപ്പം ഭാര്യയും മക്കളും നാട്ടിലായിരിക്കും, ദൂര സ്ഥലത്തായിരിക്കും, അവരെ ഒന്ന് കാണണം. നാട്ടിലെ ജോലി കാരണം ഇവിടെ ദൂരസ്ഥലത്ത് ജോലി ചെയ്യുന്നതുകൊണ്ട് അങ്ങോട്ട് പോകാൻ സാധിക്കുന്നില്ല. അപ്പോൾ അവർക്ക് ഭാഗ്യം, ആ മിഥുനക്കൂറുകാർ പറയുവാണ് നിങ്ങളുടെ ഭാഗ്യം വർദ്ധിക്കുന്ന സമയമാണ്. അപ്പോൾ തിരുമേനി എന്ത് പറഞ്ഞിരിക്കുന്നു? ഇന്ന പോലെ ചെയ്യാൻ പറഞ്ഞിരിക്കുന്നു. ആ പറഞ്ഞതുപോലെ ചെയ്തപ്പോൾ എന്തുണ്ടായി? അവിടെ ആനുകൂല്യം വന്നു. അപ്പോൾ ഒരാളിന് വേണ്ടിയിട്ടോ ഏതെങ്കിലും ഒരു വിഭാഗങ്ങൾക്ക് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ എല്ലാ വിഭാഗങ്ങളെ ഉൾപ്പെടുത്തിക്കൊണ്ടോ ജ്യോതിഷം പറയാൻ പറ്റത്തില്ല. സർവ്വ ആളുകൾക്കും. ഇപ്പോൾ ഒരു രാഷ്ട്രീയക്കാരനാണ് അത് കേൾക്കുന്നത്. എൻ്റെ കാര്യം ഇതിനകത്ത് എവിടെ പറയുന്നു? രാഷ്ട്രീയക്കാരനും ഗുണമുണ്ടാവും, ഭാഗ്യം വർദ്ധിക്കുക. അടുത്ത തെരഞ്ഞെടുപ്പിലൊക്കെ വരുമ്പോൾ ഇപ്പം വ്യാഴമൊക്കെ അനുകൂലിച്ച് നിൽക്കുകയാണ്. അപ്പോൾ പോയി നോമിനേഷൻ കാര്യങ്ങളൊക്കെ നമ്മൾ പോയി ആ നേതാക്കന്മാരെ കണ്ട് സംസാരിക്കുമ്പോൾ അവർ പറയുക, അളിയൻ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിന് നിന്നോ, നമുക്ക് സപ്പോർട്ട് ചെയ്താം, ഉടൻ തന്നെ നമ്മളൊരു മെമ്പറായി, അല്ലെങ്കിൽ അങ്ങനെ എനിക്ക് രാഷ്ട്രീയത്തെക്കുറിച്ച് വലിയ പിടിപാടില്ലാത്തത് കൊണ്ടോ അറിഞ്ഞുകൂടാത്തതുകൊണ്ട് അങ്ങനെ മേളോട്ട് MLA യോ മന്ത്രിയോ ഒക്കെ ആകാനുള്ള അവസരങ്ങൾ വന്നു ചേരും എന്ന് പറയാൻ പറ്റും. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളെ കൊണ്ടുള്ള ഗുണഫലങ്ങൾ പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ അടുത്തതായിട്ട് നമ്മൾ പറയാൻ പോകുന്നത് കന്നിക്കൂറുകാരുടെ ഫലസിദ്ധിയാണ്. ഇന്നലെ നമ്മൾ വീഡിയോ ചെയ്തുകൊണ്ടിരുന്നപ്പോൾ കുറച്ച് ഫോൺ കോൾസ് വന്ന് തിരക്കുണ്ടാവുകയും ചെയ്തതിന് ശേഷം വീഡിയോ കട്ടാക്കിയിട്ട് ഇപ്പോൾ നമ്മൾ വേറൊരു വീഡിയോ ചെയ്യുവാണ്. അപ്പോൾ കന്നിക്കൂറുകാരുടെ ഫലസിദ്ധി എന്താണ് നമ്മൾ പറഞ്ഞു വന്നുകൊണ്ടിരുന്നതിൻ്റെ ബാക്കി ഭാഗമാണ് പറയാൻ പോകുന്നത്. കന്നിക്കൂറുകാരുടെ ഈ ചിങ്ങമാസത്തിലെ ഫലസിദ്ധി പറയുന്നു. കന്നിക്കൂറുകാർക്ക് ഉത്തരത്തിൽ മുക്കാലും അത്തവും ചിത്തിരയരയും വരുന്ന കന്നിക്കൂറിൽ ആരൊക്കെയുണ്ട്? ഇപ്പം നിലവിൽ ചൊവ്വയുണ്ട്. സെപ്റ്റംബർ മാസം 13-ാം തീയതി ചൊവ്വ 2ാം ഭാവം ധനസ്ഥാനത്തേക്ക് മാറുന്നു എന്നുള്ള കാര്യം നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കുക. നിങ്ങൾക്ക് 3-ാം ഭാവാധിപനും അഷ്ടമാധിപനുമായിട്ടുള്ള ചൊവ്വ ഇങ്ങോട്ട് മാറുന്നു, ധനസ്ഥാനത്തേക്ക് മാറുന്നു. അതുകൂടാതെ നമ്മുടെ ജാതകപ്രകാരം നിങ്ങളുടെ ചന്ദ്രലഗ്നാധിപനായിട്ടുള്ള ബുധൻ നിങ്ങൾക്ക് ഇപ്പോൾ 11-ൽ സഞ്ചരിക്കുക, ലാഭസ്ഥാനത്ത് നിന്നും 12-ലേക്ക് മാറുന്നു. അത് എന്നാണ്? ആഗസ്റ്റ് മാസം 30-ാം തീയതി ബുധൻ ചിങ്ങത്തിലേക്ക് മാറുന്നു. അതുകൂടാതെ ബാക്കിയുള്ള ഫലസിദ്ധികൾ പറയുവാണെങ്കിൽ കേതുവും സൂര്യനും 12-ലുണ്ട്, വ്യാഴം ശുക്രനും നമുക്ക് കർമ്മരാശിയിലുണ്ട്, ശനി 7-ാം ഭാവത്തിൽ ഉണ്ട്, രാഹു 6-ാം ഭാവത്തിലുണ്ട്. അപ്പം ഇങ്ങനെയുള്ള ഫലസിദ്ധി വെച്ചുകൊണ്ട് ചിങ്ങമാസം 4-ാം തീയതി, അതായത് സെപ്റ്റംബർ മാസം ആഗസ്റ്റ് മാസം 20-ാം തീയതി ശുക്രൻ നിങ്ങൾക്ക് ലാഭസ്ഥാനത്തേക്ക് വരുന്നു. അത് വളരെയധികം ഐശ്വര്യപ്രദമായിട്ടുള്ള ഒരു കാര്യമാണ്. 2 കൂട്ടം പ്ലസ് പോയിന്റാണ് നമുക്ക് ഈ മാസത്തിൽ കാണുന്നത്. ശുക്രൻ ലാഭസ്ഥാനത്തേക്ക് വരുന്നു. ഭാഗ്യത്തിൻ്റെ അധിപനാണ് നിങ്ങൾക്ക് ശുക്രൻ. അപ്പം കന്നിക്കൂറുകാർ ഒരു പേനയും പേപ്പറും എടുത്ത് ഒരു നോട്ട് ചെയ്ത് വെക്കുക. അടുത്ത വീഡിയോയിൽ എനിക്കിത് പറയേണ്ട അവസരം ഉണ്ടാക്കരുത്. നിങ്ങളുടെ ഭാഗ്യാധിപൻ ആരാണ്? ബുധനാണ്, ശുക്രനാണ്. നിങ്ങളുടെ ചന്ദ്രലഗ്നാധിപൻ ബുധനും നിങ്ങളുടെ ഭാഗ്യത്തിൻ്റെ അധിപൻ ശുക്രനും ധനത്തിൻ്റെ അധിപനും ശുക്രനാണ് കന്നിക്കൂറുകാർക്ക്. അത് നിങ്ങൾ പ്രത്യേകമായിട്ടൊന്ന് നോട്ട് ചെയ്ത് വെക്കുക. അടുത്ത വീഡിയോയിൽ ഇത് പറയാത്തില്ല. അപ്പോൾ അതും പ്രകാരം ശുക്രൻ നിങ്ങൾക്ക് ലാഭസ്ഥാനത്തേക്ക് വരുന്നു. ഒരു പ്ലസ് പോയിന്റ് നിങ്ങൾക്ക് ഇവിടെ ഉണ്ട്. അപ്പോൾ ഈ ചിങ്ങമാസം മുതൽ ചിങ്ങം 4-ാം തീയതി മുതലാണ് ശുക്രൻ വരുന്നത്. അത് നിങ്ങൾക്ക് വളരെയധികം ഗുണകരമായിരിക്കും. കൂടാതെ കർമ്മരാശി ഏറ്റവും നല്ലത്, കർമ്മരാശിയിൽ 4-ാം ഭാവത്തിൽ 5-ാം ഭാവത്തിൽ 7-ാം ഭാവത്തിലൊക്കെ ശുഭഗ്രഹങ്ങൾ വരുന്നത് എപ്പോഴും നമുക്ക് നല്ലതാണ് എന്ന് മനസ്സിലാക്കി വെക്കുക. ഇത്രയും പോയിന്റ് മനസ്സിലാക്കി വെച്ച് കഴിഞ്ഞാൽ ബാക്കിയെല്ലാം ഫലസിദ്ധിയായി. ഈ ഫലസിദ്ധി അങ്ങോട്ട് പറയാൻ പോവുകയാണ്. അടുത്തതായിട്ട് വീഡിയോക്ക് ലെങ്ത് കൂടാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പറയുന്നു, നിങ്ങൾക്ക് ജാതകപ്രകാരം ഇപ്പോൾ വളരെയധികം കർമ്മപരമായിട്ടുള്ള ഗുണങ്ങൾ ഉണ്ടാകുന്ന സമയമാണെന്നും എല്ലാ കാര്യങ്ങൾക്കും ഒരു മാറ്റം അനുഭവപ്പെടുന്ന ഒരു മാസമായിട്ടാണ് ചിങ്ങമാസം കാണുന്നത്. കർമ്മരംഗത്ത് ഉയർച്ച, നേതൃതലങ്ങളിലേക്ക് സ്ഥലം മാറ്റം ഉണ്ടാവുക, അതുപോലെ പ്രൊമോഷൻ ഉണ്ടാവുക, തൊഴിലിൽ മാറ്റങ്ങൾ ഉണ്ടാവുക, വിദേശത്ത് ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നവർക്ക് അനുകൂലമായിട്ടുള്ള തൊഴിൽ പുരോഗതി ഉണ്ടാവുക, അതുപോലെ തന്നെ വിദേശത്തേക്ക് പോകാൻ ആഗ്രഹിക്കുന്ന നാട്ടിൽ ജീവിക്കുന്ന ആളുകൾക്ക് അത് ആഗ്രഹ പൂർത്തീകരണത്തിനുള്ള അവസരം വന്നു ചേരുക, അതുപോലെ തന്നെ കർമ്മരംഗത്ത് താൻ ആഗ്രഹിക്കുന്ന രീതിയിൽ തന്നെ മുന്നോട്ട് പോകാനുള്ള എല്ലാവിധത്തിലുള്ള ഗുണങ്ങളും ഉണ്ടാവുമെന്ന് കാണിക്കുന്നുണ്ട്. അതുപോലെ തന്നെ സർക്കാർ ജോലിക്ക് വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഒരുപാട് പേരുണ്ട്, അവർക്ക് അനുകൂലമായിട്ട് വരുമെന്നും, അതുപോലെ തന്നെ ആരോഗ്യവകുപ്പ്, മിലിറ്ററി, അതുപോലെ യൂണിഫോമുള്ള തൊഴിലുകൾ ചെയ്യുന്ന ആളുകൾക്കെല്ലാം അനുകൂലമായിട്ടുള്ള ഒരു ഫലസിദ്ധിയാണ് പറയുന്നത്. വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ വളരെയധികം മികവ് പുലർത്താൻ പറ്റുന്ന ഒരു സമയമാണെന്നും, അതുപോലെ തന്നെ ക്യാമ്പസ് റിക്രൂട്ട്മെന്റ് വഴി തൊഴിലിന് വേണ്ടിയൊക്കെ ശ്രമിക്കുന്നവർക്ക് അതെല്ലാം അനുകൂലമായിട്ട് വരുമെന്നും,
മത്സര പരീക്ഷകളിലും ഇന്റർവ്യൂകളിലും വിജയിക്കാനാകുമെന്നും ഏതു തരത്തിലുള്ള വെല്ലുവിളിയും നേരിടാനുള്ള ഒരു മനസ്ഥിതി, വെല്ലുവിളികളെ നേരിടാനുള്ള മനസ്ഥിതി നിങ്ങൾക്കുണ്ടാകുമെന്നും അതുപോലെ തന്നെ പൊതുശല്യം, ശത്രുക്കളുടേതായിട്ടുള്ള ഒരു ശല്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം വിട്ടൊഴിഞ്ഞു മാറുമെന്നും കേസുകളിലും വ്യവഹാരങ്ങളിലും വിജയിക്കാനാകുമെന്നും അപ്രതീക്ഷിതമായിട്ടുള്ള ധനസ്രോതസ്സുകളിൽ നിന്നും ധനാഗമം ഉണ്ടാകുമെന്നും വീട്, വസ്തു, വാഹനം എന്നിവ അധീനതയിൽ വന്നു ചേരുമെന്നും വിവാഹാദി മംഗളകാര്യങ്ങൾക്ക് അനുകൂലമായിട്ടുള്ള സമയമാണെന്നും ഭാര്യാഭർത്താക്കന്മാരുടെ ഇടയിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാനുള്ളത് മാറി അനുകൂലമായിട്ട് വരുമെന്നും അതുപോലെ തന്നെ സൗഹൃദങ്ങൾ എല്ലാം പുതിയ സൗഹൃദങ്ങൾ ഉണ്ടാകുമെന്നും അതുപോലെ തന്നെ നമ്മുടെ കുടുംബാംഗങ്ങളുടെ ഇടയിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങളെല്ലാം പറഞ്ഞു തീർക്കാൻ സാധിക്കുമെന്നൊക്കെ കാണിക്കുന്നുണ്ട്. ഇത്രയുമാണ് പോസിറ്റീവായിട്ടുള്ള കാര്യം. അപ്പം ഒരു നെഗറ്റീവ് ഇല്ലാതെ പറ്റത്തില്ലല്ലോ. നമ്മളൊരു ബാറ്ററി എടുത്താൽ പോലും പോസിറ്റീവ് പ്ലസ് നെഗറ്റീവ് ഇല്ലാതെ പറ്റത്തില്ല. അപ്പം നിങ്ങളുടെ ഇത്രയും പോസിറ്റീവായിട്ടുള്ളൊരു കാര്യം നിൽക്കുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം, നിങ്ങൾക്ക് ചൊവ്വ എന്ന് പറയുന്നത് എപ്പോഴും നമുക്കൊരു ചെറിയ ദോഷം ചെയ്യുന്നൊരു ഗ്രഹമാണ്. അതിൻ്റെ കാരണം 3ാം ഭാവാധിപത്യവും അഷ്ടമാധിപത്യവും വഹിച്ച ആൾ ധനസ്ഥാനത്തേക്ക് വരുമ്പോൾ പാഴ്ചെലവുകൾ വർദ്ധിക്കുക. അതുകൂടാതെ നമുക്ക് നഷ്ടസ്ഥാനം, നാശസ്ഥാനമായിട്ടുള്ള 12ാം ഭാവത്തിൽ ആര് നിൽപ്പുണ്ട്? 1.5 വർഷത്തേക്ക് കേതു എന്ന് പറയുന്ന രാശ നിൽപ്പുണ്ട്. അത് ഇച്ചിരി പ്രശ്നമാണ്. അപ്പോൾ കയ്യിലിരിക്കുന്ന പണം കൂടുതലായിട്ട് പാഴ്ചെലവായിട്ട് പോകാനും ആപത്തുകൾ ഉണ്ടാകിട്ടോ അല്ലെങ്കിൽ ആരെങ്കിലും കടം മേടിച്ചുകൊണ്ടോ അല്ലെങ്കിൽ ഷെയർ മാർക്കറ്റോ അതുപോലുള്ള കാര്യങ്ങൾ ഊഹക്കച്ചവടങ്ങളിലൊക്കെ ചെന്ന് ബിസിനസ്സിലൊക്കെ ചെന്ന് പെട്ട് പൈസ പോകാനോ ആരെങ്കിലും കടം മേടിച്ചുകൊണ്ട് പോകാനോ ആരോഗ്യപരമായിട്ടുള്ള പ്രശ്നങ്ങളെ കൊണ്ടുള്ള ധനനഷ്ടം ഉണ്ടാകാനോ സാധ്യതയുണ്ട് എന്ന് കരുതിക്കൊണ്ട് അതിനുള്ള മുൻകരുതലുകൾ എടുക്കണം. നിങ്ങൾക്ക് ഫാമിലി ഇൻഷുറൻസ് ഒക്കെ ഒന്നും ഇല്ലെങ്കിൽ അതൊക്കെ ഒന്ന് എടുത്ത് വെച്ച് നിങ്ങളെ ഒരു ഭാവി സേവ് ആക്കണം എന്നാണ് എനിക്കിപ്പോൾ പറയാനുള്ളത്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ അനുകൂലമായിട്ടും പ്രതികൂലമായിട്ടും നിൽക്കുന്നത് ആരൊക്കെയാണെന്ന് ചോദിച്ചാൽ ഒരു ഗ്രഹത്തെ മാത്രം പറയാനൊക്കത്തില്ല. കേതു നിങ്ങൾക്ക് ഇപ്പോൾ 12 നിൽക്കുന്നത് കൊണ്ടും ചൊവ്വ നിങ്ങൾക്ക് ധനസ്ഥാനത്തേക്ക് വരുന്നത് കൊണ്ടും നിലവിലുള്ള ദുരിതങ്ങളുണ്ട്. കൂടാതെ നിങ്ങൾക്ക് ശനി ആരാണ് നിങ്ങളുടെ ജാതകപ്രകാരം എന്ന് ചിന്തിച്ചാൽ നിങ്ങൾക്ക് മനസ്സിൻ്റെയും സന്താനത്തിൻ്റെ അധിപനും 6ാം ഭാവാധിപനും ശത്രുവിൻ്റെയും രോഗത്തിൻ്റെയും ആധിപത്യം വഹിക്കുന്ന ആളും കൂടായ ശനി നിങ്ങൾക്കിപ്പോൾ 7ാം ഭാവത്തിൽ നിന്നുകൊണ്ട് നിങ്ങളെ നോക്കുമ്പോൾ ഭാര്യയ്ക്ക് രോഗാരിഷ്ടതകൾ വന്നു പെടാനും അത് മുഖാന്തരം ചില ധനനഷ്ടങ്ങൾ ഉണ്ടാകാനും ശനി രോഗം കൂടെ വരുത്തുന്ന ഒരാളായിട്ടാണ് ജ്യോതിശാസ്ത്രത്തിൽ പറയുന്നത്. വിനകളും രോഗങ്ങളും വിഷമതകളും ദുഃഖങ്ങളും പ്രയാസങ്ങളും കൂടി വരുത്താൻ സാധ്യതയുള്ള ഗ്രഹമായിട്ട് പറയുന്നതിനാൽ നിങ്ങൾക്കുണ്ടാകുന്ന പ്രശ്നം ഇതാണെന്നും അപ്പോൾ അതിനെന്താണ് പ്രതിവിധി എന്ന് ചോദിച്ചാൽ കുടുംബക്ഷേത്രത്തിലെ ഭദ്രകാളി ദേവിക്ക് രക്തപുഷ്പാഞ്ജലി നടത്തി പ്രാർത്ഥിക്കുക, ചുമന്ന ഹാരം സമർപ്പിക്കുക, പുഷ്പാഞ്ജലി സമർപ്പിച്ച് നെയ്വിളക്ക് കത്തിച്ച് നല്ലതുപോലെ പ്രാർത്ഥിക്കേണ്ട ഒരു സമയമായിട്ടാണ് ഇപ്പോൾ പറയേണ്ടത് ഭദ്രകാളി ദേവിക്ക്, മാതൃകുടുംബത്തിലുള്ള ഭദ്രകാളി ദേവിക്ക്. ഇനി ഭാര്യയുടെ പേരിൽ ഇനി അവർക്ക് ശനി ഇല്ലെങ്കിൽ പോലും കണ്ടകശനിയൊന്നും ഇല്ലെങ്കിൽ പോലും അവരുടെ പേരിൽ ശാസ്താവിൻ്റെ ക്ഷേത്രത്തിൽ ഒരു അഭിഷേകം നടത്താം, നീലാഞ്ജനം കത്തിക്കാം, കരിക്കുകൊണ്ട് അഭിഷേകം നടത്താം. അതുപോലെ തന്നെ ശനീശ്വര പൂജ, ശനി എള്ളുപായസ നിവേദ്യം, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ശനീശ്വര പ്രീതി വരുത്തുന്ന എന്തെങ്കിലും കാര്യങ്ങൾ ചിങ്ങമാസത്തിൽ നടത്തുന്നത് നല്ലതായിരിക്കും. അമ്മയുടെ പേരിലോ അച്ഛൻ്റെ പേരിലോ ഭാര്യയുടെ പേരിലോ ഒക്കെ നടത്തിയാൽ നല്ലതായിരിക്കും. 5ാം ഭാവാധിപത്യം കൂടെ ഉള്ളതുകൊണ്ട് സന്താനങ്ങളുടെ പേരിലും കൂടെ ഒരു കുടുംബാർച്ചനയൊക്കെ ശാസ്താവിൻ്റെ അമ്പലത്തിലൊക്കെ നടത്തിയാൽ നല്ലതായിരിക്കും. അല്ലെങ്കിൽ ശബരിമലയ്ക്ക് പോകുന്ന ഏതെങ്കിലും സുഹൃത്തുക്കളുണ്ടെങ്കിൽ ഒരു നെയ്ത്തേക്കാൻ കൊടുത്തു വിടുകയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ കന്നി രാശിക്കാർക്കുള്ള അനുകൂലമായിട്ടുള്ള ഫലസിദ്ധി ഇത്രയും പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾക്ക് പ്രതികൂലമായി നിൽക്കുന്നത് 12ാം ഭാവത്തിൽ നിൽക്കുന്ന ഈ കേതുവിൻ്റെ ദോഷങ്ങളെ കൊണ്ടുള്ള പ്രതിവിധികളാണ് ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത്. അതിന് ഗണപതി ഹോമം ചെയ്തു കഴിഞ്ഞാൽ വളരെയധികം ഉത്തമമായിരിക്കും. ഇത്രയും കാര്യങ്ങൾ കന്നിക്കൂറുകാർ എഴുതുക. അടുത്തതായിട്ട് നമുക്ക് പറയാൻ പോകുന്നത് ധനുക്കൂറിൻ്റെ ഫലസിദ്ധിയാണ് പറയുന്നത്. ഇന്ന് ആരെയും വിട്ടുപോകുന്നില്ല, എല്ലാവരുടെയും കാര്യങ്ങൾ നമ്മൾ ഇന്ന് പറയും. എല്ലാവരുടെയും കാര്യങ്ങൾ നോട്ട് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അപ്പോൾ ധനുക്കൂറുകാർക്ക് നിലവിലുള്ള അവസ്ഥകൾ എന്താണെന്ന് നമ്മൾ ചിങ്ങമാസത്തിലെ ആദ്യത്തെ ഫലസിദ്ധിയിൽ നേരത്തെയുള്ള വീഡിയോയിൽ വിശദമായിട്ട് ഇക്കാര്യം പറയുന്നുണ്ട്. ഇതിനും ഇച്ചിരി ലെങ്ത് കൂടാൻ സാധ്യതയുണ്ട്. കാരണം വിശദമായിട്ട് പറഞ്ഞ് മനസ്സിലാക്കിയെങ്കിലല്ലേ നിങ്ങൾക്ക് എല്ലാം മനസ്സിലാകത്തുള്ളൂ. നിങ്ങൾക്ക് ജാതകപ്രകാരം നിങ്ങളുടെ ലാഭത്തിൻ്റെ അധിപനും 6ാം ഭാവാധിപത്യത്തിൻ്റെ ആധിപത്യവും വഹിക്കുന്ന ശുക്രൻ നിങ്ങൾക്ക് നേരെ ഈ അഷ്ടമരാശിയിലേക്ക് മാറുന്നുണ്ട്. പ്രധാനമായിട്ട് ഒരു ഭാവം അത് ചിങ്ങമാസം 4ാം തീയതിയാണ് മാറുന്നത്. അതുകൂടാതെ നിങ്ങളുടെ ജാതകപ്രകാരം നിങ്ങളുടെ ഭാര്യാസ്ഥാനം ഐശ്വര്യസ്ഥാനത്ത് നിലവിൽ വ്യാഴം നിൽപ്പുണ്ട്. അതെല്ലാ കാര്യങ്ങൾക്കും പര്യാപ്തമാണ്. എന്താ കാര്യമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ ലാഭസ്ഥാനത്തേക്ക് വ്യാഴം നോക്കുന്നുണ്ട്. ഇതാണ് നിങ്ങൾക്ക് ജ്യോതിഷത്തിൽ ആരും പറഞ്ഞു തരാൻ സാധ്യതയില്ലാത്തൊരു കാര്യം. ധനുക്കൂറുകാരുടെ മൂലം പൂരാട് ഉത്രാടത്തിൽ കാല് നക്ഷത്രക്കാരുടെ ലാഭസ്ഥാനമായിട്ടുള്ള 11ാം ഭാവത്തിലേക്ക് വ്യാഴം അവിടെ നിന്നുകൊണ്ട് ദൃഷ്ടി ചെയ്യുകയും 3ാം ഭാവത്തിലേക്ക് ഒരു ദൃഷ്ടി വരികയും ചെയ്യുന്നുണ്ട്. അതുകൂടാതെ നിങ്ങളെ തന്നെയും നോക്കുന്നുണ്ട്. ധനുക്കൂറുകാരെയും ആര് നോക്കുന്നുണ്ട്? വ്യാഴം നോക്കുന്നുണ്ട്. അപ്പോൾ ചൊവ്വ ഇങ്ങോട്ട് മാറുമ്പോഴത്തേക്കിന് ചൊവ്വ ഇവിടെ മാറുമ്പോൾ നിങ്ങളുടെ ലാഭസ്ഥാനം ആണല്ലോ ഇത്. ലാഭസ്ഥാനത്തേക്ക് ആര് വരുന്നു? 5ാം ഭാവാധിപനും 12ാം ഭാവാധിപനുമായ ചൊവ്വ നിങ്ങൾക്ക് അവിടെ വരുന്നു. 12ാം ഭാവം എന്ത്?
നഷ്ടസ്ഥാനം, നാശസ്ഥാനം, വിദേശസ്ഥാനം. അപ്പം വിദേശസ്ഥാനത്തേക്ക് ആര് വരുന്നു? ചൊവ്വ വരുന്നു. ചൊവ്വ വരുന്നത് നമുക്ക് മംഗളകാരകനാണ്. ചൊവ്വയുടെ സ്വക്ഷേത്രവും കൂടി മൂലക്ഷേത്രവും കൂടിയാണിത്. അപ്പം മൂലക്ഷേത്രത്തിലേക്ക് ചൊവ്വ വരുമ്പോൾ അത് കൂടുതൽ ഫലസിദ്ധി ഉണ്ടാവുകയും വിദേശപരമായിട്ട് വിദേശത്തൊക്കെ ഭൂമി മേടിക്കുക, ഇൻവെസ്റ്റ് ചെയ്യുക എന്നൊക്കെ പറഞ്ഞാൽ ബിസിനസ് ചെയ്യുന്ന ആളുകൾക്കെല്ലാം ഒരു ഗുണമായിരിക്കും. അപ്പോൾ ഇലക്ട്രിക്, പ്ലംബിങ്, ഭൂമിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള വർക്കുകൾ ചെയ്യുക, പെയിൻറ്റിങ് വർക്ക് ചെയ്യുക, ബിൽഡിംഗ് തൊഴിലാളികൾ ചെയ്യുക, കരണ്ടുമായി ബന്ധപ്പെട്ട് ജോലികൾ ചെയ്യുക, പ്ലംബിങ്ങുമായിട്ട് ജോലി ചെയ്യുക, പെട്രോളിയം വകുപ്പുമായി ബന്ധപ്പെട്ട് ജോലി ചെയ്യുക, അഗ്നി ഭൂമി ചിന്തിക്കുക. അഗ്നി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെട്രോളിയം ഉൽപ്പന്നം വരെ അഗ്നിയുടെ പ്രതീകമായിട്ടുള്ള ഒരു വർക്കാണ്. പ്ലംബിങ്, വയറിങ് പോലുള്ള ജോലികൾ, ഭൂമിയുമായി ബന്ധപ്പെട്ടുള്ള ജോലികൾ, അതുപോലുള്ള എല്ലാ കാര്യങ്ങളും നമുക്ക് ഇതുമായി ബന്ധപ്പെട്ടുള്ളതിനാൽ നിങ്ങൾ അതുപോലുള്ള കാര്യങ്ങൾ ചെയ്ത് പരിഹാരം കാണണം എന്നുള്ളതാണ് എനിക്കിപ്പോൾ നിങ്ങളോട് പറയാനുള്ളത്. അപ്പോൾ ധനുക്കൂറുകാർക്ക് നിലവിൽ ഞാനൊരു വീഡിയോ ചെയ്യുവാണേ. അപ്പോൾ നിലവിൽ നമ്മുടെ ഈ ധനുക്കൂറുകാർക്ക് നിലവിൽ ഇപ്പോഴത്തെ അവസ്ഥ വെച്ചുകൊണ്ട് നിങ്ങൾക്ക് എന്താണ് വിഷയം എന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ, നിങ്ങളുടെ ഭാഗ്യസ്ഥാനത്ത് ഒരാൾ നിൽപ്പുണ്ട്, കേതു നിൽപ്പുണ്ട്. അപ്പം ഭാഗ്യസ്ഥാനത്ത് കേതു വരുന്നത് കുറച്ച് ദോഷമാണ്. അപ്പോൾ ഭാഗ്യസ്ഥാനത്ത് കേതു നിൽക്കുന്നതിനാൽ അച്ഛൻ്റെ കുടുംബക്ഷേത്രത്തിൽ എന്ത് ചെയ്യണം? നാഗപ്രീതി വരുത്തുക, അതുപോലെ തന്നെ ഗണപതി ഹോമം ചെയ്യുക. അതുപോലെ ധനുക്കൂറുകാർക്ക് ഇങ്ങനെയുള്ള അവസരങ്ങളെ കൊണ്ടുള്ള ഫലസിദ്ധിയാണ് നമുക്ക് പറയുന്നത്. നിങ്ങളുടെ സഹോദരങ്ങൾക്ക് ഗുണകരമായിട്ടുള്ള ഒരു സമയമാണെന്നും സഹോദരങ്ങളിൽ നിന്നും നിങ്ങൾക്ക് ആനുകൂല്യം വന്നു ചേരാനുള്ള സമയമാണെന്നും ഏറ്റെടുക്കുന്ന എല്ലാ പ്രവർത്തനങ്ങളിലും നിങ്ങൾക്ക് വിജയിക്കാൻ സാധിക്കുമെന്നും അതുപോലെ തന്നെ ഊർജ്ജസ്വലതയോടെ ഏത് കാര്യത്തെയും നേരിടാൻ സാധിക്കുമെന്നും അംഗീകാരവും പ്രശസ്തിയും നേടിവരുമെന്നും മറ്റുള്ളവരുടെ ബഹുമാനവും ആദരവും നേടിയെടുക്കാൻ സാധിക്കുമെന്നും രാഷ്ട്രീയ രംഗത്ത് പ്രവർത്തിക്കുന്നവർക്കും ബിസിനസ് രംഗത്ത് പ്രവർത്തിക്കുന്നവർക്കും വളരെയധികം നേട്ടങ്ങൾ കൈവരുന്ന ഒരു മാസമായിട്ട് വേണം ഇതിനെ പറയാൻ എന്നുള്ളതാണ് ജ്യോതിശാസ്ത്രപരമായിട്ട് കാണിക്കുന്നത്. എല്ലാ കാര്യത്തിലും ധൈര്യത്തോടുകൂടി ഇറങ്ങി പുറപ്പെടാൻ പറ്റുന്ന ഒരു സമയമാണെന്നും കർമ്മരംഗത്ത് ഉയർച്ച ഉണ്ടാകുമെന്നും മത്സര പരീക്ഷകളിൽ വിജയം ലഭിക്കുമെന്നും പുതിയ തൊഴിലിന് ആഗ്രഹിക്കുന്നവർക്ക് ആ കാര്യങ്ങളെല്ലാം ശുഭകരമായി വരുമെന്നും അതുപോലെ തന്നെ നിങ്ങൾക്ക് എല്ലാ വിധത്തിലുള്ള ഗുണകരമായിട്ടുള്ള നേട്ടങ്ങളും വന്നു ചേരുമെന്നും പറയുന്ന ഒരു മാസമായിട്ടാണ് ധനു കൂറുകാരുടെ ഫലസിദ്ധി പറയുന്നത്. മൂലം, പൂരാട, ഉത്രാടത്തിൽ കാലുകാർക്ക് മംഗല്യാദി വസ്ത്രാഭരണ യോഗങ്ങൾ, ധനയോഗങ്ങൾ, പണയം വെച്ചിരിക്കുന്ന സ്വർണ്ണമൊക്കെ എടുക്കാൻ പറ്റുക, അതുപോലെ തന്നെ പുതിയ സ്വർണ്ണ ആഭരണങ്ങൾ വാങ്ങാൻ പറ്റുക, അതുപോലെ ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുക, അതുപോലെ തന്നെ മംഗല്യം നടക്കുക, ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് ഗുണങ്ങൾ വരുന്നൊരു സമയമാണ്. അതിൻ്റെ കൂടെ തന്നെ നമ്മൾ ദോഷവും അതിൻ്റെ പ്രതിവിധിയും പറഞ്ഞു. നിങ്ങൾക്കിപ്പോൾ നിലവിൽ ശനി, കണ്ടകശനി നിൽക്കുന്ന ഒരു സമയമായതിനാൽ നീലാഞ്ജനം വിളക്ക് കത്തിച്ച് പ്രാർത്ഥിക്കുക. അച്ഛൻ്റെ കുടുംബക്ഷേത്രത്തിൽ ഗണപതി ഹോമം ചെയ്യുക, എന്നിട്ട് അവിടെ നാഗദൈവങ്ങൾക്കുള്ള പ്രീതികരമായിട്ടുള്ള വഴിപാട് ചെയ്യുക. ശിവക്ഷേത്രത്തിൽ രുദ്രസൂക്ത മന്ത്രം അർച്ചനകളൊക്കെ ചെയ്ത് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ വളരെയധികം ഉത്തമമായിരിക്കും എന്നുള്ളതാണ് പൊതുവിൽ പറയുന്നത്. അപ്പം നമ്മൾ മിഥുനം, കന്നി, ധനു ഈ 3 രാശിക്കാരുടെയും ഗുണവും ദോഷങ്ങളും പ്രതിവിധിച്ചു പറഞ്ഞു. ഇനി അടുത്തതായിട്ട് നമുക്ക് പറയാനുള്ളത് മീനക്കൂറുകാരുടെ ഫലസിദ്ധിയിലോട്ടാണ് നമ്മൾ പോകുന്നത്. മീനക്കൂറുകാരുടെ ഫലസിദ്ധി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നേരത്തെയുള്ള വീഡിയോയിൽ വിശദമായിട്ട് എല്ലാ കാര്യവും പറഞ്ഞതുകൊണ്ട് വളരെ ചുരുക്കി പറയുന്ന ഒരു കാര്യം, ജന്മശനി, കണ്ടകശനി, അഷ്ടമശനി ഇതെല്ലാം ഒരുമിച്ച് നിൽക്കുന്ന ഒരു സമയമാണ്. ശനി നിങ്ങൾക്ക് ആരാണ് എന്നുള്ളത് നിങ്ങൾ എഴുതി വെക്കുക. നിങ്ങളുടെ ലാഭത്തിൻ്റെ അധിപനും 12ാം ഭാവാധിപനും നഷ്ടാധിപനും കൂടിയായിട്ടുള്ള ഒരു ഗ്രഹമാണ് ശനി. അത് നിങ്ങൾക്ക് ജന്മത്തിൽ നിൽക്കുമ്പോൾ ലാഭങ്ങൾ വർദ്ധിക്കുന്ന ഒരവസ്ഥ ഉണ്ടാകുകയും അതുപോലെ തന്നെ ധനനഷ്ടങ്ങൾ കൂടുതലായിട്ട് കയ്യിൽ നിന്ന് കാശ് പോവുക, ആഡംബര വസ്തുക്കൾക്കൊക്കെ വേണ്ടി ചെലവഴിക്കുക, വാഹനം എടുക്കണം എന്നുള്ള തോന്നലുകൾ ഉണ്ടാവുക, വീടുകൾ പുതുക്കി പണിയണം എന്നുള്ള തോന്നലുണ്ടാവുക, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളെ കൊണ്ടുള്ള ഒരു ചിന്ത നമ്മളെ ബാധിച്ചുകൊണ്ട് നമുക്ക് എന്തുണ്ടാകും? ഈ ധനനഷ്ടം കൂടുതലായിട്ടുണ്ടാകുന്നൊരു സമയമുണ്ടെന്ന് പറയാറുണ്ട്. അതുകൂടാതെ നിങ്ങളുടെ 12ാം ഭാവത്തിൽ രാഹുവിൻ്റെ സ്ഥിതിയുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു സ്ഥിതി ഉണ്ടെങ്കിലും പ്രധാനമായിട്ട് നമുക്കൊരു പ്ലസ് പോയിന്റ്. എന്താണ് പ്ലസ് പോയിന്റ്? പ്ലസ് പോയിന്റ് എന്ന് വെച്ചാൽ ആദ്യത്തെ പ്ലസ് പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ജാതകപ്രകാരം നമുക്ക് വ്യാഴം 4ാം ഭാവത്തിൽ സഞ്ചരിക്കുകയാണ്. അതുകൂടാതെ വ്യാഴം നിങ്ങളുടെ ജാതകപ്രകാരം നിങ്ങളുടെ കർമ്മത്തിൻ്റെ അധിപനും കൂടെയാണ് മീനം കൂറുകാർക്ക്. അപ്പം കർമാധിപനായിട്ടുള്ള ആൾ 4ാം ഭാവത്തിൽ നിന്നുകൊണ്ട് കർമ്മസ്ഥാനത്തേക്ക് നോക്കുന്നു, നിങ്ങളുടെ 12ാം ഭാവത്തിലേക്ക് നോക്കുന്നു, വിദേശ സ്ഥാനത്തേക്ക്, അതുകൂടാതെ നിങ്ങളുടെ അഷ്ടമസ്ഥാനത്തേക്ക് നോക്കുന്നു. ഇങ്ങനെ 3 അവസ്ഥയുണ്ട് ആർക്ക്? മീനക്കൂറുകാർക്ക്. വ്യാഴത്തെ കൊണ്ട് മാത്രം പറയുകയാണ്. അതുപോലെ അഷ്ടമത്തിലേക്ക് നിങ്ങളുടെ ധനാധിപതി വരുന്നു, അതുപോലെ തന്നെ നിങ്ങളുടെ ഭാഗ്യാധിപതിയും വരുന്നു അഷ്ടമത്തിലേക്ക്. അപ്പം ഇങ്ങനെയുള്ളൊരവസരം അവിടെ ചൊവ്വയുടെ വ്യാഴത്തിൻ്റെ ദൃഷ്ടി വരുന്ന ഒരു സമയം. അങ്ങനെ പ്രധാനമായിട്ട് പൊതുവിൽ പറയുമ്പോൾ ശുക്രൻ്റെ സ്ഥിതി 5ാം ഭാവത്തിലേക്ക് വരുന്നു. ഇങ്ങനെയുള്ള ഗ്രഹസ്ഥിതി വെച്ചുകൊണ്ട് നിങ്ങൾക്ക് വരവിനേക്കാൾ
കൂടുതലായിട്ട് ചെലവുകൾ വരുന്ന ഒരു മാസമായിട്ട് ചിങ്ങമാസം വരാൻ സാധ്യതയുണ്ട്. ചിലപ്പോൾ ചിങ്ങമാസമാണ്, ഓണമാണ്, ബന്ധുക്കൾ എല്ലാവരും കൂടെ കൂടി വന്നിട്ട് കുറച്ച് കാശൊക്കെ അടിച്ച് കുളിക്കാനുള്ള സാധ്യത കാണുന്നുണ്ട്. എവിടെയെങ്കിലുമൊക്കെ യാത്ര പോയിട്ട് കയ്യിൽ കൂടുതൽ കാശ് നമ്മുടെ കയ്യിൽ നിന്ന് ചിലവാക്കാനുള്ള സാധ്യതയുള്ളതിനാൽ അതിനെ കുറച്ച് കൂടുതൽ ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് അനുകൂലമായിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് പറയാം എന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, പ്രധാനമായിട്ട് നിങ്ങൾക്ക് ആഡംബരം മനസ്സിൽ തോന്നുക, അപ്പോൾ വാഹനം എടുക്കണം എന്നുള്ള ചിന്ത വരിക, അതിനകത്തൊന്നും ഇപ്പം തൽക്കാലം ചാടി പുറപ്പെടരുത് എന്നാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. ചിങ്ങം കന്നിമാസം കൊണ്ടൊന്ന് കഴിഞ്ഞതിന് ശേഷം തുലാം വൃശ്ചിക മാസം ആകുമ്പോഴത്തേക്കിനും ഒന്ന് ചിന്തിച്ചാൽ മതി. അപ്പം നിങ്ങൾക്ക് നോക്കിയിട്ടെടുക്കാം. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോഴുള്ള ആ ചിന്ത കാരണം രാഹു 12 നിൽക്കുന്നതിനാൽ നമുക്ക് വരവിനേക്കാൾ കവിഞ്ഞ് ചെലവുകൾ സംഭവിക്കുകയും ധനനഷ്ടങ്ങൾ ഉണ്ടാവുകയൊക്കെ ചെയ്യുമെന്ന് പറയുന്നുണ്ട്. അപ്പോൾ 4ാം ഭാവത്തിൽ വ്യാഴത്തിൻ്റെ സ്ഥിതി ഉള്ളത് കൊണ്ട് ഗൃഹനിർമ്മാണം ചെയ്യണമെന്നുള്ള തോന്നൽ വരിക, മോടി പിടിപ്പിക്കണം എന്നുള്ള തോന്നലുണ്ടാവുക, വാഹനം എടുക്കുക, മംഗല്യ യോഗങ്ങൾ ഉണ്ടാവുക, കർമ്മ പുരോഗതി ഉണ്ടാവുക, ഐശ്വര്യം ഉണ്ടാവുക, അതുപോലെ തന്നെ വസ്ത്ര ആഭരണാദി ലാഭങ്ങൾ ഉണ്ടാവുക, അങ്ങനെയൊക്കെയുള്ള അതിശയകരമായിട്ടുള്ള ഒരു സമയമായിട്ടാണ് മീനക്കൂറുകാർക്ക് ചിങ്ങമാസത്തിലെ ഫലസിദ്ധി കാണിക്കുന്നത്. അപ്പം ദോഷമായിട്ട് കാണിക്കുന്നത് കുറച്ച് രോഗാരിഷ്ടതകൾ വന്നു ചേരാനും മാനസികമായിട്ട് കുറച്ച് വിഷമതകളൊക്കെ വന്നു ചേരാനും, അതുപോലെ തന്നെ കണ്ണ്, പല്ല്, ചെവി, മൂക്ക് അതുപോലുള്ള സ്ഥലങ്ങളിലൊക്കെ കുറച്ച് രോഗാരിഷ്ടതകൾ വന്നു ചേരാനും, പേശികൾക്കൊക്കെ വേദന ഉണ്ടാകാനും, ബന്ധുജനങ്ങളുമായിട്ട് കുറച്ച് അഭിപ്രായ വ്യത്യാസങ്ങളിലൊക്കെ വന്നു ചേരാനും, ധനപരമായിട്ടുള്ള ചില കൊടുക്കൽ വാങ്ങലുകളുമായി ബന്ധപ്പെട്ട് കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഈ മാസത്തിൽ ഉണ്ടാവാനും, അതുമായി ബന്ധപ്പെട്ട് മാനസിക പ്രയാസങ്ങൾ വർദ്ധിക്കുന്നതിനും, അതുപോലെ തന്നെ രണ്ടാമത് പറയുന്നത് വിദേശയാത്രാപരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ അനുകൂലമായിട്ട് വരുമെന്നും, വിദേശത്ത് തൊഴിലിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്ക് ഗുണകരമായിട്ടുള്ള സമയമാണെന്നും, വിദേശ വിപണനവുമായിട്ട് ബന്ധപ്പെട്ടൊക്കെ വർക്ക് ചെയ്യുന്നവർക്ക് അത് വളരെയധികം ഗുണകരമായിട്ട് വരുമെന്നൊക്കെ കാണിക്കുന്നുണ്ട്. അതുപോലെ തന്നെ മാനസികമായിട്ടും ശാരീരികമായിട്ടും അസ്വസ്ഥതകൾ ഉണ്ടാവുകയും മാനസിക സംഘർഷം വർദ്ധിക്കുക, ഉറക്കമൊക്കെ കുറവുണ്ടാവുക, ആത്മീയ കാര്യങ്ങളിൽ കുറച്ച് താല്പര്യം നമുക്ക് വർദ്ധിക്കുമെങ്കിലും അതിന് വേണ്ടിയിട്ട് നമുക്ക് മനസ്സിലുള്ള ചിന്തകളെ വരുത്തുള്ളൂ. എങ്കിൽ പോലും അതിലൊരു ശ്രദ്ധ വരാൻ ഒരു സാധ്യത കുറവുണ്ട്. എല്ലാ കാര്യവും ചെയ്യണമെന്ന് തോന്നുമെങ്കിലും പൂർണ്ണതയിലേക്ക് എത്താനുള്ള ഒരു സാധ്യത കുറവായിട്ടാണ് കാണിക്കുന്നത്. അപ്പോൾ വ്യാഴത്തിൻ്റെ ദൃഷ്ടി 12ാം ഭാവത്തിലുള്ളത് കൊണ്ട് നിങ്ങൾക്ക് ഒരു പരിധി വരെ നിങ്ങളുടെ ധനനഷ്ട സാധ്യതകളെ അടയ്ക്കും. നിങ്ങളുടെ മനസ്സിൻ്റെ ഉള്ളിൽ നിന്ന് ആരോ പറയും ഇത് വേണ്ട, ഇത് ചെയ്യണ്ട. ഒരു വണ്ടി എടുക്കാൻ തോന്നുക, ഒരു വീടിന് മോടി പിടിപ്പിക്കാനൊക്കെ തോന്നുക, അല്ലെങ്കിൽ ഒരു കാർ എടുക്കാൻ പോകുന്ന ആള് നമുക്ക് ലോണിട്ടൊക്കെ എടുക്കാം എന്ന് വിചാരിക്കും. വലിയ വണ്ടികളിലൊക്കെ ചെന്ന് പെട്ടുപോകും. 20 ലക്ഷം 50 ലക്ഷം രൂപയുടെയൊക്കെ വണ്ടി നമുക്ക് താങ്ങാൻ പറ്റാത്തൊരവസ്ഥയിലൊക്കെ ചെന്ന് പെട്ടാനുള്ള സാധ്യതകളൊക്കെ ഉള്ളതിനാൽ അല്പം ശ്രദ്ധയോടുകൂടി പെരുമാറാനാണ് പറഞ്ഞിരിക്കുന്നത്. ദോഷപരിഹാരമായിട്ട് ചിങ്ങമാസം മുതൽ നിങ്ങൾക്ക് ചെയ്യേണ്ട ഒരു പരിഹാരം എന്ന് വെച്ച് കഴിഞ്ഞാൽ, രോഗാരിഷ്ടതകൾ ഒക്കെ വർദ്ധിക്കുന്ന ഒരു സമയമായി നിൽക്കുന്നത് കൊണ്ട് ശിവക്ഷേത്രത്തിൽ മൃത്യുഞ്ജയ മന്ത്രം കൊണ്ട് അർച്ചന ചെയ്യുക, നീരാഞ്ജനം വിളക്ക് നടത്തുക, നാഗദൈവ പ്രീതി വരുത്തുക, ഇങ്ങനെയുള്ള വഴിപാടുകളാണ് പ്രധാനമായിട്ട് പറയാനുള്ളത്. അതുകൂടാതെ നിങ്ങളുടെ ഭാഗ്യാധിപൻ അഷ്ടമത്തിലേക്ക് മാറുന്നൊരു സമയം കൂടെ ആയതുകൊണ്ട് ചിങ്ങമാസം കന്നിമാസം ഒക്കെ ഒന്ന് ഇച്ചിരി സൂക്ഷ്മത പുലർത്തി മുന്നോട്ട് പോവുക. അത് കഴിയുമ്പോൾ ഈ പ്രശ്നങ്ങളൊക്കെ അങ്ങോട്ട് മാറും. കൂടാതെ ഒരു പ്ലസ് പോയിന്റ് ഉണ്ട്, നിങ്ങൾക്ക് 5ാം ഭാവത്തിലേക്ക് ശുക്രൻ്റെ വരവുണ്ട്. അത് നല്ലതാണ്. പക്ഷേ ശുക്രൻ നിങ്ങളുടെ ജാതകപ്രകാരം 3ാം ഭാവാധിപത്യവും അഷ്ടമാധിപത്യവും വഹിച്ച ഒരാളാണ്. അപ്പം ശുക്രൻ്റെ ഇച്ചിരി ദോഷങ്ങളുള്ളൊരു ഗ്രഹസ്ഥിതിക്കാരാണ് പൂരുരുട്ടാതികാൽ ഉത്തരട്ടാതി രേവതി വരുന്ന ഈ നക്ഷത്രക്കാർ. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങളുടെ പൊതുവായിട്ടുള്ള ഫലസിദ്ധിയാണ് പറഞ്ഞിരിക്കുന്നത്. നിങ്ങൾക്കുള്ള പ്രതിവിധിയും പറഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് 4 പേരുടെ കൂറുകാരുടെയും ഫലസിദ്ധി പറഞ്ഞു. ഒന്ന് ഈ മൂല എല്ലാവരുടെയും പറഞ്ഞു. ഇനി മേടം, ഇടവം, മിഥുനം ഇങ്ങനെ പോവുകയാണ്. അപ്പം നമുക്ക് പെട്ടെന്ന് നിങ്ങൾക്ക് കാര്യങ്ങളെല്ലാം മനസ്സിലാകുന്ന രീതിയിൽ തന്നെയാണ് നമുക്ക് അടുത്തതായിട്ട് പറയുന്നത്. ഇവിടെ എഴുതി വെച്ചിരിക്കുന്ന കാര്യങ്ങളാണ് നിങ്ങളോട് പറയുന്നത്. യഥാർത്ഥത്തിൽ എൻ്റെ ആവശ്യമില്ല. മേടക്കൂറുകാർക്ക് ഇപ്പം നിലവിലുള്ള അവസ്ഥയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങളുടെ ധനത്തിൻ്റെ അധിപതിയായിട്ടുള്ള ശുക്രൻ 4ാം ഭാവത്തിലേക്ക് മാറുകയാണ് ചിങ്ങമാസം 4ാം തീയതി. അപ്പോൾ നിങ്ങളുടെ പ്രധാന പ്രശ്നം എന്താണ് എന്ന് പറഞ്ഞു തരാം. നിങ്ങൾക്ക് നല്ലൊരു അനുകൂലമായിട്ടുള്ള സ്ഥിതിയാണ് വരാൻ പോകുന്നത്. പക്ഷേ ശുക്രൻ്റെ വരവ് കാരണം, ശുക്രൻ എന്ന് പറഞ്ഞാൽ മോഹിപ്പിക്കുന്ന ആളാണ്. മോഹിപ്പിക്കുന്ന ആൾ നമുക്ക് 4ാം ഭാവത്തിലേക്ക് വരുമ്പോൾ വീട് വാങ്ങണം, വസ്തു വാങ്ങിക്കണം. നേരത്തെ മീനക്കൂറുകാർക്ക് പറഞ്ഞ പോലെ മീനക്കൂറുകാർക്ക് ഇപ്പം 4ലാണ് നിൽക്കുന്ന ഈ ആശാൻ. കണ്ടേ ശുക്രൻ ഇതിപ്പോൾ ഇങ്ങോട്ട് വരുവാണ്, ദാണ്ട് ഇവിടോട്ട്. അപ്പം 4 ആർക്കായി? മേടക്കൂറുകാർക്കായി. അതുകൊണ്ടാണ് അത് ഫലസിദ്ധി പറയുന്നത്. നിങ്ങൾക്കിപ്പോൾ സംഭവിക്കുന്ന ഒരു പ്രശ്നം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നിങ്ങളെ കൊണ്ട് പല കാര്യങ്ങളും ചെയ്യിപ്പിക്കും. ചിങ്ങമാസത്തിൽ പല ആൾക്കാരും മോഹന വാഗ്ദാനങ്ങളുമായിട്ടൊക്കെ നിങ്ങളുടെ മുന്നിൽ വരും. നമുക്ക് ഓഫറുകളൊക്കെ ഉണ്ട്, നമുക്കൊരു വണ്ടി എന്നത് ഈ ഇരിക്കുന്ന വണ്ടിയൊക്കെ ഒന്ന് മാറ്റിയെടുത്താൽ എന്താ, അതുപോലെ തന്നെ വീട് ഒന്ന് മോടി പിടിപ്പിച്ചാൽ എന്താ എന്നൊക്കെ ചോദിപ്പിച്ച് വരിക. അല്ലെങ്കിൽ നമ്മുടെ ആരെങ്കിലും വന്നിട്ട് പറയാം ഒരു മുറിയും കൂടെ നമുക്ക് അങ്ങോട്ടൊന്ന് ഇറക്കാം എന്നൊക്കെ പറഞ്ഞായിരിക്കും തുടങ്ങി വെക്കുന്നത്. പക്ഷേ ലാസ്റ്റ് കയ്യിൽ ഇരിക്കുന്ന എല്ലാം തീർന്നതിന് ശേഷം കടം മേടിക്കേണ്ട അവസ്ഥയോടെ വരുന്നൊരവസ്ഥയിലോട്ട് പോകാൻ സാധ്യതയുണ്ട് എന്നുള്ളത് കൊണ്ട് ഒരിക്കലും
നിങ്ങൾ ഓരോരുത്തരോടും ഞാൻ പറയുകയാണ്, ശുക്രൻ 4-ാം ഭാവത്തിൽ നിൽക്കുന്ന സമയത്ത് ഇതിനെ ഇറങ്ങി പുറപ്പെടരുത്. മനസ്സിൻ്റെ ഉള്ള ചിന്തകൾ ആ സമയത്ത് ഒന്ന് ബ്രേക്ക് ചെയ്ത് വെക്കണം. ഇപ്പം 4-ാം ഭാവത്തിലേക്ക് മാറാൻ പോകുന്ന ആർക്കാണെന്ന് നിങ്ങൾ എല്ലാവരും നോക്കിക്കോ. അശ്വതി, ഭരണി, കാർത്തിക കാല് വരുന്ന മേടക്കൂറുകാർക്കാണ് ചിങ്ങമാസം 4-ാം തീയതി മുതൽ ശുക്രൻ 4-ാം ഭാവത്തിലേക്ക് മാറുന്നുണ്ട്. അപ്പം നമ്മൾ പറഞ്ഞു വന്നുകൊണ്ടിരുന്നത് മേടക്കൂറുകാരുടെ ഫലസിദ്ധിയാണ് നമ്മൾ പറഞ്ഞു വന്നുകൊണ്ടിരുന്നത്. അപ്പോൾ ശുക്രൻ്റെ ഒരു രാശിമാറ്റമുള്ള സമയമായതുകൊണ്ട് നല്ലതാണ്. പക്ഷേ അത് നമ്മൾക്ക് ഇതുപോലെ ആഡംബരമായിട്ടുള്ള കാര്യങ്ങളിലൊക്കെ പോയി പെട്ടുകൊണ്ട് പണം ചിലവായി പോകാനുള്ള സാധ്യത ഉള്ളതുകൊണ്ട് വണ്ടി വാഹനമുള്ള കാര്യങ്ങൾ നിങ്ങൾ വേണ്ടി ചിങ്ങമാസം കഴിഞ്ഞിട്ട് നിങ്ങൾ കന്നിമാസം മുതൽ തുടങ്ങിക്കോ, ഒരു കുഴപ്പമില്ല. പക്ഷെ ഇങ്ങനൊരു സമയം നിൽക്കുന്ന സമയത്ത് ആ കാര്യങ്ങൾ തുടങ്ങരുത്. അപ്പോൾ വ്യാഴം നിങ്ങൾക്ക് ജാതകപ്രകാരം 3-ാം ഭാവത്തിൽ നിന്നുകൊണ്ട് നിങ്ങളുടെ ലാഭസ്ഥാനത്തേക്കും നിങ്ങളുടെ ഭാര്യാസ്ഥാനം, ഐശ്വര്യസ്ഥാനത്തേക്കും ദൃഷ്ടി ചെയ്ത് നിൽക്കുന്ന ഒരു അതിവിശേഷപ്പെട്ട ഗുണഫലം ഉണ്ടാവുന്ന ഒരു സമയമായിട്ടാണ് നമുക്ക് കാണുന്നത്. അപ്പോൾ നിങ്ങൾക്ക് രാഹു 11-ാം ഭാവത്തിൽ നിൽക്കുന്ന ഒരു സമയമാണ്. അപ്പോൾ ഈ സമയത്തെ നിങ്ങൾ വേണ്ട വിധം പ്രയോജനപ്പെടുത്തിയെടുക്കണം എന്നുള്ളതാണ് നമുക്ക് പറയാനുള്ളത്. അപ്പോൾ വളരെ ഐശ്വര്യപ്രദമായിട്ടുള്ള ഒരു സമയമാണ് മേടക്കൂറുകാർക്ക് ചിങ്ങമാസത്തിലെ ഫലസിദ്ധി പറയുന്നത്. സർവാഭിഷ്ട സ്ഥാനമായിട്ടുള്ള 11-ാം ഭാവത്തിലേക്ക് രാഹു നിൽക്കുകയും രാഹു വ്യാഴത്തിന്റെ ദൃഷ്ടി വരുന്ന ഒരു സമയമായതിനാൽ സർവ്വ അഭിഷ്ടങ്ങളും സർവ്വ ഇഷ്ടങ്ങളും സാധിച്ചെടുക്കാൻ പറ്റുന്ന ഒരു മാസമായിട്ടും, അതുപോലെ തന്നെ ഗൃഹം വാഹന യോഗങ്ങളൊക്കെ ഇപ്പോൾ ഉള്ള സമയമാണ്. എങ്കിൽ പോലും അതിലേക്ക് ഇപ്പം ചാടി പുറപ്പെടേണ്ടതില്ല എന്നാണ് പറയുന്നത്. കാരണം ശുക്രൻ 4-ാം ഭാവത്തിൽ വന്ന് നിൽക്കുമ്പോൾ നമുക്ക് ആഡംബരപ്രിയം വർദ്ധിച്ചുകൊണ്ട് കൂടുതൽ ധനനഷ്ടം വരാനുള്ള സാധ്യതകളൊക്കെ കാണിക്കുന്നുണ്ട്. അപ്പം അവയെല്ലാം നിങ്ങൾക്കുള്ള ഇപ്പോഴത്തെ സമയങ്ങളെയെല്ലാം നിങ്ങൾ പ്രയോജനപ്പെടുത്തിയെടുക്കണം. മംഗല്യം ചിന്തിക്കുന്ന ആളുകൾക്കെല്ലാം മംഗല്യപരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ അനുകൂലമായിട്ട് വരുന്നൊരു സമയമായിട്ടാണ് കാണിക്കുന്നത്. അതുപോലെ തന്നെ ഗൃഹം വാഹനങ്ങളൊക്കെയുള്ള യോഗം കാണിക്കുന്നുണ്ട്. 11-ാം ഭാവത്തിൽ ലാഭസ്ഥാനത്ത് നിൽക്കുന്നത് കൊണ്ടും വ്യാപസ്ഥാനത്തേക്ക് വ്യാഴത്തിന്റെ ദൃഷ്ടിയുള്ളത് കൊണ്ടും നമുക്ക് പല വിധത്തിലുള്ള ലാഭങ്ങൾ വർദ്ധിക്കുക, തൊഴിൽ ലാഭം വർദ്ധിക്കുക, മംഗല്യയോഗം വർദ്ധിക്കുക, അതുപോലെ തന്നെ ഗൃഹാഭരണ വസ്ത്രാഭരണ യോഗങ്ങൾ ഉണ്ടാവുക, അതുപോലെ തന്നെ വിദേശത്ത് തൊഴിൽപരമായിട്ടുള്ള ഗുണങ്ങൾ വർദ്ധിക്കുക, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ വരുന്നുണ്ട്. പുതിയ പദ്ധതികൾ ആവിഷ്കരിച്ച് നടപ്പിലാക്കാൻ പറ്റുമെന്നാണ് നമ്മളിവിടെ എഴുതി വെച്ചിരിക്കുന്ന ഫലസിദ്ധി പറയുന്നത്. അതുപോലെ തന്നെ നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കാതെ തന്നെ പലവിധത്തിലുള്ള നേട്ടങ്ങളും നമുക്ക് കൈവരുന്ന ഒരു മാസമായിട്ടാണ് കാണിക്കുന്നത്. ആത്മീയ ചിന്തകളൊക്കെ വർദ്ധിക്കുമെന്നും ഈശ്വരാധീനം വർദ്ധിക്കുമെന്നും അതുപോലെ തന്നെ വളരെയധികം സമാധാനവും സന്തോഷവും കുടുംബസുഖവും ഉണ്ടാകുമെന്നും ഏത് കർമ്മരംഗത്തായാലും ബിസിനസ് രംഗത്തായാലും കലാരംഗത്തായാലും സാംസ്കാരിക രംഗത്തായാലും കായിക രംഗത്തായാലും രാഷ്ട്രീയ രംഗത്തായാലും പ്രവർത്തിക്കുന്നവർക്ക് വളരെയധികം നേട്ടങ്ങളും ലാഭങ്ങളും ഉണ്ടാകുന്ന ഒരു മാസമായിട്ടാണ് ചിങ്ങമാസത്തെ ഫലസിദ്ധി പറയുന്നത്. അതുപോലെ തന്നെ സാമൂഹിക ബന്ധങ്ങളൊക്കെ വർദ്ധിക്കുമെന്നും സംഘടനാ തലത്തിലും ലീഡർഷിപ്പ് ക്വാളിറ്റി വർദ്ധിക്കുന്നതിനൊക്കെ ഇടയാകുമെന്നും ജീവിതത്തിൽ പലവിധത്തിലുള്ള മാറ്റങ്ങളും ഈ സമയത്ത് വന്നു ചേരുമെന്നും അതുപോലെ തന്നെ എല്ലാ കാര്യങ്ങളിലും ഒരു ലക്ഷ്യപ്രാപ്തി വർദ്ധിക്കുന്ന സമയമാണെന്നും ധനനേട്ടം ഉണ്ടാകുമെന്നും അതുപോലെ തന്നെ നമുക്ക് വളരെയധികം ഗുണകരമായിട്ടുള്ള ഒരു സമയമായിട്ടും കാണിക്കുന്ന ഒരു സമയമാണെന്നാണ് കാണുന്നത്. നമ്മുടെ പ്രശ്നപ്രകാരം ദോഷം പറയുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇപ്പോൾ കേതു 6-ാം ഭാവത്തിൽ നിൽക്കുന്നതിൽ ഒരു ദോഷമുണ്ടെന്ന് പ്രധാനമായിട്ട് പറയേണ്ടതായിട്ട് വരും. രണ്ടാമത്തെ ഒരു കാര്യം, ഒരു ഗുണമായിട്ട് പറയുന്ന രണ്ട് കാര്യങ്ങളെ പറയുന്നത് ശുക്രൻ നിങ്ങൾക്ക് 4-ാം ഭാവത്തിലേക്ക് വരുന്നു. അതുപോലെ തന്നെ നിങ്ങളുടെ ചന്ദ്രലഗ്നാധിപനായിട്ടുള്ള ചൊവ്വ ഈ വരുന്ന സെപ്റ്റംബർ മാസം 13-ാം തീയതി നമുക്ക് ഇങ്ങോട്ട് വരുന്നുണ്ട്, തുലാം രാശിയിലേക്ക് വരുന്നുണ്ട്. അപ്പോൾ പൊതുവിൽ വളരെ വളരെ പോസിറ്റീവായിട്ടുള്ള സമയമാണ്. പിന്നെ പ്രധാനമായിട്ടുള്ള പ്രശ്നം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ ജാതകപ്രകാരം ലാഭാധിപൻ 12 നിൽക്കുന്ന സമയമാണ്. ലാഭാധിപൻ ആരാണ്? ശനിയാണ്. ശനി 12 നിന്ന് കഴിഞ്ഞാൽ വിദേശത്തുള്ളവർക്ക് ലാഭം ഉണ്ടാവും, പക്ഷെ നാട്ടിലുള്ള ആളുകൾക്ക് നഷ്ടം ഉണ്ടാകുമെന്നാണ് ജ്യോതിശാസ്ത്ര പ്രകാരമായിട്ടുള്ള ഫലസിദ്ധി പറയുന്നത്. അപ്പോൾ ലാഭാധിപതി 12 നിൽക്കുന്നത് കൊണ്ട് നീലാഞ്ജനം വിളക്ക് കത്തിച്ച് പ്രാർത്ഥിക്കുക, ഗണപതി ഹോമം ചെയ്യുക. നിങ്ങളുടെ വീടിൻ്റെ തെക്ക് ദിക്കിലുള്ള നിങ്ങൾ താമസിക്കുന്ന കുടുംബ വീടിനോ നിങ്ങൾ താമസിക്കുന്ന ഏത് വീട്ടിലോ ആയിക്കോട്ടെ, അവിടുന്ന് തെക്ക് ദിക്ക് നോക്കിയുള്ള ക്ഷേത്രത്തിൽ പോയിട്ട് അവിടെ ഗണപതി ഹോമം ചെയ്ത് പ്രാർത്ഥിക്കുക. അതുപോലെ തന്നെ ഭദ്രകാളി ദേവിക്കുള്ള പൂജകൾ ചെയ്യുക, സുബ്രഹ്മണ്യ സ്വാമിക്കും വഴിപാടുകൾ ചെയ്ത് പ്രാർത്ഥിക്കാനാണ് ചിങ്ങമാസത്തിലെ ഫലസിദ്ധി പറയുന്നത്. അപ്പം മേടക്കൂറുകാരുടെയും ഫലസിദ്ധി നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഇനി അടുത്തതായിട്ട് ഇടവക്കൂറുകാരുടെ ഫലസിദ്ധിയാണ് പറയുന്നത്. ഇടവക്കൂറുകാർ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ചന്ദ്രലഗ്നാധിപനായിട്ടുള്ള ശുക്രൻ നിങ്ങൾക്ക് ധനസ്ഥാനത്ത് നിൽക്കുകയാണ്. വ്യാഴം നിങ്ങളുടെ ജാതകപ്രകാരം അഷ്ടമാധിപനും ലാഭാധിപനുമായിട്ടുള്ള വ്യാഴം ധനസ്ഥാനത്ത് നിൽക്കുകയാണ്. അപ്പോൾ നിലവിലുള്ള സ്ഥിതി അനുസരിച്ചുകൊണ്ട് നിങ്ങൾക്ക് 4-ാം ഭാവത്തിൽ കേതുവിൻ്റെ സ്ഥിതിയും കർമ്മരാശിയിൽ രാഹുവിൻ്റെ സ്ഥിതിയുള്ള ഒരു സമയമായിട്ടാണ് ജ്യോതിശാസ്ത്ര പ്രകാരമായിട്ട് കാണിക്കുന്നത്. അപ്പോൾ ഇടവക്കൂറുകാർക്ക് വ്യാഴത്തിന്റെ ദൃഷ്ടി, നേരത്തെ പറഞ്ഞതുപോലെ വ്യാഴത്തിന്റെ ദൃഷ്ടി നിങ്ങളുടെ കർമ്മരാശിയിലുണ്ട്. കർമ്മരാശിയിൽ രാഹു ഉണ്ടെങ്കിലും രാഹുവിനെ ഇപ്പം നോക്കിക്കൊണ്ടിരിക്കുന്ന ആൾ വ്യാഴമുണ്ട്. അപ്പോൾ പൊതുവിൽ കർമ്മരാശിയിൽ വ്യാഴത്തിന്റെ ദൃഷ്ടിയുള്ളത് നമുക്ക് നല്ലതാണ്, രാഹുവിന്റെ സ്ഥിതി ഉള്ളതും നമുക്ക് നല്ലതാണ്. അപ്പം കർമ്മരംഗത്ത് ഐശ്വര്യം ഉണ്ടാകുമെന്നും
നമ്മൾ ആഗ്രഹിക്കുന്ന എല്ലാ കാര്യങ്ങളും സഫലമായി വരുമെന്നും വിദേശത്ത് ജോലി ആഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നവർക്ക് അതിനുള്ള ഗുണകരമായിട്ടുള്ള കാര്യം ഉണ്ടാകുമെന്നും കർമ്മരംഗത്ത് ഐശ്വര്യം ഉണ്ടാകുമെന്നും സ്ഥാനമാനങ്ങൾ വർദ്ധിക്കുമെന്നും പുതിയ ഗൃഹം വാഹനം എന്നിവ മേടിക്കാൻ ആഗ്രഹിക്കുന്നവർക്കും അതുപോലെ തന്നെ വസ്തുവിൽപ്പനാദി സംബന്ധമായിട്ടുള്ള കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് നടക്കുന്നവർക്കും കേസ് വഴക്കുമായി ബന്ധപ്പെട്ടിട്ടുള്ളവർക്കും എല്ലാവർക്കും ഒരു വിജയം ഉണ്ടാകുന്ന ഒരു സമയമായിട്ടാണ് ചിങ്ങമാസത്തിലെ ഫലസിദ്ധി കാണിക്കുന്നത്. പ്രവൃത്തി മണ്ഡലം ഗുണകരമായി വരുമെന്നും സാമ്പത്തിക നേട്ടം ഉണ്ടാകുമെന്നും അതുപോലെ തന്നെ നമുക്ക് ഇതുവരെ പ്രയത്നിച്ചുകൊണ്ടിരുന്ന കഠിന പ്രയത്നങ്ങളിൽ നിന്ന് കുറച്ച് മാറ്റങ്ങളൊക്കെ വന്നിട്ട് നമുക്ക് ഇച്ചിരി സൗകര്യവും സുഖവും ഒക്കെ വരുന്ന ഒരു സമയമായിട്ടാണ് ആർക്ക് പറയുന്നത്, ഇടവക്കൂറുകാരുടെ ഫലസിദ്ധി പറയുന്നത്. ഇടവക്കൂറുകാർക്ക് ധനസ്ഥാനത്ത് വ്യാഴം ഉള്ളതുകൊണ്ട് യാതൊരു പ്രശ്നവുമില്ലാത്തൊരു സമയമാണ്. കർമ്മ പുരോഗതി ഉണ്ടാവും. അതുകൂടാതെ നിങ്ങളുടെ യോഗകാരകത്വം വഹിച്ചിരിക്കുന്ന ആൾ ലാഭസ്ഥാനത്ത് സഞ്ചരിക്കുന്ന ഒരു സമയമാണ്. ഇടവക്കൂറുകാരായിട്ടുള്ള ഒരുപാട് പേര് നമ്മളെ വിളിക്കുന്നുണ്ട്. പക്ഷേ ഇങ്ങനെയുള്ള ചില അവസരങ്ങൾ ഞങ്ങൾക്ക് ഇങ്ങനെ പറയുന്നുണ്ടെങ്കിലും അത് എത്തിപ്പെടുന്നില്ല എന്ന് പറയാറുണ്ട്. അതിൻ്റെ കാരണം ഇതിന് മുമ്പുള്ള വീഡിയോസിൽ പറയുന്നുണ്ട്. അപ്പോൾ ഇതിനകത്ത് വരുന്നത് ആരൊക്കെയാ? കാർത്തിക മുക്കാല്, രോഹിണി, മകേരത്തിൻ്റെ അര വരുന്ന ആളുകളാണ് ഇതിനകത്തുള്ളത്. അപ്പോൾ നിങ്ങളുടെ ദശാപഹാര കാലം ഏതാണെന്നും കൂടി നിങ്ങളൊന്ന് ചിന്തിക്കണം. ദശാപഹാര കാലം മോശമായിട്ട് നിൽക്കുകയാണെങ്കിലും ദശാനാഥൻ നിങ്ങൾക്ക് ദോഷമായിട്ട് നിൽക്കുകയാണെങ്കിലും നിങ്ങൾക്ക് ഇപ്പം പറയുന്ന ഈ ചാരവശാലുള്ള ഫലസ്ഥിതി പറയുമ്പോൾ അതിൽ ചില ഏറ്റക്കുറച്ചിലുകൾ വരാനുള്ള സാധ്യതകൾ വരുന്നുണ്ട്. ഉദാഹരണമായിട്ട് നമ്മളിപ്പോൾ പറയുവാണെങ്കിൽ, പെട്ടെന്നൊന്ന് പറയുവാണെങ്കിൽ, ഇതെല്ലാവർക്കും കൂടെ ഉള്ളൊരു പാഠമായിട്ടാണ് പറയുന്നത്. ഇപ്പം രോഹിണി നക്ഷത്രക്കാരൻ ജനിക്കുന്നത് നമുക്ക് അറിയാം ചന്ദ്രദശയിലാണ്. 5 വയസ്സ് വരെ ചന്ദ്രൻ, ചൊവ്വ 7, 12 വയസ്സ് വരെ ചൊവ്വ, 30 വയസ്സ് വരെ രാഹു, 16, 46 വയസ്സ് വരെ വ്യാഴം, 46, 19, 65 വയസ്സ് വരെ ശനി. ഇങ്ങനെയാണ് ഇവരുടെ ഫലസിദ്ധി പോകുന്നത്. ആരുടെ? രോഹിണി നക്ഷത്രക്കാരുടെ. ഇപ്പം രോഹിണി നക്ഷത്രത്തിൽ പെടുന്ന ഒരു 30 വയസ്സിനും 46 വയസ്സിനും മധ്യമുള്ള ഒരാളാണ് കാണുന്നതെങ്കിൽ കക്ഷിക്ക് വ്യാഴദശയായിരിക്കും. അപ്പം കക്ഷിയുടെ വ്യാഴം അനുകൂലമായിട്ട് നിൽക്കുകയാണെങ്കിൽ ഇദ്ദേഹത്തിൻ്റെ ജാതകപ്രകാരം വ്യാഴമൊക്കെ വന്ന് കർമ്മസ്ഥാനത്തിലോ 4-ാം ഭാവത്തിലോ 7-ാം ഭാവത്തിലോ ഒക്കെ നിൽക്കുന്ന സമയം, അല്ലെങ്കിൽ ഇവിടെ തന്നെ വ്യാഴം നിൽക്കുന്ന സമയത്താണ് ഇദ്ദേഹം ജനിച്ചിട്ടുള്ളത് എങ്കിൽ ജ്യോതിഷം നോക്കേണ്ടി പോലും വരത്തില്ല. അത്രത്തോളം ഗുണകരമായിട്ടുള്ളൊരു അവസ്ഥയായിരിക്കും കക്ഷിക്ക് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത്. നേരെ മറിച്ച് ഇദ്ദേഹത്തിന് 46 വയസ്സിനും 65 വയസ്സിനും മധ്യമുള്ള ഒരാളാണെങ്കിൽ ഇദ്ദേഹത്തിന് ശനിയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് എന്ന് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പം ശനി ഇദ്ദേഹത്തിന് പ്രതികൂലമായിട്ട് നിൽക്കുകയാണെങ്കിൽ നമ്മൾ ഈ പറയുന്ന അനുകൂലാവസ്ഥ അവർക്ക് അനുഭവത്തിൽ വരണമെന്നില്ല. കാരണം എന്തുകൊണ്ടാണ്? ശനി ഇദ്ദേഹത്തിന് ദോഷമായിട്ടായിരിക്കും. ദോഷമാണെങ്കിൽ നിങ്ങളുടെ അനുഭവമാണല്ലോ നിങ്ങളെ മുന്നോട്ട് നയിക്കുന്നത്. അപ്പോൾ അനുഭവപ്രകാരം അത് ദോഷമാണെങ്കിൽ ഈ പറയുന്ന അനുകൂല ഫലങ്ങൾ ഉണ്ടാകാതിരിക്കുവാണെങ്കിൽ നിങ്ങളുടെ ദശാകാലം ഏതാണെന്ന് നോക്കുക. നിസ്സാരമായ കാര്യമേ ഉള്ളൂ. ശനിയാണെങ്കിൽ നീലാഞ്ജനം കത്തിച്ച് ശാസ്താവിന് വഴിപാടുകൾ ചെയ്ത് ശനിദേവനെ പ്രാർത്ഥിക്കുക. അല്ലെങ്കിൽ ആ ഗ്രഹത്തിന് പറഞ്ഞിരിക്കുന്ന സ്തോത്രമുണ്ട്. ശനിയാണെങ്കിൽ നീലാഞ്ജനം, സമാഭാസം, രവിപുത്രം, യമാഗ്രജം, ഛായാമാർത്താണ്ഡ സംഭൂതം, തം നമാമി ശനേശ്വരം എന്ന് പറയുന്ന കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആണെങ്കിൽ ഇനി നിങ്ങൾക്ക് വ്യാഴമാണ്, നിങ്ങൾക്ക് സുഖമാണ്, സന്തോഷമാണ്, ധനപരമായിട്ടുള്ള മാർഗങ്ങളൊക്കെ ഉണ്ട്, കുഴപ്പമൊന്നും ഇല്ലാന്ന് വരിൽ നിങ്ങൾക്ക് വ്യാഴമായിരിക്കും. ഇനി ശനിയാണെങ്കിൽ പോലും ശനി അനുകൂലമായിട്ടാണ് നിൽക്കുന്നതെങ്കിൽ അത്യുത്തമമായിരിക്കും. അപ്പോൾ ഇത് പ്രതികൂലമാണെങ്കിൽ മാത്രം നിങ്ങൾ ചിന്തിച്ചുകൊണ്ട് അതിനുള്ള പ്രതിവിധികൾ ചെയ്താൽ മതി. നിങ്ങൾക്ക് അനുകൂലമാണെങ്കിലും പ്രതികൂലമാണെങ്കിലും നമുക്ക് ദശാനാഥൻ ഉണ്ടാകും, ഓരോ ഗ്രഹങ്ങളുണ്ടാകും. അപ്പോൾ എന്തെങ്കിലും ഒരു വഴിപാടുകൾ നിങ്ങൾ ചെയ്യണം. നിങ്ങൾ അറിഞ്ഞു വെച്ചുകൊണ്ട് വഴിപാടുകൾ ചെയ്യുന്നതും അറിയാതെ വഴിപാട് ചെയ്യുന്നു. അറിയാതെ ചെയ്യുക എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ദശാകാലം ഏതാണെന്ന് അറിയത്തില്ല, കർമാധിപൻ ആരാണെന്ന് അറിയത്തില്ല, ധനാധിപൻ ആരാണെന്ന് അറിയത്തില്ല, ഇതൊന്നും നമുക്ക് അറിയുന്നില്ല. അപ്പോൾ നമ്മൾ എന്ത് ഒരു വിഷ്ണു ക്ഷേത്രത്തിലെ അർച്ചനയോ കുടുംബക്ഷേത്രത്തിലൊരു വഴിപാടോ മാസത്തിലൊരു ഗണപതി ഹോമോ ഒക്കെ ചുമ്മാ ചെയ്യുന്നു. അപ്പോൾ അതിൻ്റെ ഒരു ഫലസിദ്ധി കൊണ്ട് കാര്യങ്ങളൊക്കെ ഇങ്ങനെ അങ്ങ് പോകുന്നു. ഇപ്പം നമ്മൾ ഭക്ഷണങ്ങൾ കഴിക്കുന്ന പോലെ തന്നെ നമ്മൾ വൈറ്റമിൻ നോക്കിയിട്ട് മിനറൽസ് നോക്കിയിട്ട് അതിൻ്റെ പ്രോട്ടീൻസ് എത്ര വരും ഒക്കെ കാട്ടിക്കൂട്ടിയിട്ടല്ലോ നമ്മൾ കഴിക്കുന്നത്. നമ്മൾ പല 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 ഭക്ഷണം കഴിക്കുന്നു. അതിൽ നിന്നല്ല ആവശ്യമുള്ളത് നമ്മുടെ ശരീരത്തിന് കിട്ടുന്നത് പോലെ തന്നെ നിങ്ങളൊരു വഴിപാട് നടത്തുന്നു, കുടുംബക്ഷേത്രത്തിലൊരു വഴിപാട് നടത്തുന്നു, ഒരു ഗണപതി ഹോമം നടത്തുന്നു, അങ്ങനെ എന്തെങ്കിലുമൊക്കെ വഴിപാടുകൾ ചെയ്യുന്നു, ഒന്ന് പ്രാർത്ഥിക്കുന്നു. ഇതിൻ്റെയൊക്കെ കർമ്മസിദ്ധി കൊണ്ട് നിങ്ങളുടെ പ്രശ്നങ്ങളൊന്നുമില്ല, നിങ്ങൾ തട്ടിമുട്ടി കാര്യങ്ങളൊക്കെ നടത്തിക്കൊണ്ട് മുന്നോട്ട് പോകുന്നു. ഇനി അതല്ല നിങ്ങൾക്ക് ദുരിതങ്ങളാണെങ്കിൽ നിങ്ങൾ ഈ പറയുന്ന കാര്യങ്ങൾ എന്താണെന്ന് ദശാപഹാര കാലം ഏതാണെന്ന് പ്രധാനമായിട്ട് അറിഞ്ഞിരിക്കണം ഒരു മനുഷ്യൻ. ഇതറിയാത്തൊരു മനുഷ്യനാണെങ്കിൽ ദുരിതം പേറിക്കൊണ്ടിരിക്കാനേ പറ്റത്തുള്ളൂ. ഇപ്പോൾ ഞാനൊരു അവസ്ഥ പറഞ്ഞുതരാം, ഒരു ജാതകക്കാരൻ്റെ ഒരു അവസ്ഥ പറഞ്ഞുതരാം. എന്നെ വിളിച്ച ഒരാളാണ്. ഈ പലരും എന്നോട് പറയാറുണ്ട് ഞങ്ങളുടെ കാര്യം തിരുമേനി വീഡിയോയിൽ പറയുമോ. ഞാൻ അങ്ങനെ വ്യക്തിപരമായിട്ട് ആരെങ്കിലും ഇതുവരെ പറഞ്ഞ ചരിത്രമേ ഇല്ലല്ലോ, പിന്നെ നിങ്ങളങ്ങനെ ചോദിക്കേണ്ട കാര്യമില്ല. എന്നെ ഇന്നലെ വിളിച്ച ഒരാളിൻ്റെ ജാതകപ്രകാരം ഇദ്ദേഹത്തിന് വളരെ 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 നല്ല സമയമാണ്, ഭയങ്കര കാശ് വന്നു കയറിക്കൊണ്ടിരിക്കുക പല വഴിക്കൂടെ. അപ്പം ഏതൊക്കെ വഴി കൂടെ കാശ് വരുന്നുണ്ടെന്ന് കക്ഷിക്ക് തന്നെ അറിയത്തില്ല. അത്രത്തോളം പല വിധത്തിലുള്ള ബിസിനസ്സുകൾ ചെയ്യുന്നുണ്ട്, നല്ല ക്യാഷുണ്ട്. പക്ഷേ കക്ഷിക്ക് ഇച്ചിരി രോഗാരിഷ്ടതകളും വീട്ടിൽ ഇച്ചിരി പ്രശ്നങ്ങളും കക്ഷിയുടെ മകളെ കൊണ്ടുള്ള ഇച്ചിരി വിഷമങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. അപ്പം അങ്ങനെ ഞാൻ പറയുന്നില്ല. അപ്പം ഇദ്ദേഹത്തിൻ്റെ ജാതകപ്രകാരം എന്നെ ഒന്ന് അയച്ചു തന്നപ്പോൾ ഇദ്ദേഹത്തിൻ്റെ ജാതകത്തിൽ പ്രകാരം ഇദ്ദേഹത്തിൻ്റെ ലഗ്നം വന്നിട്ട് ഇവിടെ നിൽക്കുന്നത്. ലഗ്നം ആ വിളിച്ച ആളിൻ്റെ
ഇദ്ദേഹത്തിന് ഇപ്പം നമ്മൾ നോക്കിയപ്പം ആദിത്യ ദശാകാലമാണ് നടക്കുന്നത്. സൂര്യൻ്റെ ദശാകാലമാണ് ഈ കക്ഷിക്ക് നടക്കുന്നത്. അപ്പം ഞാൻ നോക്കിയപ്പോൾ സൂര്യൻ എവിടെ നിൽക്കുന്നു എന്ന് നോക്കിയപ്പോൾ എന്താ ഇവിടെ നിൽക്കുക. ഇദ്ദേഹം വൃശ്ചിക മാസത്തിൽ ജനിച്ച ആളാണ്. അപ്പം ഇദ്ദേഹത്തിന് നിസ്സാര കാര്യമുള്ളൂ. അപ്പം ഇദ്ദേഹത്തിന് എന്താ കാര്യം? ഇദ്ദേഹം പറഞ്ഞില്ലേലും കുഴപ്പമില്ല. ഞാൻ 11ാം ഭാവാധിപനാണ് ഇദ്ദേഹത്തിന്. ആര്? സൂര്യൻ. എവിടെ നിൽക്കുന്നു? ധനസ്ഥാനത്ത് നിൽക്കുന്നു. ഇദ്ദേഹത്തിന് അപഹാരം ദശ നടക്കുന്ന ആരുടെയാ? സൂര്യൻ്റെയാ. പിന്നെന്താ പ്രശ്നം? യാതൊരു പ്രശ്നവുമില്ല. ധനപരമായിട്ട് നേരത്തെ പറഞ്ഞ പോലുള്ള പ്രശ്നമില്ല. പിന്നെ എന്തുകൊണ്ട് പ്രശ്നം വന്നു? 5ാം ഭാവാധിപത്യം വഹിക്കുന്ന മനസ്സിൻ്റെയും സന്താനത്തിൻ്റെയും ആധിപത്യം വഹിക്കുന്ന ശനി ഇദ്ദേഹത്തിന് 6ാം ഭാവം ശത്രുസ്ഥാനത്തും രോഗസ്ഥാനത്തും നിൽക്കുന്നു. പിടികിട്ടിയോ? ഇതാണ് ഇദ്ദേഹത്തിൻ്റെ അവസ്ഥ. അപ്പം നിസാരമായിട്ട് ഞാൻ പറഞ്ഞു കൊടുത്തു, നിങ്ങളൊരു കാര്യം ചെയ്യണം. ഈ പറഞ്ഞ സംഭവം കഴിഞ്ഞിട്ട് ഇപ്പോൾ ഒരു 2 ആഴ്ച മേളിലായി. ശാസ്താവിൻ്റെ അമ്പലത്തിൽ പോയിട്ട് അവിടെ 3 മാല കൊണ്ടുപോകണം. ഒന്ന് പൂർണ്ണ പുഷ്കലയ്ക്ക് സമർപ്പിക്കണം, ഒന്ന് ശാസ്താവിനെന്ന് സങ്കല്പിച്ച് ശാസ്താവിൻ്റെ അവിടെ സമർപ്പിച്ച് കഴിഞ്ഞിട്ട് നിങ്ങൾ 3 കരിക്ക് കൊണ്ടുപോയിട്ട് അഭിഷേകം ചെയ്യണം. എന്നിട്ട് 3 നാളികേരത്തിന് നീരാഞ്ജനം കത്തിക്കണം. ഒരു 200 ഗ്രാം നെയ്യ് ഒരു വിളക്കിലൊഴിച്ച് അവിടെ കൊടുക്കണം. അപ്പം 200 ഗ്രാം വിളക്ക് നെയ്യ് കൊള്ളുന്ന ഒരു വിളക്ക് ഒന്നീ മേടിച്ചു കൊടുക്കുക, ഇല്ലെങ്കിൽ അമ്പലത്തിൽ നിന്ന് തന്നെ ഒരു വിളക്ക് കഴുകി മേടിക്കുക. ഇഷ്ടംപോലെ വിളക്ക് കാണുമല്ലോ. ആ എണ്ണ ഒഴിച്ച് തിരി വെച്ച് കത്തിച്ച് അവിടെ കൊടുക്കാൻ പറ്റുന്നെങ്കിൽ അവിടെ കൊടുത്ത് പ്രാർത്ഥിക്കുക. ഇത് ചെയ്തതിന് ശേഷം നിങ്ങൾ അവിടെ ഒരു പായസവും പുഷ്പാഞ്ജലി ഒക്കെ നടത്തിയിട്ട് തൊഴുത് അവിടുന്ന് വേണമെങ്കിൽ ഒരു വെള്ളച്ചോറും ഒക്കെ മേടിച്ച് ഉണ്ടിട്ട് വരാൻ പറഞ്ഞു. കക്ഷിയുടെ പ്രശ്നം മാറി. അത് നമ്മൾ പറഞ്ഞു കൊടുത്തോണ്ടോന്നല്ല കാര്യം. ആ കക്ഷിയുടെ ജാതകത്തിലെ അവസ്ഥ എടുത്തു വെച്ചതുപോലെ മുമ്പിൽ നിൽക്കുകയാണ്. എന്താണ് പ്രശ്നമെന്ന്. അപ്പോൾ ചില ആളുകൾ ചോദിക്കും, ഇപ്പോൾ പോയിട്ട് അവിടെ പോയിട്ട് വഴിപാട് നടത്തിയിട്ട് എന്താകാനാണ്? ഞാൻ ഒരുപാട് വഴിപാടൊക്കെ നടത്തിയ യാതൊരു ഗുണവുമില്ലെന്ന് പറയും. പക്ഷേ പറഞ്ഞതുപോലെ ചെയ്ത് നോക്കൂ, ഫലസിദ്ധി ഉണ്ടാകും. ഇപ്പം വേറൊരാളുടെ കാര്യത്തിലേക്ക് നമ്മൾ സ്പ്ലിറ്റായി പോയതല്ല. ഇത് നിങ്ങൾക്കൊരു പാഠമാണ്, നിങ്ങൾക്കൊരു ഗുണകരമായ ഒരു കാര്യമാണ് പറയുന്നത്. ചുമ്മാ കുറേ പേർക്ക് അങ്ങനെ ഉണ്ടാകും ഇങ്ങനെ ഉണ്ടാകും എന്നുള്ള ഫലസിദ്ധി ചുമ്മാ പറയാൻ ആർക്കും പറ്റും. ജ്യോതിഷം പറയണമെന്നൊന്നുമില്ല. ജ്യോതിഷം അറിയാത്തവർക്കും വേണമെങ്കിൽ ഇഷ്ടംപോലെ വീഡിയോസൊക്കെ ഇപ്പം അവൈലബിൾ ആയിട്ടുണ്ട്. കുറച്ച് കാര്യങ്ങൾ ഒരു നോട്ട് തയ്യാറാക്കി വെച്ചിട്ട് ഒരു AI വീഡിയോ ഇട്ടിട്ട് അവിടെ ഇരുന്നുകൊണ്ട് എന്തെങ്കിലുമൊക്കെ പറഞ്ഞാൽ മതി. ഇതല്ല നമ്മൾ പറയുന്നതേ അല്ല സംഭവം. നമ്മൾ പറയുന്ന സംഭവം എന്താണ്? ഇടവക്കൂറുകാരുടെ ഫലസിദ്ധി പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അതിനകത്ത് നേരെ പോയി രോഹിണി നക്ഷത്രക്കാരൻ്റെ കാര്യം പറഞ്ഞു. അപ്പം നിങ്ങൾ ഇടവക്കൂറുകാരൻ കണ്ടുകൊണ്ടിരിക്കുകയാണെങ്കിൽ ഇദ്ദേഹത്തിന് പലവിധത്തിലുള്ള വിഷമസ്ഥിതികളുണ്ട്, ദുഃഖങ്ങളുണ്ട്, പ്രയാസങ്ങളുണ്ടെന്ന് പറയുമ്പോൾ ഇദ്ദേഹം ജ്യോതിഷ ചാനൽ നോക്കുമ്പോൾ ഇതിൽ അദ്ദേഹത്തിന് സമയം നല്ലതാണ്, ധനപരമായിട്ടുള്ള പുരോഗതി ഉണ്ടാവും. പക്ഷേ ഇതല്ല അദ്ദേഹത്തിൻ്റെ അവസ്ഥയെന്നുണ്ടെങ്കിൽ എന്തായിരിക്കും അദ്ദേഹം വിചാരിക്കുന്നത്? ഇയാൾ പറയുന്നതോ അല്ലെങ്കിൽ ജ്യോതിഷം തെറ്റാണ്, അല്ലെങ്കിൽ ജ്യോതിഷം കള്ളശാസ്ത്രമാണ്, നമ്മൾ ചെയ്താൽ നമുക്ക് ജീവിക്കാം എന്നൊക്കെയുള്ള ചിന്തകൾ വരും. അപ്പോൾ അങ്ങനെ വരുന്ന ഒരാൾക്ക് എന്തുകൊണ്ടാണ് എന്നുള്ള ഫലസിദ്ധിയും കൂടെ പറഞ്ഞ് മുന്നോട്ട് പോകുമ്പോൾ നല്ലതാണ്. ഇപ്പം ഇടവക്കൂറുകാർക്ക് നിലവിൽ 4ാം ഭാവത്തിൽ കേതുവിൻ്റെ സ്ഥിതി ഉള്ളതുകൊണ്ട് നിങ്ങളുടെ ഗൃഹത്തിൽ കലഹങ്ങൾ, വിഷമങ്ങൾ, ദുരിതങ്ങൾ, പ്രയാസങ്ങളൊക്കെ ഉണ്ടാകുന്ന ഒരു സമയമായി നിൽക്കുന്ന ഒരു സമയമാണെന്നും നിങ്ങളുടെ കർമ്മരാശിയിൽ രാഹുവിൻ്റെ സ്ഥിതി ഉള്ളതുകൊണ്ട് വ്യാഴത്തിൻ്റെ ഒരു നോട്ടവും കൂടി അവിടെ ഉണ്ട് എന്ന് വെച്ചതുകൊണ്ട് നിങ്ങൾക്ക് ധനസ്ഥാനത്തും വ്യാഴം നിൽക്കുന്നു. നിങ്ങളുടെ ജാതകപ്രകാരം 6ാം ഭാവത്തിലും വ്യാഴം നിൽക്കുന്നു. നിങ്ങളുടെ ജാതകപ്രകാരം കർമ്മരാശിയിലും വ്യാഴം നിൽക്കുന്നതിൻ്റെ ഫലസിദ്ധിയാണ് നിങ്ങൾക്ക് 2ാം ഭാവത്തിൽ നിൽക്കുന്ന വ്യാഴം നൽകിക്കൊണ്ടിരിക്കുന്നത്. ഇത് നിങ്ങൾ അറിയുന്നില്ല. 6ാം ഭാവത്തിലേക്ക് വരുമ്പോൾ ഇടവക്കൂറുകാർക്ക് രോഗം മാറുക, ശമനം ഉണ്ടാവുക, അതുപോലെ തന്നെ പലവിധത്തിലുള്ള ദുരിതങ്ങളുണ്ടായിരുന്നത്, ശത്രുദോഷങ്ങളുണ്ടാകുന്നത് മാറി വരിക, ഇങ്ങനെയൊക്കെയുള്ള ഫലസിദ്ധികൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. പെട്ടെന്നൊരു അസുഖമൊക്കെ മാറി നല്ല ആശ്വാസമൊക്കെ വന്നു. ഇപ്പോൾ ചികിത്സാഫലമൊക്കെ കണ്ടു. രോഗങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്നവർ, വേറെ ഒരാൾ, നമുക്ക് ഒരാൾ ശത്രുക്കളായിട്ട് നിൽക്കുന്ന ഒരാളുടെ ശത്രുതയൊക്കെ മാറി അവരിപ്പോൾ നല്ല സ്നേഹത്തിലായി. അപ്പോൾ അതൊക്കെ മാറി വന്നു. ഇഷ്ടംപോലെ പൈസ വരാൻ തുടങ്ങി. അതുപോലെ തന്നെ കർമ്മ പുരോഗതി വന്നു. നമ്മൾ ഒരു സ്ഥലം മാറ്റത്തിനൊക്കെ അപേക്ഷിച്ചിട്ടേക്കുമായിരുന്നു. ദൂരസ്ഥലത്തായിരുന്നു നമ്മൾ ജോലി ചെയ്തുകൊണ്ടിരുന്നത്, അത് കിട്ടി. ഒരു ഇൻ്റർവ്യൂ നമ്മൾ നേരത്തെ അറ്റൻഡ് ചെയ്തതാണ്, അത് വിജയിച്ചു. അവർ വിളിക്കാമെന്നൊക്കെ പറഞ്ഞിരുന്നു, നിങ്ങൾ ഓഫർ ലെറ്റർ വരുന്നു. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള അനുകൂലമായിട്ടുള്ള ഫലസിദ്ധി വരുന്ന ഒരു സമയമായിട്ടും ഇടവക്കൂറുകാരുടെ ഫലസിദ്ധി നമ്മളിപ്പോൾ പറയുന്നുണ്ട്. അപ്പോൾ മേടം, ഇടവം പറഞ്ഞു, മിഥുനം പറഞ്ഞു, അതുപോലെ തന്നെ കന്നി പറഞ്ഞു, ധനു പറഞ്ഞു, മീനം പറഞ്ഞു. ഇത്രയും പേരുടെ ഫലസിദ്ധി പറഞ്ഞതിന് ശേഷം നമ്മൾ ഇനി അടുത്തതായിട്ട് പോകുന്നത് കർക്കിടകക്കൂറുകാരുടെ ഫലസിദ്ധിയാണ് നമ്മൾ പറയുന്നത്. അപ്പം കർക്കിടകക്കൂറുകാരുടെ ഫലസിദ്ധി പറയുമ്പോഴത്തേക്കിന് ജ്യോതിശാസ്ത്രപരമായിട്ട് നിങ്ങൾ എന്ത് മനസ്സിലാക്കണം? നിങ്ങളുടെ ജാതകപ്രകാരം നിങ്ങൾക്ക് വ്യാഴം 12ലാണ് നിൽക്കുന്നത്. പക്ഷേ ശുക്രൻ നിങ്ങൾക്ക് ലാഭത്തിൻ്റെ അധിപൻ കർക്കിടകത്തിലേക്ക് വരുന്നു. അത് പ്രധാനമായിട്ട് നമ്മളിപ്പോൾ ചിന്തിക്കേണ്ട ഒരു പോയിന്റാണ്. കർക്കിടകക്കൂറുകാർ ചിന്തിക്കേണ്ട ഒരു പോയിന്റ് എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ ലാഭത്തിൻ്റെ അധിപനും 4ാം ഭാവാധിപനും ആയിട്ടുള്ള ശുക്രൻ നിങ്ങളുടെ വീട്ടിലേക്ക് വരുന്നു. അപ്പോൾ ധനപരമായിട്ടുള്ള ഒരു പുരോഗതി വരുന്നു, ഐശ്വര്യം വരുന്നു, അതുപോലെ തന്നെ തൊഴിൽ യോഗം വരുന്നു.
ഇവിടെ നിൽക്കുന്ന ശുക്രൻ മാത്രമല്ലല്ലോ, ഈ അടുത്ത കാര്യങ്ങൾ ചിന്തിച്ച് നോക്കിക്കോ. നിങ്ങൾക്ക് ധനസ്ഥാനത്ത് ആര് നിൽക്കുന്നു? സൂര്യൻ നിൽക്കുന്നു. അതുപോലെ തന്നെ നമുക്ക് ഭാഗ്യസ്ഥാനത്ത് ആര് സഞ്ചരിക്കുന്നു? കർക്കിടകൂറുകാർക്ക് ശനി നിൽക്കുന്നു. അഷ്ടമശനിയൊക്കെ മാറിയിട്ട് സമയം വളരെയധികം അനുകൂലമായിട്ട് നിൽക്കുന്ന ഒരു അവസ്ഥയായിട്ട് നമുക്കിതിനെ കാണാം. അപ്പം കർക്കിടകൂറുകാർക്ക്, ഇപ്പം മിഥുനക്കൂറുകാരുടെ ഫലമാണ് ആദ്യം പറഞ്ഞതുകൊണ്ടാണ് നമ്മളിപ്പോൾ കർക്കിടകൂറിലേക്ക് ചാടിയിരിക്കുന്നത്. അപ്പോൾ കർക്കിടകൂറുകാർക്ക് കർമ്മരംഗത്ത് നല്ല ശ്രദ്ധ ചെലുത്തി മുന്നോട്ട് പോകേണ്ട ഒരു മാസമായിട്ടാണ് ഇപ്പോൾ കാണുന്നത്. കാരണം നിങ്ങളുടെ കർമാധിപതി ഇപ്പം സെപ്റ്റംബർ മാസം 13-ാം തീയതി ആകുമ്പോൾ നിങ്ങളുടെ യോഗകാരകനും കർമാധിപനും കൂടിയായിട്ടുള്ള ചൊവ്വ കർമ്മരാശിയിലേക്ക് വരുമ്പോൾ കർമ്മത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഓണമൊക്കെയാ, കടയും കാര്യങ്ങളൊക്കെ ഒന്ന് 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 അടച്ചിട്ടും വെച്ച് എങ്ങോട്ടെങ്കിലുമൊക്കെ യാത്ര പോയി കളയരുത്. ഇപ്പം 10 പൈസ കിട്ടുന്നൊരു സമയമായിട്ടാണ് പറയുന്നത്. അപ്പോൾ കർമ്മരംഗത്ത് നല്ലപോലെ ശ്രദ്ധ ചെലുത്തി മുന്നോട്ട് പോകേണ്ട ഒരു സമയമായിട്ടും, അതുപോലെ തന്നെ ഉത്തരവാദിത്തങ്ങളിൽ വീഴ്ച ഉണ്ടാകാതെ പ്രവർത്തിക്കണമെന്നും, അതുപോലെ തന്നെ തൊഴിലിടത്ത് ചില പ്രശ്നങ്ങൾ നമുക്ക് നേരിടേണ്ട ഒരു അവസരം വന്നു ചേരുമെന്ന് പറയുന്നുണ്ട്. അത് ആരെ കൊണ്ടാണ് പറയുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ധനസ്ഥാനത്ത് നിൽക്കുന്ന കേതുവിനെ കൊണ്ടുള്ള ഒരു ദോഷത്തെ കൊണ്ടാണ് അതിനെക്കുറിച്ച് പറയുന്നത്. അപ്പോൾ എല്ലാ കാര്യത്തിലും ഒരു പ്രതികരണം ഉണ്ടാകാതെ കുറച്ച് ക്ഷമ അത്യന്താധീഷ്ഠിതമായിട്ട് നമുക്ക് വരേണ്ടതായിട്ടുള്ളതായിട്ടും, അതിന് ബിസിനസ് രംഗത്തായാലും അതുപോലെ തന്നെ തൊഴിൽ രംഗത്തായാലും കർമ്മ മേഖലയിലായാലും എല്ലാ വിധത്തിലുള്ള വെല്ലുവിളികളും നമുക്ക് ഒന്ന് നേരിടേണ്ടതായിട്ട് വരുമെന്നൊക്കെ കാണിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഒരു വിധത്തിൽപ്പെട്ട ദോഷങ്ങളെ പറയുന്നുണ്ടെങ്കിലും വലിയൊരു ഗുണഫലം പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ജാതകപ്രകാരം എന്താണ് ഇപ്പം ചില പ്രശ്നം പറയുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ ജാതകപ്രകാരം ഇപ്പം ഇച്ചിരി വ്യാഴം മറിഞ്ഞു നിൽക്കുന്ന സമയമാണ്, 12 നിൽക്കുന്ന സമയമാണ്. കർക്കിടകൂറുകാർക്ക് വ്യാഴം 12 നിൽക്കുന്ന ഒരു വർഷമാണ് ഇപ്പോൾ പൊതുവിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. കൂടാതെ ധനസ്ഥാനത്ത് കേതുവിൻ്റെ ഒരു സ്ഥിതി നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അഷ്ടമത്തിൽ രാഹുവിൻ്റെ സ്ഥിതി നടക്കുന്നുണ്ട്. ഭാഗ്യത്തിൻ്റെ സ്ഥാനത്ത് ശനിയുടെ സ്ഥിതിയും കൂടെ ഉണ്ട്. നിങ്ങൾക്ക് ശനി ആരാണ്? നിങ്ങളുടെ ജാതകപ്രകാരം അഷ്ടമാധിപത്യവും 7-ാം ഭാവാധിപത്യവും വഹിച്ച ആളാണ് ഭാഗ്യസ്ഥാനത്ത് പോയി നിൽക്കുന്നത്. അപ്പോൾ ഗുണദോഷ സമ്മിശ്രങ്ങളുടെ ഫലസിദ്ധിയാണ് കർക്കിടകൂറുകാരുടെ പൊതുവെ പറയുന്നത്. അപ്പോൾ നമുക്ക് ജീവിത പങ്കാളിയുമായിട്ടും പാർട്ട്നേഴ്സ് അല്ലെങ്കിൽ ബിസിനസ് ഒക്കെ ചെയ്യുന്നവർക്ക് ഒരുപാട് ഗുണകരമായിട്ടുള്ള ഒരു മാസമായിട്ടാണ് പ്രധാനമായിട്ട് കാണിക്കുന്നത്. കൂട്ടു ബിസിനസ്സുകളിലൊക്കെ തീരുമാനം എടുക്കുമ്പോൾ കുറച്ച് ശ്രദ്ധിക്കണമെന്നും, ഊഹക്കച്ചവടമൊക്കെ ചെയ്യുന്നവർ വളരെയധികം ശ്രദ്ധിക്കണമെന്നും, അതുപോലെ തന്നെ ധനപരമായിട്ടുള്ള കാര്യങ്ങൾ കുറച്ച് ശ്രദ്ധയോടുകൂടി പെരുമാറിയിട്ട് പാഴ്ചെലവുകളൊക്കെ നിയന്ത്രിച്ച് മുന്നോട്ട് പോകണമെന്നും, അതുപോലെ തന്നെ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ പലതരത്തിലുള്ള കലഹങ്ങളും സാധ്യതകളൊക്കെ വരുന്നതിനാൽ ഈ ചിങ്ങമാസത്തിൽ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് എടുത്തു ചാടിയൊക്കെ പെരുമാറാതെ മുന്നോട്ട് കൊണ്ടുപോവുക. കർക്കിടകൂറുകാർക്ക് ദോഷപരിഹാരമായിട്ട് നിർബന്ധമായിട്ട് നിങ്ങൾ ഗണപതി ഹോമം ചെയ്യണം, നാഗദൈവ പ്രീതിയും വരുത്തണം. ഈ 2 കാര്യങ്ങളെ പ്രധാനമായിട്ട് ചെയ്യണം. മഹാവിഷ്ണു ഭഗവാന് ഭാഗ്യസൂക്ത മന്ത്രം അർച്ചനയൊക്കെ ചെയ്യണം. നിങ്ങൾ വിഷമിക്കേണ്ട ഒരു കാര്യം, പ്രശ്നമില്ല എന്ന് പറയാനുള്ള കാരണം എന്താ അറിയാവോ? നിങ്ങളുടെ ജാതകപ്രകാരം 4-ാം ഭാവമായിട്ടുള്ള രാശിയിലേക്ക് വ്യാഴത്തിൻ്റെ ദൃഷ്ടിയുണ്ട്. ഏറ്റവും വലിയൊരു അനുഗ്രഹമാണ് കർക്കിടകൂറുകാർക്ക് ഇപ്പം വന്നിരിക്കുന്നത്. ഇവിടെ നിൽക്കുന്ന ആള് നമുക്ക് നിങ്ങളുടെ ജാതകപ്രകാരം അഷ്ടമത്തിലേക്ക് നോക്കുന്നുണ്ട്. ആര്? അതുകൂടാതെ 6-ാം ഭാവത്തിലേക്ക് നോക്കുന്നുണ്ട് കർക്കിടകൂറുകാർക്ക് വ്യാഴം. അത് പ്രധാനമായിട്ട് ശ്രദ്ധിക്കണം. യഥാർത്ഥത്തിൽ നിങ്ങൾക്ക് 6ഉം 8ഉം ഭാവം എന്ന് വെച്ച് കഴിഞ്ഞാൽ രോഗം, ശത്രു, ഈ ഭാവത്തിലേക്ക് ആര് നോക്കുന്നുണ്ട്? വ്യാഴത്തിൻ്റെ നോട്ടമുണ്ട്. അത് അഷ്ടമം ആയുസ്സിൻ്റെ സ്ഥാനത്തേക്ക് ആര് നോക്കുന്നുണ്ട്? വ്യാഴം നോക്കുന്നുണ്ട്. 6-ാം ഭാവത്തിലേക്കും അഷ്ടമസ്ഥാനത്തേക്കും വ്യാഴത്തിൻ്റെ ദൃഷ്ടി വന്നതിനാൽ വ്യാഴം 12 നിൽക്കുന്നാലും നിങ്ങളുടെ ശത്രുദോഷങ്ങൾ ഒഴിഞ്ഞു മാറുക, രോഗ ദുരിതങ്ങളൊക്കെ വിട്ടൊഴിഞ്ഞു മാറുക, അതുപോലെ തന്നെയുള്ള ഗുണങ്ങൾ ഉണ്ടാവുകയും നിങ്ങളുടെ ജാതകപ്രകാരം ആയുസ്സിന് എന്തെങ്കിലുമൊക്കെ ദോഷങ്ങൾ ഉണ്ടാവുന്ന ഭയമൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ വിട്ടൊഴിഞ്ഞു മാറിയിട്ട് നമുക്ക് ഗുണകരമായിട്ട് വരും എന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ ദോഷങ്ങളും പറഞ്ഞു, ദോഷപരിഹാരങ്ങളും കർക്കിടകൂറുകാർക്ക് പറഞ്ഞു. അടുത്തതായിട്ട് ചിങ്ങക്കൂറുകാർക്ക് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ ജാതകപ്രകാരം നിങ്ങൾക്ക് അഷ്ടമ ശനി നടക്കുന്ന ഒരു സമയമാണ് എന്ന് നിങ്ങൾക്ക് അറിയാം, ഈ മകപൂര ഉത്രത്തിക്കാലുകാർക്ക്. അതുകൂടാതെ ജന്മകേതുവിൻ്റെ ഒരു അവസ്ഥയും കൂടെ ഉള്ള ഒരു സമയമായിട്ടാണ് കാണിക്കുന്നത്. നിങ്ങൾക്കുള്ള പ്രധാനമായിട്ടുള്ള പ്ലസ് പോയിന്റുകളെ കുറിച്ച് നമുക്ക് പറയാം. പ്ലസ് പോയിന്റുകൾ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ യോഗകാരകനായിട്ടുള്ള ചൊവ്വ നിങ്ങൾക്ക് ധനസ്ഥാനത്താണ് സഞ്ചരിക്കുന്നത്. ഇദ്ദേഹം പോയിട്ട് ഇനി 3-ാം ഭാവത്തിലേക്ക് മാറുന്നുണ്ട്, 4-ാം ഭാവത്തിലേക്ക് മാറും, 5 ഇങ്ങനെയുള്ള ഭാവത്തിലേക്കാണ് ചൊവ്വയുടെ ഒരു പോക്ക് വരാൻ പോകുന്നത്. അപ്പോൾ അത് ധനപരമായിട്ടുള്ള പുരോഗതി, കുടുംബപരമായിട്ടുള്ള പുരോഗതി, ഗൃഹപരമായിട്ടുള്ള പുരോഗതി, കർമ്മപരമായിട്ടുള്ള പുരോഗതി ഒക്കെ വരുന്ന ഒരു മാസങ്ങളാണ് വരാൻ പോകുന്നത്. അതുകൂടാതെ ചിങ്ങൻ രാശിയുടെ അധിപനായിട്ടുള്ള സൂര്യൻ തിരിച്ച് ചിങ്ങത്തിലേക്ക് വരുന്നൊരു മാസമാണ് ചിങ്ങമാസം. അപ്പോൾ പൊതുവിൽ നിങ്ങൾക്ക് സർവ്വ ഐശ്വര്യം, സർവഭാഗ്യം, ധനയോഗം, അതുപോലെ തന്നെ തൊഴിൽപരമായിട്ടുള്ള സിദ്ധികൾ, ഉദ്ദിഷ്ടകാര്യ സിദ്ധികൾ ഇതെല്ലാം വന്നു ചേരുന്നൊരു മാസമാണ്. എങ്കിലും നിങ്ങൾക്ക് കേതുവിൻ്റെ ഒരു സ്ഥിതി അവിടെ നിൽപ്പുള്ളത് കൊണ്ട്
ഒരു പൂർവ്വ രൂപത്തിലുള്ള ഒരു സംതൃപ്തി ഈ 1.5 വർഷത്തേക്ക് ഇച്ചിരി പ്രയാസമായിട്ട് കാണിക്കുന്നുണ്ട്. അതുകൂടാതെ വ്യാഴം നിങ്ങൾക്ക് ലാഭസ്ഥാനത്താണ് സഞ്ചരിക്കുന്നത്. ഈ 2 അവസ്ഥ കാണിക്കുന്നുണ്ട്. അതുകൂടാതെ ശുക്രൻ 12ലേക്ക് വരികയാണ്. അപ്പം 12ലേക്ക് ചിലപ്പോൾ വിദേശത്ത് ശുക്രൻ 12ലേക്ക് വന്നാലുള്ള ഗുണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തൊഴിൽപരമായിട്ടുള്ള കാര്യത്തിലൊക്കെ വേണ്ടിയിട്ട് വിദേശത്തൊക്കെ പോകാനും ജർമ്മൻ ഭാഷ പോലെയും അതുപോലെ യൂറോപ്യൻ കൺട്രീസിലൊക്കെ പോകാൻ ആഗ്രഹിക്കുന്നവർക്കും അവിടെ PR കിട്ടാനൊക്കെ ആഗ്രഹിക്കുന്നവർക്കും ഒക്കെ ഒരു അനുകൂലമായിട്ടുള്ള സമയമായിട്ടാണ് ചിങ്ങക്കൂറുകാർക്ക് പറയുന്നത്. അപ്പോൾ ദമ്പതികളുടെ ഇടയിൽ സ്വരച്ചേർച്ച ഇല്ലാതെ വരാൻ സാധ്യതയുള്ളൊരു മാസമായിട്ടും ഒരു കാലഘട്ടമായിട്ടാണ് ഇപ്പം പൊതുവിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. രാഹുകേതുക്കളുടെ സ്ഥിതി ഉള്ളതുകൊണ്ടാണ് അത് പ്രത്യേകമായിട്ട് പറയുന്നത്. അതുപോലെ തന്നെ വിവാഹ ആലോചനകളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നവർക്ക് അതിനൊക്കെ കുറച്ച് കാലതാമസങ്ങളൊക്കെ നേരിടേണ്ടതായിട്ട് വരുമെന്നും അതുപോലെ തന്നെ നമുക്ക് പലവിധത്തിലുള്ള ആശയക്കുഴപ്പങ്ങളൊക്കെ വന്നു ചേരാനുള്ള സാധ്യതയുണ്ടെന്നും അതുപോലെ തന്നെ കുടുംബത്തിൽ ചില ദോഷപ്രവർത്തനങ്ങളൊക്കെ ഉണ്ടാവുകയും അതുപോലെയൊക്കെയുള്ള ദുരിതങ്ങളൊക്കെ ഉണ്ടാവുകയും ബന്ധുജനങ്ങളിൽ നിന്നുമൊക്കെയുള്ള ചില വഴക്കുകളും കാര്യങ്ങളൊക്കെ സാധ്യതയുള്ളതായിട്ടും ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതയും നെഗറ്റീവായിട്ട് നമുക്ക് പറയുന്നുണ്ട്. പോസിറ്റീവായിട്ട് പറയുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈ പറഞ്ഞിട്ടുള്ളതുപോലെ സർവ്വ ഐശ്വര്യം, സർവ്വഭാഗ്യം, തൊഴിൽ യോഗം, അതുപോലെ തന്നെ നമുക്ക് സ്ഥലം മാറ്റം, ഇങ്ങനെയൊക്കെയുള്ള അനുകൂലങ്ങൾ വരിക. നേരത്തെ പറഞ്ഞതുപോലെയുള്ള വിദേശ രാജ്യങ്ങളിലൊക്കെ തൊഴിലിനും കാര്യങ്ങൾക്കൊക്കെ ശ്രമിക്കുന്നവർക്ക് വളരെയധികം അനുകൂലമായതിനാൽ നിങ്ങൾ ഗണപതി ഭഗവാനെ ഭജിക്കുക, പ്രാർത്ഥിക്കുക, നിങ്ങൾ സ്വന്തമായിട്ട് പ്രാർത്ഥിക്കുക. അതുകൂടാതെ ഗണപതി ഭഗവാന് നാളികേരം ഉടച്ച് പ്രാർത്ഥിക്കുക, ഗണപതി ഹോമം ചെയ്യുക, നാഗദൈവ പ്രീതി വരുത്തുക, അമ്മയുടെ കുടുംബക്ഷേത്രത്തിലോ ഭാര്യയുടെ കുടുംബക്ഷേത്രത്തിലോ വഴിപാടുകൾ ചെയ്ത് പ്രാർത്ഥിക്കുക എന്നുള്ളതാണ് ഇപ്പോൾ പറഞ്ഞിരിക്കുന്ന ഫലം എന്ന് പറയുന്നത്. അടുത്തതായിട്ട് നമ്മൾ പറയുന്നത് കന്നിക്കൂറുകാരുടെ ഫലസിദ്ധി പറഞ്ഞു. അടുത്തതായിട്ട് നമുക്ക് തുലാക്കൂറുകാരുടെ ഫലസിദ്ധിയാണ് നമ്മൾ പറയാൻ പോകുന്നത്. തുലാക്കൂറുകാർക്ക് പ്രധാനമായിട്ട് നിങ്ങൾക്ക് ധനത്തിൻ്റെ അധിപതിയായിട്ടുള്ള ചൊവ്വ നിങ്ങൾക്ക് സെപ്റ്റംബർ മാസം 13-ാം തീയതി ചൊവ്വ ഇങ്ങോട്ട് വരുന്നുണ്ട്. നിങ്ങളുടെ ജാതകപ്രകാരം 7ാം ഭാവാധിപനും കൂടിയാണ് ചൊവ്വ. അപ്പം മംഗല്യ യോഗം ഉണ്ടാവുക, അതുപോലെ തന്നെ ധനപുരോഗതി ഉണ്ടാവുക, ഭാഗ്യം വർദ്ധിച്ച് നിൽക്കുന്ന സമയമാണ്. ഇങ്ങനെയൊക്കെയുള്ളൊരു അവസരമാണ് ഇപ്പം നിലവിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ലാഭസ്ഥാനത്തേക്ക് നമുക്ക് നിലവിൽ ഇദ്ദേഹം വരുന്നുമുണ്ട്. ആരാണ്? സൂര്യൻ വരുന്നുമുണ്ട്. അപ്പം ധനസ്ഥാനത്തേക്ക് സൂര്യൻ വരുന്നതുകൊണ്ടും ചിങ്ങമാസത്തിലെ സൂര്യൻ്റെ വരവ് നിങ്ങൾക്ക് ലാഭങ്ങളെ വർദ്ധിപ്പിക്കുക, ബിസിനസ്സിൽ വിജയം ഉണ്ടാവുക, സർവ്വഭാഗ്യം ഉണ്ടാവുക, ധനയോഗം ഉണ്ടാവുക, ഇങ്ങനെയൊക്കെയുള്ള ഗുണങ്ങളൊക്കെ വർദ്ധിച്ചു വരുന്ന സമയമാണെന്നും അതുപോലെ തന്നെ തുലാക്കൂറുകാർക്ക് കർമ്മരാശിയിലേക്ക് ശുക്രൻ്റെ സ്ഥിതി വരുന്നത് വളരെയധികം ഉത്തമമാണെന്നും കർമ്മ പുരോഗതി ഉണ്ടാകുമെന്നും തൊഴിൽ പുരോഗതി ഉണ്ടാകുന്ന ഒരു സമയമാണെന്നും ഭാഗ്യം വർദ്ധിച്ചിരിക്കുന്ന സമയമാണെന്നും അതുപോലെ തന്നെ ജാതകപ്രകാരം നിങ്ങൾക്ക് ഇത്രയും പോസിറ്റീവായിട്ടുള്ള കാര്യം പറയുന്നുണ്ട്. കൂടാതെ ധനാധിപതിയായിട്ടുള്ളതും 7ാം ഭാവാധിപതിയിലുള്ള ചൊവ്വ നിങ്ങളെ ജന്മരാശിയിലേക്ക് വരുന്നൊരു മാസം കൂടിയാണ് ചിങ്ങമാസം. അപ്പോൾ ദോഷകരമായിട്ട് ലാഭസ്ഥാനത്ത് നിൽക്കുന്ന കേതുവിനെ കൊണ്ടും 5ാം ഭാവമായിട്ടുള്ള നമ്മുടെ മനസ്സിൻ്റെ സ്ഥാനത്ത് രാഹുവിൻ്റെ സ്ഥിതിയും 6ാം ഭാവത്തിലെ ശനിയുടെ സ്ഥിതിയും നിങ്ങൾക്ക് 6ാം ഭാവത്തിലെ ശനിയുടെ സ്ഥിതി തുലാക്കൂറുകാർക്ക് അത്ര വലിയ കുഴപ്പമില്ല. കാരണം നിങ്ങളുടെ യോഗകാരകനും കൂടിയാണ് ശനി. അപ്പോൾ ഇങ്ങനെ ചിന്തിക്കുമ്പോൾ എന്ത് ചെയ്യണം എന്ന് ചോദിച്ചാൽ ദോഷങ്ങൾക്ക് പ്രതിവിധിയായിട്ട് നമ്മൾ ജ്യോതിശാസ്ത്രപ്രകാരമായിട്ട് പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ പ്രധാനമായിട്ടും ശനിയുടെ 6ാം ഭാവത്തിലെ സ്ഥിതി കൊണ്ട് നിങ്ങൾ ഹനുമാൻ സ്വാമിക്ക് വഴിപാടുകൾ ചെയ്ത് പ്രാർത്ഥിക്കുക. ഭദ്രകാളി ദേവിക്ക് പുഷ്പാഞ്ജലികൾ, കുരുതി പുഷ്പാഞ്ജലി പോലുള്ള വഴിപാടുകളൊക്കെ ചെയ്ത് പ്രാർത്ഥിക്കുക. ഭാഗ്യസൂക്ത അർച്ചന മഹാവിഷ്ണു ക്ഷേത്രത്തിൽ നടത്തുക. ഇങ്ങനെയുള്ള വഴിപാടുകൾ ചെയ്ത് പ്രാർത്ഥിക്കാനാണ് ഈ ജ്യോതിഷ ഫലം പറയുന്നത്. അപ്പം തുലാക്കൂറുകാരുടെയും പറഞ്ഞു, കന്നിക്കൂറുകാരുടെ പറഞ്ഞു, ഇത്രയും പേരുടെ കാര്യം നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഇനി നമുക്ക് വൃശ്ചികക്കൂറുകാരുടെ ഫലസിദ്ധിയാണ് പറയാൻ പോകുന്നത്. വൃശ്ചികക്കൂറുകാർക്കുള്ള ഫലസിദ്ധി എന്ന് പറഞ്ഞാൽ ഇവിടെ രവിയില്ല, അത് വെട്ടി. ഇപ്പം നിങ്ങളുടെ ജാതകപ്രകാരം ഈ രാശിക്കാർക്ക് പ്ലസ് പോയിന്റ് ആണ് ആദ്യം പറയുന്നത്. വൃശ്ചികക്കൂറുകാരുടെ പ്ലസ് പോയിന്റുകൾ എന്താണ് എന്ന് നമ്മൾ ചിന്തിച്ചു കഴിഞ്ഞാൽ ആദ്യമായിട്ട് നിങ്ങളോട് പറയാനുള്ളത്, നിങ്ങളുടെ ചന്ദ്രലഗ്നാധിപനായിട്ടുള്ള ചൊവ്വ നിങ്ങൾക്ക് സെപ്റ്റംബർ 13-ാം തീയതി ഇങ്ങോട്ട് മാറുന്നു. അതുകൂടാതെ നിങ്ങളുടെ ജാതകപ്രകാരം ഭാഗ്യസ്ഥാനമായിട്ടുള്ള കർക്കിടകൻ രാശിയിലേക്ക് ഇപ്പം നിലവിൽ ബുധനുണ്ട്, നിങ്ങൾക്ക് അവിടെ ശുക്രനും കൂടെ വരാൻ പോകുന്നു. അപ്പം ഭാഗ്യം വർദ്ധിക്കുകയും സർവ്വ ഐശ്വര്യം ഉണ്ടാകുന്ന ഒരു സമയമായിട്ട് വേണം ഇതിനെ കാണാനായിട്ട്. നിങ്ങളുടെ വളരെയധികം അനുകൂലമായിട്ടുള്ള ശുക്രൻ്റെ സ്ഥിതി നമുക്ക് വളരെയധികം നല്ലതാണ്. അതുകൂടാതെ കർമ്മരാശിയിലേക്ക് സൂര്യൻ വരുന്നു. അപ്പം സർക്കാർ ജോലി സംബന്ധമായിട്ട് ഒക്കെ ജോലിക്ക് ശ്രമിക്കുന്നവർക്ക്, ആരോഗ്യ മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക്, യൂണിഫോമുള്ള തൊഴിൽ ശ്രമിക്കുന്നവർക്ക്, മിലിറ്ററി അതുപോലെ പോലീസിൻ്റെ ട്രെയിനിങ് ടെസ്റ്റുകളൊക്കെ എഴുതി നിൽക്കുന്നവർക്ക് ഒക്കെ വളരെയധികം ഉത്തമമാണെന്നും കർമ്മ മേഖലയിൽ സൂര്യൻ വന്നു കഴിഞ്ഞാൽ വിദേശയാത്രാ സംബന്ധമായിട്ടുള്ള തടസ്സങ്ങളൊക്കെ ഉള്ളത് വിട്ടൊഴിഞ്ഞു മാറുമെന്നും വിദേശത്ത് തൊഴിലിന് ആഗ്രഹിക്കുന്നവർക്കൊക്കെ വളരെയധികം അനുകൂലമാണെന്നും നിങ്ങൾക്ക് 12-ൽ ചൊവ്വയുടെ വരവോടുകൂടി ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങൾക്കും ഒരു അനുകൂല സ്ഥിതിയാണ് നിലവിൽ കാണുന്നത്.
നെഗറ്റീവായിട്ടുള്ള പ്രശ്നം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ പ്രശ്നത്തിൽ ഇപ്പോൾ വ്യാഴം നിങ്ങൾക്ക് അഷ്ടമ രാശിയിൽ നിൽക്കുന്ന ഒരു സമയമാണെന്നും അതുകൂടാതെ മനസ്സിൻ്റെ സ്ഥാനത്ത് നിങ്ങളുടെ ശനി നിൽക്കുന്നതായിട്ടും 4ാം ഭാവത്തിൽ രാഹുവിൻ്റെ സ്ഥിതി കർമ്മരാശിയിലുള്ള കേതുവിൻ്റെ സ്ഥിതിയുള്ള ഒരു ദോഷം കൂടെ പറയുന്നുണ്ട്. അപ്പോൾ 50-50 ചാൻസ് ആണ് നിങ്ങളുടെ ഈ ചിങ്ങമാസത്തിലെ പ്രശ്നങ്ങൾ പറയുന്നത്. 50% വളരെയധികം നല്ലതും 50% വളരെയധികം മോശവുമായിട്ട് നിൽക്കുകയാണ്. സാധാരണ എന്നെ വിളിക്കുന്ന അല്ലെങ്കിൽ എനിക്ക് ഈ ജ്യോതിഷത്തിൽ കമൻ്റ് ഇടുന്ന ഒരുപാട് പേരുണ്ട്. ഇവർ വന്നിട്ട് പറയും, എൻ്റെ നാള് പൂരട്ടാതി, ഒരിക്കലും രതി പിടിക്കാത്തൊരു നാള്, അല്ലെങ്കിൽ വേറൊരാളും രോഹിണി, ഇങ്ങനെ ഏതെങ്കിലും ഒരാളൊരു നാളിൻ്റെ പേര് പറയും. ഞാൻ അത് നിങ്ങളുടെ പ്രശ്നമല്ല. ഇപ്പോൾ ഒരു ജ്യോതിഷത്തെ പ്രകാരം ഒരാൾക്ക് പോലും 100% ദോഷമുള്ളൊരു സമയമാണ് എന്ന് പറയാൻ പറ്റത്തില്ല. ഒരാൾക്ക് പോലും 27 നക്ഷത്രങ്ങളിൽ 27 പേർക്കും ഒരു ഭാഗത്ത് നല്ലതുണ്ട്. ഈ നല്ലതിനെ കാണാതെ മോശത്തിൻ്റെ പുറകെ പോകും. അപ്പോൾ അത് മാത്രമേ കാണാനൊക്കത്തുള്ളൂ. ഇപ്പം നമ്മളൊരു വീടിൻ്റെ മുൻവശത്ത് പൂമുഖമുണ്ട്, വരാന്തയുണ്ട്, പൂന്തോട്ടമുണ്ട്, പൂക്കളുണ്ട്, അവിടെയൊക്കെ പോയി കാണാതെ നേരെ വീടിൻ്റെ പുറകിൽ പോയാൽ എന്ത് പറ്റും? വീട്ടിൽ കിടക്കുന്ന വേസ്റ്റുകൾ, അഴുക്കുകൾ, സെപ്റ്റിക് ടാങ്ക്, ഇതൊക്കെ കാണാൻ പറ്റും. എന്ന് പറഞ്ഞതുപോലെ തന്നെ ജ്യോതിഷത്തിലും ഈ പറഞ്ഞ പോലെ നല്ല കാര്യങ്ങളുണ്ട്. നിങ്ങളുടെ മുന്നിൽ ആരാണ് നിങ്ങൾക്ക് അനുഗ്രഹമായിട്ട് നിൽക്കുന്നത് എന്ന് ഓരോ രാശിക്കാരും ഞാനിപ്പോൾ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. ഞാൻ ഇത്ര സ്പീഡിൽ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വീഡിയോ 2 മണിക്കൂർ 3 മണിക്കൂറൊക്കെ പോയാൽ പിന്നെ ആർക്ക് കാണാൻ പറ്റും? എല്ലാവരുടെയും ജീവിതത്തിൽ അവരവരുടെ കാര്യങ്ങൾക്ക് പോകണ്ടേ? നമ്മൾ പറയുന്ന മാത്രം കേട്ടോണ്ടിരുന്നാൽ പോരാല്ലോ. അപ്പം ഇത് പറയുകയും വേണം, നിങ്ങളുടെ കാര്യങ്ങളെല്ലാം ശരിയാക്കി വരികയും വേണം. അപ്പം നിങ്ങളുടെ ജാതക പ്രകാരം അനുകൂലമായിട്ട് നിൽക്കുന്നത് ആരാണെന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞു. ശുക്രൻ നിങ്ങൾക്ക് അനുകൂലമായിട്ട് വരിക. ശുക്രൻ ധനത്തിൻ്റെ കാരകനായിട്ടുള്ള ശുക്രൻ അനുകൂലമായിട്ട് വരുന്നു. അതുകൂടാതെ നിങ്ങളുടെ ചന്ദ്രൻ ലഗ്നാധിപൻ 12ാം ഭാവത്തിലേക്ക് വരുന്നു. ഇത് വളരെയധികം അനുകൂലമാണ്. കർമ്മരാശിയിൽ സൂര്യൻ നിൽക്കുന്നു. അത് വളരെയധികം നല്ലതാണ്. അതിങ്ങനെയുള്ള ഒരു ഫലസിദ്ധി നിൽക്കുന്ന ഇതേ സമയത്ത് തന്നെ നിങ്ങൾക്ക് കർമ്മരാശിയിൽ കേതു നിൽക്കുന്നതിൻ്റെ ദോഷം ഉണ്ടാകും. അതുപോലെ തന്നെ ശനി 5ാം ഭാവം മനസ്സിൻ്റെ സ്ഥാനത്ത് വരുമ്പോൾ അതൊരു ദോഷം ഉണ്ടാകും. 4ാം ഭാവത്തിൽ രാഹുവിൻ്റെ സ്ഥിതി കുറച്ച് ദോഷം ഉണ്ടാകും. വ്യാഴം അഷ്ടമത്തിൽ നിൽക്കുന്നതിൻ്റെ ദോഷം ഉണ്ടാകും. അപ്പോൾ ഇതിനുള്ള പ്രതിവിധികൾ ചെയ്യുക, നന്മയെ നമ്മളിങ്ങനെ എടുക്കുക. കർമ്മരാശിയിൽ നിൽക്കുന്ന കേതുവിൻ്റെ ദോഷം മാറാൻ ഗണപതി ഹോമം ചെയ്യുക, അമ്മയുടെ കുടുംബക്ഷേത്രത്തിൽ നാഗദൈവങ്ങൾക്ക് വഴിപാട് ചെയ്യുക. അതുപോലെ തന്നെ മഹാവിഷ്ണു ക്ഷേത്രത്തിൽ ഒരു രാജഗോപാല മന്ത്രം കൊണ്ട് അർച്ചനയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങളുടെ പ്രശ്നങ്ങൾക്കെല്ലാം 101% പരിഹാരമാകും. അതുകൂടാതെ ചൊവ്വ നിങ്ങൾക്ക് 12ൽ വരുന്നതുകൊണ്ട് വിദേശ സംബന്ധമായിട്ടോ വിദേശത്ത് ജോലി ചെയ്യുന്നവർക്കോ വിദേശത്ത് പോകാൻ ആഗ്രഹിക്കുന്നവർക്കോ ഓജം യുഗ്മം ഓജം സുബ്രഹ്മണ്യ സ്വാമിക്ക് 41 നാരങ്ങയുടെ മാലയൊക്കെ ചാർത്തിക്കൊണ്ട് പ്രാർത്ഥിച്ചാൽ നിങ്ങളുടെ ഈ പ്രശ്നങ്ങൾക്കെല്ലാം പരിഹാരമാകും എന്നുള്ളത് തന്നെയാണ് ഇപ്പോൾ ജ്യോതിശാസ്ത്രപരമായിട്ട് പറയാനുള്ളത്. അപ്പോൾ ദോഷപരിഹാരവും ദോഷവും എന്താണെന്ന് നിങ്ങളോട് പറഞ്ഞു കഴിഞ്ഞു. ഇനി വിശദമായിട്ട് പറഞ്ഞില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ ഇച്ചിരി ഇത് വരുന്നത് കൊണ്ടാണ് വിശദമായിട്ട് പറയാൻ പറ്റാത്തത്. അടുത്തതായിട്ട് നമ്മൾ പറയാൻ പോകുന്നത് മകരം കുംഭം രാശിക്കാരുടെ ഫലമാണ് നമുക്ക് പറയാനുള്ളത്. അപ്പം ഇവിടെ എഴുതി വച്ചിരിക്കുന്നതും കൂടെ ഒന്ന് എടുക്കുകയാണ്, എൻ്റെ ആവശ്യമില്ലെങ്കിൽ പോലും ഒന്ന് എടുക്കുകയാണ്. മകരക്കൂറുകാർക്ക് ഇപ്പം നിലവിലുള്ള അവസ്ഥയെന്ന് വെച്ച് കഴിഞ്ഞാൽ മകരക്കൂറിൻ്റെ അധിപതിയായിട്ടുള്ള ചന്ദ്രലഗ്നാധിപൻ 3ാം ഭാവത്തിൽ നിൽക്കുന്നു. അതുപോലെ തന്നെ നിങ്ങൾക്ക് വ്യാഴം 6ാം ഭാവത്തിൽ നിൽക്കുന്ന ഒരു ഇച്ചിരി ദോഷ സമയമാണ്. എങ്കിലും പ്ലസ് പോയിന്റിനെ ആദ്യം അങ്ങോട്ട് പറയാം. നിങ്ങൾക്കിപ്പോൾ ഭാഗ്യസ്ഥാനത്താണ് നിലവിൽ ചൊവ്വ നിൽക്കുന്നത്. ചൊവ്വ കർമ്മസ്ഥാനത്തേക്ക് വരുമ്പോൾ കർമ്മസ്ഥാനത്തേക്ക് ചൊവ്വ വന്നാൽ നിങ്ങൾക്ക് തൊഴിൽ പുരോഗതി ഉണ്ടാകും. തൊഴിൽ പുരോഗതി ഉണ്ടാകുമ്പോൾ എന്തുണ്ടാവും? ഓട്ടോമാറ്റിക്കലി ധനപുരോഗതി ഉണ്ടാകും. ധനപുരോഗതി കൂടെ ഉണ്ടാകുമ്പോൾ എന്തോ മാനസികമായിട്ടുള്ള സന്തോഷ പുരോഗതി ഉണ്ടാകും. അപ്പോൾ ഐശ്വര്യം വരും. കാശൊക്കെ ഇച്ചിരി കയ്യിലോട്ട് വരുമ്പം കല്യാണമൊക്കെ റെഡിയാവും. അപ്പം പണത്തിൻ്റെ കാര്യങ്ങൾ വരിക, കർമ്മ പുരോഗതി ഉണ്ടാവുക, ഇങ്ങനെയുള്ള ഒരു കാര്യമാണ് ആർക്ക് വരുന്നത്? മകരക്കൂറുകാർക്ക് വരുന്ന ഒരു പ്ലസ് പോയിന്റുകൾ. അവർക്കത് കൂടാതെ നിങ്ങളുടെ ജാതകപ്രകാരം യോഗത്തിൻ്റെ കാരകൻ കർമ്മത്തിൻ്റെയും 5ാം ഭാവാധിപത്യത്തിൻ്റെയും ആളായിട്ടുള്ള ശുക്രൻ നിങ്ങൾക്ക് ഇതാണ്ട് 7ാം ഭാവത്തിലേക്ക് വരുന്നു. മംഗല്യം ശുഭം ക്ലിയറായിട്ട് വരും. മംഗല്യ തടസ്സങ്ങൾ മാറും. അതുപോലെ തന്നെ യുവതിവാക്കൾക്ക് പ്രണയം മൊട്ടിടും. പ്രണയപരമായിട്ടുള്ള കാര്യങ്ങൾ തുറന്നു പറയാനുള്ള അവസരം ഉണ്ടാകും. നിങ്ങൾ ഒരാളോട് പോയി ചോദിച്ചാൽ അവർ യെസ് പറയുന്ന ഒരു സമയമാണ്. ഐ ലവ് യു എന്ന് പറഞ്ഞാൽ ഐ ലവ് യു ടു എന്ന് പറയുന്ന ഒരു മാസമായിരിക്കും ഈ വരുന്ന ചിങ്ങമാസം. അപ്പോൾ ധൈര്യമായിട്ട് പറഞ്ഞോളൂ, ഞാൻ അതിലൊക്കെ സപ്പോർട്ടായിട്ട് നിൽക്കുന്ന ആളാണ്. കാരണം പ്രണയങ്ങൾ ഉണ്ടാവണം എന്നുള്ള ആഗ്രഹിക്കുന്ന ഒരാളാണ് നമ്മൾ. അപ്പം മകരക്കൂറുകാർക്കായിട്ടുള്ള ഉത്രാടത്തിന് മുക്കാലും തിരുവോണം അവിട്ടത്തര വരുന്നവർക്ക് മംഗല്യം നടന്നു വരിക, പ്രണയം ഉണ്ടാവുക, വിവാഹം നടക്കുക, അങ്ങനെ നിങ്ങളുടെ അത്യാഡംബരമായിട്ടുള്ള ഏതൊരാവശ്യങ്ങളും നടന്നു വരുന്നൊരു മാസമായിട്ട് വേണം നിങ്ങളോട് പറയാനായിട്ട്. അപ്പോൾ വളരെയധികം ഐശ്വര്യപ്രദമായിട്ട് കർമ്മരാശിയിലുള്ള ചൊവ്വ വരുമ്പോഴത്തേക്ക് പണപരമായിട്ടുള്ള വർധനവ് എല്ലാം വർദ്ധിക്കുന്ന ഒരു സമയമായിട്ടാണ് ഇപ്പോൾ കാണുന്നത്. പ്ലസ് പോയിന്റുകൾ ഒരുപാടുണ്ട്. നെഗറ്റീവായിട്ടുള്ള ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ ജാതക പ്രകാരം
ധനസ്ഥാനത്ത് നിൽക്കുന്ന രാഹു, അതുപോലെ തന്നെ വ്യാഴം 6ാം ഭാവത്തിൽ മറഞ്ഞു നിൽക്കുന്ന കാലമാണ് അടുത്ത വർഷം വരെ. അതിന് ഇടയ്ക്ക് ഒരു മാറ്റം വരുന്നുണ്ട് വ്യാഴത്തിൻ്റെ. ഒക്ടോബറിലാണ് മാറ്റം വരുന്നത്. അത് പിന്നീട് പറയാം. അത് വളരെയധികം ഗുണകരമാണ് മകരക്കൂറുകാർക്ക് ഒക്ടോബർ മാസത്തിൽ. അത് പിന്നീട് പറയാം. അപ്പോൾ മകരക്കൂറുകാർക്ക് പ്ലസ് പോയിന്റുകൾ ധാരാളം നിൽക്കുന്നു. നെഗറ്റീവായിട്ടുള്ള പോയിന്റുകൾ 20% നെഗറ്റീവ് നിൽക്കുന്നു. നെഗറ്റീവ് നിൽക്കുന്നത് രാഹുവിനെ കൊണ്ടും അഷ്ടമത്തിൽ നിൽക്കുന്ന കേതുവിനെ കൊണ്ടും വലിയ കുഴപ്പമില്ലെങ്കിൽ പോലും നിങ്ങൾക്ക് നെഗറ്റീവായിട്ട് നിൽക്കുന്നത് പ്രധാനമായിട്ടും വ്യാഴം 6ാം ഭാവത്തിൽ സഞ്ചരിക്കുന്ന ഒരു സമയമാണ്. അപ്പം മഹാവിഷ്ണു ഭഗവാനെ പൂജകൾ ചെയ്യുക, ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ പോയി തൊഴുക, അതുപോലെ തന്നെ വിഷ്ണു സഹസ്രനാമം പോലുള്ള അർച്ചനകളൊക്കെ ചെയ്യുക, സഹസ്രനാമം ജപിക്കാൻ പറ്റുന്നെങ്കിൽ ചെയ്യുക. അതുപോലെ തന്നെ കണ്ടകശിനി ഒഴിഞ്ഞു നിൽക്കുകയാണെങ്കിൽ മാസത്തിൽ ഒരു ശാസ്താ ക്ഷേത്ര ദർശനമൊക്കെ നടത്തി കഴിഞ്ഞാൽ നിങ്ങളുടെ ജാതകപ്രകാരമുള്ള എല്ലാ വിധത്തിലുള്ള ദോഷങ്ങളും വിട്ടൊഴിഞ്ഞു മാറും. അത്തം നിങ്ങളെ പറഞ്ഞു. അടുത്തതായിട്ട് കുംഭക്കൂറുകാരുടെ ഫലസിദ്ധിയാണ് നമ്മൾ പറയാൻ പോകുന്നത്. കുംഭക്കൂറുകാരുടെ ഫലസിദ്ധി പറയുന്നതിന് മുമ്പായിട്ട് രാഹുവിൻ്റെ ഈ മകരക്കൂറുകാർക്ക് എന്തെങ്കിലും പ്രത്യേകിച്ച് ഇവിടെ എഴുതി വെച്ചതിനകത്ത് പറയുന്നുണ്ടെങ്കിൽ സാമ്പത്തിക നഷ്ടങ്ങൾ കുറയ്ക്കുന്നതിനും അതുപോലെ തന്നെ വാക്കുകൾ എല്ലാം കറക്റ്റായിട്ട് വരുന്നതിനും എന്തെങ്കിലും വാക്ക് തർക്കങ്ങളിൽ ഏർപ്പെടുന്ന കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതിൽ നിന്നൊക്കെ മാറി നിൽക്കാനും, അതുപോലെ തന്നെ വിദേശ ബന്ധം വഴി ധനാഗമ മാർഗങ്ങൾ വർദ്ധിക്കുക, വിദേശ സ്രോതസ്സുകളിൽ നിന്ന് ധനാഗമം ചേരുന്നതിനും ഒക്കെയുള്ള ഗുണകരമായിട്ടുള്ള ഫലസിദ്ധി പറയുന്നുണ്ട്. രാഹു 2ാം ഭാവത്തിൽ നിൽക്കുന്നതിനാൽ ഗുണം പറയുന്നത് അപ്രതീക്ഷിതമായിട്ടുള്ള ധനനേട്ടം ഉണ്ടാകുമെന്നും പറയുന്നുണ്ട്. എന്നാൽ ധനനഷ്ടങ്ങൾക്ക് കാരണമാക്കുന്ന ഒരാളായിട്ടും നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ രാഹുവിൻ്റെ സ്ഥിതി പറയുന്നുണ്ട്. അപ്പം ഈ കാര്യങ്ങളെല്ലാം ശ്രദ്ധിച്ചുകൊണ്ട് നിങ്ങൾ വേണ്ട വിധത്തിലുള്ള മുൻകരുതലെടുക്കുക. പ്രധാനമായിട്ട് വിഷ്ണു ഭഗവാനെ ഒന്ന് പ്രാർത്ഥിച്ചുകൊള്ളുക കാര്യമായിട്ട്. അതുകൂടാതെ ശിവക്ഷേത്രത്തിൽ ദർശനം നടത്തി ശിവന് ധാര, കൂവളത്തിൻ്റെ മാല, അങ്ങനെയുള്ള പുഷ്പാഞ്ജലികളൊക്കെ നടത്തുക. ഗണപതി ഹോമം ചെയ്ത് പ്രാർത്ഥിക്കുക. അടുത്തതായിട്ട് രാഹു നിൽക്കുന്ന കുംഭക്കൂറുകാരുടെ ഫലസിദ്ധി പറയുന്നത് എന്താണെന്ന് ചോദിച്ചാൽ ഇവർക്ക് 1.5 വർഷത്തേക്ക് രാഹു നിലവിൽ ഇവിടെ നിൽക്കുകയാണ്. 7.5 ഖണ്ഡകാല ശനിയുണ്ട്. ഇങ്ങനെ നെഗറ്റീവ് മാത്രം ചിന്തിച്ച് നടക്കുന്ന ഒരു സമയമാണ് കുംഭക്കൂറുകാർ. പക്ഷെ ഞാനത് പറയത്തില്ല. എൻ്റെ കാരണം എന്താ, എനിക്കങ്ങനെ പറയാൻ അറിയാൻ കഴിഞ്ഞിട്ടല്ല. ഞാൻ ആദ്യം നോക്കുന്നത് പ്ലസ് എന്തുണ്ടെന്നായിരിക്കും നോക്കുന്നത്. ഒരാളിനെ കണ്ടാൽ, ഒരാളുമായി സംസാരിച്ചാൽ അവരുടെ നന്മകൾ എന്താണെന്ന് ആദ്യം ചിന്തിക്കുന്ന ഒരാളാണ് നമ്മൾ. എൻ്റെ ഒരു വ്യക്തിപരമായ ഒരു കാര്യം പറയുക. അവരിൽ നെഗറ്റീവ് ഇല്ലാത്ത ഒരാൾ പോലും കാണത്തില്ല. എനിക്കും നെഗറ്റീവ് ഉണ്ടാവും. നമുക്ക് ദേഷ്യം വരുന്ന ഒരാളാവും. ചിലപ്പോൾ എന്തെങ്കിലും ആരെങ്കിലും സംസാരിച്ച് കഴിയുമ്പോൾ അവരോട് ചിലപ്പോൾ ദേഷ്യം സംസാരിച്ചെന്നൊക്കെ ഇരിക്കുന്ന ഒരാളും കൂടെ ആണ് നമ്മളിങ്ങനെ പറയുന്നെങ്കിലും അതുപോലെ തന്നെ എല്ലാ മനുഷ്യരിലും ഈ പറയുന്ന നെഗറ്റീവ് ഉണ്ടാകും. നെഗറ്റീവിലേക്ക് നമ്മൾ പോകാതിരിക്കുക. പോസിറ്റീവിനെ ആദ്യം എടുത്ത് നോക്കുക. അവരുടെ എന്താണ്, അവരുടെ നന്മ എന്താണ്, അവരുടെ മനസ്സെന്താണെന്ന് നോക്കുക. അപ്പം കുംഭക്കൂറുകാർക്ക് പ്രധാനമായിട്ട് ഇപ്പോൾ അവർ നെഗറ്റീവായിട്ട് ചിന്തിക്കുന്ന ഒരു അവസരമാണ്. എന്താണ്, അവർക്ക് 7.5 ഖണ്ഡകാല ശനിയാണെന്നും ധനസ്ഥാനത്ത് ശനി നിൽക്കുകയാണെന്നും അതുപോലെ തന്നെ കേതുവിൻ്റെ ദൃഷ്ടിയുണ്ടെന്നും ഒക്കെ പറഞ്ഞ് അവരെ ഭയപ്പെടുത്തി വെച്ചിരിക്കുന്ന ഒരു വിഷയം ഉണ്ട്. പക്ഷേ നേരെ വിപരീതമാണ് എനിക്ക് പറയാനുള്ളത്. കാരണം രാഹു നിങ്ങളുടെ ജാതകപ്രകാരം നിങ്ങൾക്ക് രാഹു എപ്പോഴും നമ്മുടെ ജന്മരാശിയിൽ നിൽക്കുന്നത് ധനം, അപ്രതീക്ഷിതമായ ധനയോഗം വന്നു ചേരാനും ഭാഗ്യം വർദ്ധിക്കുന്നതിനും, അതുപോലെ തന്നെ ധനാധിപതിയായിട്ടുള്ള വ്യാഴം നിങ്ങളെ ഇവിടെ നിന്നുകൊണ്ട് ഇങ്ങോട്ട് നോക്കുന്നുണ്ടെന്നും ആദ്യം തന്നെ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ കുംഭക്കൂറുകാർക്ക് വളരെ 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 ഐശ്വര്യപ്രദമായ ഒരു കാലഘട്ടമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അതുകൂടാതെ നിങ്ങളുടെ ഭാഗ്യസ്ഥാനത്തേക്ക് ആര് വരുന്നു? ചൊവ്വയും കൂടെ വരുന്നു. അപ്പം ഈ വരുന്ന ചിങ്ങമാസം എന്താണ്, അടിച്ച് പൊളിക്കാൻ പറ്റുന്നൊരു മാസമായിട്ട് വേണം പറയാനായിട്ട്. നിങ്ങൾക്കുള്ള ദോഷഫലസിദ്ധി എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ ജാതകപ്രകാരം നിങ്ങളുടെ യോഗകാരകനായിട്ടുള്ള ശുക്രൻ നിങ്ങൾക്ക് 6ാം ഭാവത്തിലേക്ക് മറയുന്നു. നിലവിൽ ബുധൻ 6ാം ഭാവത്തിൽ നിൽക്കുന്നുണ്ട്. ഇത് താൽക്കാലികം മാത്രമാണ്. ചിങ്ങമാസം കഴിയുന്നതോടുകൂടി ഈ ദോഷങ്ങളങ്ങ് മാറിക്കിട്ടും. എന്നാൽ അനുകൂലമായിട്ടുള്ള സമയം നിൽക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ അനുകൂലമായിട്ടുള്ള സമയം നിൽപ്പുണ്ട്. രണ്ടാമത്തെ ഒരു പ്രശ്നം എന്താണ്, അടുത്ത പ്രശ്നം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ മംഗല്യ സ്ഥാനത്ത് ഇച്ചിരി തടസ്സങ്ങളും ദോഷങ്ങളും നിൽക്കുന്ന സമയമാണ്. വിവാഹം നടക്കാതിരിക്കുന്ന പ്രശ്നങ്ങൾ ഉണ്ടാവുക, വിവാഹം നടന്നവർക്ക് പ്രശ്നങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുക. അതുമൂലം നിങ്ങൾക്ക് എല്ലാ വിഷയങ്ങളെയും ബന്ധപ്പെട്ട് നിൽക്കും. ഇപ്പം ഞാനൊരു കാര്യം പറയാം. ഒരുപാട് പണമുണ്ട്, കാര്യങ്ങളുണ്ട്, സ്വത്തുണ്ട്, ആരോഗ്യമുണ്ട്, എല്ലാം ഉണ്ട്. പക്ഷെ നിങ്ങളുടെ വീട്ടിലെ ഭാര്യയുമായിട്ടോ അല്ലെങ്കിൽ ഭാര്യ ഭർത്താവുമായിട്ടോ ഒന്ന് പിണങ്ങി നിന്ന് നോക്കിക്കൂ. നിങ്ങളുടെ എല്ലാ ചിന്തകളും നേരം വെളുത്ത് രാത്രി ഉറങ്ങുന്നതും വരെയുള്ള ഉറക്കത്തിലായാൽ പോലും നിങ്ങളെ അലട്ടുന്നൊരു പ്രശ്നം ഈ പറഞ്ഞ പ്രശ്നമായിരിക്കും. നിങ്ങളെ സ്നേഹിച്ച ജീവിത പങ്കാളിയുമായിട്ടുള്ള പ്രശ്നമായിരിക്കും നിങ്ങളെ അലട്ടുന്നത്. നിങ്ങൾക്കെല്ലാം എന്ത് വന്നാലും നമുക്ക് സഹിക്കാം. നമുക്കൊരു അയലത്തുകാരൻ നമ്മളുമായിട്ട് കേസ് കൊടുത്തെന്ന് പറഞ്ഞാലും നമുക്ക് സഹിക്കാം. പക്ഷെ നമ്മുടെ കൂടെ ജീവിക്കുന്ന ഒരാൾ നമ്മൾക്ക് എതിരായിട്ട് നിൽക്കുക, അല്ലെങ്കിൽ നമുക്ക് അവരുമായിട്ട് പിണങ്ങിയിട്ട് മാറി നിൽക്കുക, അല്ലെങ്കിൽ നമ്മളുമായിട്ട് ഇനി യോജിക്കത്തില്ലെന്ന് പറഞ്ഞ് മാറി നിൽക്കുന്നത് പോലുള്ളൊരു വിഷമം വേറൊന്നും ഇനി വരാനില്ല. കുട്ടികൾ പോലും വേണേൽ 10 ദിവസം ഇനി മാറി നിന്നോ, അമ്മയുടെ വീട്ടിലോ അച്ഛൻ്റെ വീട്ടിലോ ഒക്കെ മാറി നിന്നാലും നമുക്ക് ആ പ്രശ്നം ഉണ്ടാകത്തില്ല. പക്ഷേ നമ്മുടെ ജീവിത പങ്കാളി എന്ന് പറഞ്ഞ ആൾ കുറച്ച് ദിവസത്തേക്ക് വരുന്നത്, എന്നാൽ അവർക്ക് ഈ ഒരു അവസരമുള്ളൊരു സമയമാണിപ്പോൾ. അപ്പോൾ അത് മനസ്സിലാക്കി വെച്ചുകൊണ്ട് നിങ്ങൾ
അങ്ങനെ ഇല്ലെങ്കിൽ പക്ഷെ 1.5 വർഷത്തേക്ക് അവൻ നിപ്പുണ്ട്. അവിട്ടത്തിൻ്റെ അരയും ചതയും പൂരിട്ടാതി മുക്കാലുകാർക്ക് മംഗല്യ സ്ഥാനത്ത് ദോഷം നിൽക്കുകയാണ്. മംഗല്യം നടക്കാനുള്ള സമയങ്ങളൊക്കെ ഇത്തിരി തടസ്സപ്പെട്ട് നിൽക്കുന്ന ഒരു സമയമായതുകൊണ്ട് നിങ്ങൾ അവരുടെ പേരിൽ ഭാര്യയുള്ളവർ ഗണപതി ഹോമം ചെയ്യുക, അല്ലെ നിങ്ങളുടെ സ്വന്തം പേരിൽ മഹാഗണപതി ഹോമം ചെയ്ത് പ്രാർത്ഥന ചെയ്യുക, നാഗദൈവ പ്രീതി വരുത്തുക, അങ്ങനെയുള്ള വഴിപാടുകൾ ചെയ്യുക. പറ്റുന്ന ശനിയാഴ്ചകളിലൊക്കെ ഒരു നീലാഞ്ജനം വിളക്ക് കത്തിക്കുക. അപ്പോൾ ഏറ്റവും ഐശ്വര്യപ്രദമായിട്ട് നമുക്ക് പറയാനുള്ളത് വ്യാഴത്തിൻ്റെ ദൃഷ്ടി വരുന്നുണ്ട്. അതുകൂടാതെ നിങ്ങളുടെ ചൊവ്വ ഇവിടെ വരുന്നുണ്ട്. അതുപോലെ നിങ്ങളുടെ യോഗകാരകനായിട്ടുള്ള ശുക്രൻ മറയുന്നതിൻ്റെ ഒരു മാസം ഈ ചിങ്ങമാസത്തിൽ വരുന്നുണ്ട്. അപ്പോൾ ഈ മാസത്തിലെ പൊതുവായിട്ടുള്ള ഫലസിദ്ധികൾ പറയുമ്പോൾ ഐശ്വര്യപ്രദമായിട്ടും ധനപരമായിട്ടും ഭാഗ്യപരമായിട്ടും തൊഴിൽപരമായിട്ടും ഒക്കെ അനുകൂലമായിട്ട് നിൽക്കുന്നൊരു മാസമാണെന്നും അതുപോലെ ഈ വേണ്ട പരിഹാര ക്രിയകളെല്ലാം ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകാനാണ് പറയുന്നത്. നന്ദി, നമസ്കാരം.